Hello children, JEE main examന്റെ രണ്ട് ഫേസും കഴിഞ്ഞു. ഇനി നമ്മുടെ മുമ്പിൽ ശേഷിക്കുന്നത് അഡ്വാൻസും പിന്നെ കീമുമാണ്. നമ്മൾ ഈ വീഡിയോയിൽ കുറച്ച് കീം ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻസ് എല്ലാം അത്യാവശ്യം നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നിങ്ങൾക്ക് കീമിന് ഉപകാരപ്പെടും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ലൈവിൻ്റെ അവസാനം വരെ എല്ലാവരും തുടരുക. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാ ഇൻ എ വാണ്ടർവാൾസ് ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. യൂണിറ്റ് ഓഫ് കോൺസ്റ്റൻറ്റ് എ ആണ് വേണ്ടത്. ഞാൻ ആ വാണ്ടർവാൾസ് ഇക്വേഷൻ ഒന്ന് എഴുതാം. പി പ്ലസ് എ ഡിവൈഡഡ് ബൈ വി സ്ക്വയർ ഒരു ടേം, രണ്ടാമത്തെ ടേം വി മൈനസ് ബി ഈസ് ഈക്വൽ ടു ആർ ടി. ഇതാണ് വാണ്ടർവാൾസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. വാണ്ടർവാൾസ് ഇക്വേഷൻ ഫോർ റിയൽ ഗ്യാസ്. നമുക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഈ എ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റാണ്, ഡയമെൻഷൻ അല്ല വേണ്ടത്, യൂണിറ്റ്. അപ്പോൾ നിങ്ങൾക്കറിയാം പി ഈസ് ആഡഡ് ടു എ ബൈ വി സ്ക്വയർ. അങ്ങനെ രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആഡ് ചെയ്യണമെങ്കിൽ ആ രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റിയും ലൈക്ക് ക്വാണ്ടിറ്റീസ്, ഒരേ ടൈപ്പ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ രണ്ടിനും ഒരേ ഡയമെൻഷൻ ആയിരിക്കണം. അത് വെച്ചിട്ട് നമുക്ക് എയുടെ യൂണിറ്റ് കണ്ടെത്താം. എന്ന് പറഞ്ഞാൽ എ ഡിവൈഡഡ് ബൈ വി സ്ക്വയറിൻ്റെ യൂണിറ്റ് പിയുടെ യൂണിറ്റ് ആയിരിക്കണം. ഈ ഭാഗം മാത്രം നോക്കിയാൽ മതി അത് പറയാൻ. ഓക്കെ, പിയുടെ യൂണിറ്റ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ എയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് പിയുടെ യൂണിറ്റ് മൾട്ടിപ്ലൈഡ് ബൈ വി സ്ക്വയറിൻ്റെ യൂണിറ്റ് ആയിരിക്കണം. പി എന്ന് പറഞ്ഞാൽ പ്രഷറാണ്. പ്രഷറിൻ്റെ യൂണിറ്റ് എല്ലാവർക്കും അറിയാം, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്, ന്യൂട്ടൺ ബൈ മീറ്റർ സ്ക്വയർ. അതുപോലെ വോളിയത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബാണ്. അതിനെ സ്ക്വയർ ചെയ്യുമ്പം മീറ്റർ റേസ് ടു 6 എന്ന് വരും. അങ്ങനെ വരുമ്പം എയുടെ യൂണിറ്റ് ഏത് വരും? ന്യൂട്ടൺ മീറ്റർ ടു ദ പവർ 4 എന്ന് വരും. ന്യൂട്ടൺ മീറ്റർ ടു ദ പവർ 4. ഇവിടെ ഓപ്ഷൻ ഉണ്ട്, ന്യൂട്ടൺ മീറ്റർ ടു ദ പവർ 4. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. നോക്കൂ, ഔട്ട് ഓഫ് ദ ഫോളോയിങ് ദ ഓൺലി പെയർ ദാറ്റ് ഡസ് നോട്ട് ഹാവ് ഐഡൻറ്റിക്കൽ ഡയമെൻഷൻ. ഒരേ ഡയമെൻഷൻ അല്ലാത്ത ഏതാണെന്നാണ് വേണ്ടത്. ആംഗുലാർ മൊമെൻറ്റും പ്ലാൻസ് കോൺസ്റ്റൻറ്റും ഒരേ ഡയമെൻഷൻ ആണെന്ന് നിങ്ങൾക്കറിയാം. ഈ ഇക്വേഷൻ ഓർത്താൽ മതി. ആംഗുലാർ മൊമെൻറ്റ് ഓഫ് ആൻ ഇലക്ട്രോൺ ഈസ് nh/2π നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ ആംഗുലാർ മൊമെൻറ്റത്തിനും പ്ലാൻസ് കോൺസ്റ്റൻറ്റും ഒരേ ഡയമെൻഷൻ ആണെന്നറിയാം. വർക്കിനും ടോർക്കിനും ഒരേ ഡയറക്ഷനാണ്. ഗോ ടു ദ ബേസിക് ഡെഫിനിഷൻ. വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ ഡിസ്റ്റൻസ് ആണ്. അതുപോലെ ടോർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ പെർപെൻഡിക്കുലർ സെപ്പറേഷൻ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വർക്കിനും ടോർക്കിനും ഒരേ ഡയമെൻഷനാണ്. ഇമ്പൾസും മൊമെൻറ്റവും നിങ്ങൾക്കറിയാം. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയിൽ നിന്ന് എഫ് ഈസ് ഈക്വൽ ടു ഡി പി ഡി ടി എന്നുള്ള ഫോർമുലയിൽ നിന്ന് നമ്മൾ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഡി പി ഈസ് ഈക്വൽ ടു എഫ് ഡി ടി എന്ന് നിങ്ങൾക്കറിയാം. രണ്ട് സൈഡും ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ചേഞ്ച് ഇൻ മൊമെൻറ്റം ആണ് കിട്ടാൻ പോകുന്നത്. ദിസ് ഈസ് ബൈ ഡെഫിനേഷൻ ഇമ്പൾസ് ആണ്. അതുകൊണ്ട് മൊമെൻറ്റത്തിനും ഇമ്പൾസിനും ഒരേ ഡയമെൻഷനാണ്. അപ്പം ഈ മൂന്ന് സെറ്റും ഒരേ ഡയമെൻഷനുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഒരേ ഡയമെൻഷൻ അല്ലാത്തത് മൊമെൻറ്റ് ഓഫ് ഇനീഷ്യയും മൊമെൻറ്റ് ഓഫ് ഫോഴ്സ്. മൊമെൻറ്റ് ഓഫ് ഇനീഷ്യ നിങ്ങൾക്കറിയാം. മൊമെൻറ്റ് ഓഫ് ഇനീഷ്യ ഐ ഈസ് ഈക്വൽ ടു എം ടൈംസ് ഡിസ്റ്റൻസ് സ്ക്വയർ ആണെന്നും. അതുപോലെ മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ടോർക്കാണ്. ടോർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതിനും ഒരേ ഡയമെൻഷൻ അല്ല. ബാക്കിയുള്ള മൂന്നെണ്ണത്തിനും ഒരേ ഡയമെൻഷനാണ്. അപ്പോൾ ആൻസർ 4 ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇതെല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഗിവൺ ബൈ ദിസ് ഇക്വേഷൻ. നോക്കിയേ, ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. എയും ബിയും സിയും എല്ലാം കോൺസ്റ്റൻ്റ് ആണ്. നിങ്ങൾക്ക് വേണ്ടത് എ ഇൻറ്റു ബി ഇൻറ്റു സിയുടെ ഡയമെൻഷൻ എന്താണെന്നാണ് വേണ്ടത്. ഞാൻ ആ തന്നിട്ടുള്ള ഇക്വേഷൻ ഒന്നുകൂടെ എടുത്തെഴുതാം. വി ഈസ് ഈക്വൽ ടു എ ടി പ്ലസ് ബി ഡിവൈഡഡ് ബൈ ടി പ്ലസ് സി. ഈ ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇതിന് ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻ സെയിം ആയിരിക്കണം. അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എല്ലാ ടേമിൻ്റെയും ഡയമെൻഷൻ സെയിം ആയിരിക്കണം. ഇതിൽ ഏറ്റവും എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുന്നത് സിയുടെ ഡയമെൻഷനാണ്. അല്ല, ഞാൻ ആ എയുടെ ആദ്യമേ കണ്ടുപിടിക്കാം. എ ടിയുടെ ഡയമെൻഷൻ എന്തിൻ്റെ ഡയമെൻഷൻ ആയിരിക്കണം? നിങ്ങൾക്ക് വെലോസിറ്റിയുടെ ഡയമെൻഷൻ ആയിരിക്കണം. ഇതിൽ നിന്ന് എയുടെ ഡയമെൻഷൻ എന്തായിരിക്കണം? എയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയുടെ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ടൈമിൻ്റെ ഡയമെൻഷൻ ആയിരിക്കണം. വെലോസിറ്റിയുടെ ഡയമെൻഷൻ നിങ്ങൾക്കറിയാം എൽ ടി റേസ് ടു -1 ആണ്. ടിയുടെ ഡയമെൻഷൻ ടി ആണ്. അങ്ങനെ എൽ ടി റേസ് ടു -2 എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആണ്. എന്ന് പറയുന്ന ആക്സിലറേഷൻ തന്നെയാണ്. ഇനി ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാം. സിയുടെ ഡയമെൻഷൻ ആദ്യമേ കണ്ടുപിടിക്കാൻ പോവാം. കാരണം എന്താ? സി ഈസ് ആഡഡ് ടു ടി. അപ്പോൾ ടി പ്ലസ് സിയുടെ ഡയമെൻഷൻ നോക്കിയേ. അതിൻ്റെ ഡയമെൻഷൻ അത് എന്ന് പറഞ്ഞാൽ ടി ഈസ് ആഡഡ് ടു സി. ഇറ്റ് മീൻസ് ദാറ്റ് സിയുടെ ഡയമെൻഷൻ മസ്റ്റ് ബി സെയിം ആസ് ടിയുടെ ഡയമെൻഷൻ. എന്ന് പറഞ്ഞാൽ സിയുടെ ഡയമെൻഷൻ മസ്റ്റ് ബി സെയിം ആസ് ക്യാപിറ്റൽ ലെറ്റർ ടി. ഇപ്പോൾ ടിയുടെയും കിട്ടി. ഇനി ബിയുടെ ഡയമെൻഷൻ ഞാൻ കണ്ടുപിടിക്കാൻ പോവാം. നിങ്ങൾക്കറിയാം ബി ഡിവൈഡ് ബൈ ടി പ്ലസ് സിയുടെ ഡയമെൻഷൻ ബിയുടെ ഡയമെൻഷൻ ആയിരിക്കണം. ഈ ടേമിൻ്റെ ഡയമെൻഷൻ ലെറ്റ് മീ റൈറ്റ് വാട്ട് ഐ എം ടെല്ലിങ് യു ഈസ് ബി ഡിവൈഡഡ് ബൈ ടി പ്ലസ് സിയുടെ ഡയമെൻഷൻ എന്തിൻ്റെ ഡയമെൻഷൻ ആയിരിക്കണം? വെലോസിറ്റിയുടെ ഡയമെൻഷൻ ആയിരിക്കണം.
അപ്പോൾ നിങ്ങൾക്ക് ബിയുടെ ഡയമെൻഷൻ വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി വെലോസിറ്റിയുടെ ഡയമെൻഷനെ ടി പ്ലസ് സിയുടെ ഡയമെൻഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നിങ്ങൾക്കറിയാം വെലോസിറ്റി ഡയമെൻഷൻ L(t⁻⁻⁻1) ആണ്. അതിനെ ടി പ്ലസ് സിയുടെ ഡയമെൻഷൻ ടി തന്നെയാണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് L എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് 3 എണ്ണത്തിൻ്റെയും ഡയമെൻഷൻ കിട്ടി. നോക്കൂ, എയുടെയും ബിയുടെയും സിയുടെയും ഡയമെൻഷൻ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ദിസ് ഈസ് എയുടെ ഡയമെൻഷൻ, ഇത് ബിയുടെ ഡയമെൻഷൻ, ഇത് സിയുടെ ഡയമെൻഷൻ. ഇനി എന്താണ് ഇതിൻ്റെ പ്രോഡക്റ്റ് എടുക്കണം. ലെറ്റ് മീ ടേക്ക് ദ പ്രോഡക്റ്റ് ഓഫ് ദാറ്റ്. ഓക്കെ, എ ബി സിയുടെ ഡയമെൻഷൻ എന്ത്? വാട്ട് ഐ എം ആസ്ക്ഡ് ഈസ് വാട്ട്സ് ദ ഡയമെൻഷൻ ഓഫ് എ ബി സി. എയുടെ ഡയമെൻഷൻ എനിക്കറിയായിരുന്നു L(t⁻²). ബിയുടെ ഡയമെൻഷൻ എനിക്കറിയാം, വാട്ട് വാസ് ബിസ് ഡയമെൻഷൻ L. അതുപോലെ സിയുടെ ഡയമെൻഷൻ അറിയാം, വാട്ട് ഈസ് സീസ് ഡയമെൻഷൻ T. അപ്പോൾ എന്ത് കിട്ടി? L² T. L² T⁻⁻⁻1. L² T⁻⁻1. അങ്ങനെ ഉണ്ടോ എന്ന് നോക്കി. L² T⁻⁻1. ഹിയർ ഇറ്റ് ഈസ് L² T⁻⁻1. ശരിയല്ലേ? L² T⁻⁻1. ദാറ്റ്സ് ആൻസർ. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോവാം. നോക്കൂ, ഇതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, KEAM ലെവലിലുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, ഇൻ ദ ഗിവൺ ഫിഗർ ഇഫ് ദ റോൾ ഓഫ് ഫ്രിക്ഷൻ ഈസ് നെഗ്ലിജിബിൾ എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ ഒരിടത്തും ഇല്ല എന്നാണ് പറയുന്നത്. ദർ ഇസ് നോ ഫ്രിക്ഷൻ ഹിയർ. ഓക്കെ, റോൾ ഓഫ് ഫ്രിക്ഷൻ ഈസ് നെഗ്ലിജിബിൾ. ആക്സലറേഷൻ വിത്ത് വിച്ച് മാസ് M2 മൂവ്. M2 മൂവ് ചെയ്യുന്ന ആക്സലറേഷൻ എത്ര? ഇതൊരു ഇൻഎക്സ്റ്റെൻസിബിൾ ആയിട്ടുള്ള സ്ട്രിങ് ആയതുകൊണ്ട് മോഷൻ കൺസ്ട്രെയിൻഡ് മോഷൻ ആയിരിക്കും. അപ്പം ആക്സലറേഷൻ ഓഫ് M2-വും M2-ൻ്റെ ആക്സലറേഷനും M1-ൻ്റെ ആക്സലറേഷനും സെയിം ആക്സലറേഷൻ ആയിരിക്കും. അപ്പം ഞാനൊരു കാര്യം ചെയ്യാൻ പോവാം. ഈ സിസ്റ്റത്തിൻ്റെ മോഷൻ്റെ ഡയറക്ഷനുള്ള ഫോഴ്സ് മാത്രം എടുക്കുന്നു. മോഷൻ്റെ ഡയറക്ഷനുള്ള എക്സ്റ്റേണൽ ഫോഴ്സ് M1g മാത്രമാണ്. മോഷൻ്റെ ഡയറക്ഷനുള്ള എക്സ്റ്റേണൽ ഫോഴ്സ് M1g. മോഷൻ ഈ ഡയറക്ഷൻ എലോങ് ദ സ്ട്രിങ്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. മോഷൻ ഈസ് എലോങ് ദ സ്ട്രിങ്, ഹാപ്പൻസ് എലോങ് ദ സ്ട്രിങ്. ഓൺലി ദ എക്സ്റ്റേണൽ ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഈസ് M1g. ദാറ്റ്സ് ഓൺലി ഫോഴ്സ്. ഈ ഫോഴ്സ് വേണം ഇതിനെ ആക്സലറേറ്റ് ചെയ്യിക്കാൻ. അപ്പോൾ F = ma എന്നുള്ള ന്യൂട്ടൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ F = ma. F എന്ന് പറഞ്ഞാൽ M1g = ma എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ മാസ് M1 പ്ലസ് M2. അതാണ് M2 ഇൻറ്റു A, കോമൺ ആക്സലറേഷൻ A. ഇതിൻ്റെയും A. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് A ക്യാൻ ബി ഫൗണ്ട് ബൈ M1g ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 എന്ന് എഴുതാം. M1 പ്ലസ് M2. M1g ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. ഹിയർ ഈസ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഫ്രിക്ഷൻ ഇല്ല. ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയനെ. ഫ്രിക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ദർ ഇസ് നത്തിങ് ടു വറി അബൌട്ട്. ഇനി അടുത്തതിലേക്ക് പോവാം. ഇത് സാധാരണ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടും ഉണ്ടാവും. കാരണം ഇതൊരു കോമൺ എല്ലാ മെറ്റീരിയലിലും ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. 3 blocks A, B, C weighing 1 kg. ഇത് 1 kg ആണ്. 1 kg, ഇത് 8 kg, ഇത് 27 kg. Respectively are connected as shown in the figure with an inextensible string. 3 പീസ് ഓഫ് സ്ട്രിങ്. ഇതിലെ ടെൻഷൻ T1, ഇതിലെ T2. T3 is equal to ഇത് T3, ഇതിലെ ടെൻഷൻ 3T എന്ന് പറഞ്ഞാൽ ഈ പുള്ളിങ് ഫോഴ്സ് ഉണ്ടല്ലോ, ഈ പുള്ളിങ് ഫോഴ്സ് 36 ന്യൂട്ടൺ ആണ് തന്നിട്ടുണ്ട് എങ്കിൽ T2 എത്ര? T2 എന്ന് പറഞ്ഞാൽ ഈ ടെൻഷൻ എത്ര? അതാണ് ചോദ്യം. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ആദ്യം ഫ്രിക്ഷൻ ഇല്ല, ഫ്രിക്ഷൻ ഉള്ളതായിട്ട് പറയുന്നില്ല, ദർ ഇസ് നോ ഫ്രിക്ഷൻ. അപ്പം എലോങ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ എലോങ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ എലോങ് ദ സ്ട്രിങ്, ആ ഡയറക്ഷൻ ഇത് മാത്രമേ എക്സ്റ്റേണൽ ഫോഴ്സ് ഉള്ളൂ ഇല്ലേ? ഇത് മൊത്തത്തിലൊരു സിസ്റ്റമായിട്ട് എടുക്കുകയാണെങ്കിൽ. അപ്പോൾ F = ma എന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ആക്സലറേഷൻ കിട്ടും. ഇതിനെല്ലാത്തിനും ഒരേ ആക്സലറേഷൻ ആയിരിക്കും, കാരണം കൺസ്ട്രെയിൻഡ് മോഷനാണ്, സെയിം ആക്സലറേഷൻ. ഓൾ ബോഡീസ് ഹാവ് സെയിം ആക്സലറേഷൻ ഇൻ ദിസ് കേസ്. അപ്പോൾ F = ma എന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ F എത്രയാണ്? 36. M എത്രയാണ്? M ഇതിൻ്റെയും കൂടെ മാസ് ആഡ് ചെയ്യുമ്പോൾ 36 A. അപ്പം ഈ സിസ്റ്റത്തിൻ്റെ ആക്സലറേഷൻ കിട്ടി. ആക്സലറേഷൻ = 1 meter/second എന്ന് കിട്ടി. 1 meter/second². ദാറ്റ്സ് ആക്സലറേഷൻ ഓഫ് ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എല്ലാ മാസിൻ്റെയും ആക്സലറേഷൻ ഇത്രയുമാണ്. ഇനി T2 കണ്ടുപിടിക്കാൻ ഇത്രയും ഭാഗം മാത്രം ഒരു സിസ്റ്റമായിട്ട് എടുക്കുക. ലെറ്റ് മീ ഡ്രോ ഇറ്റ് ഹിയർ. T2 കണ്ടുപിടിക്കാൻ പോവുകയാണ് ഞാൻ. ഇത് 1 kg A, ഇത് ഇവ തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ട്രിങ്, ഇത് B എന്ന് പറയുന്ന ബ്ലോക്ക്, അതിൻ്റെ മാസ് 8 ആണ്. ഇത് ടെൻഷൻ T2. ഇനി ഇതൊരു സിസ്റ്റമായിട്ട് എടുത്തിട്ട് F = ma എന്ന് അപ്ലൈ ചെയ്യുന്നു. F എന്ന് പറഞ്ഞാൽ ഇതിലെ എക്സ്റ്റേണൽ ഫോഴ്സ് ഇത് മാത്രമേ ഉള്ളൂ. T2 = ma. M എന്ന് പറഞ്ഞാൽ 9A. A നമുക്കിവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ T2 = 9 × 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 9 meter/second എന്ന് കിട്ടി. T2 meter/second അല്ല, T2 ന്യൂട്ടൺ, 9 ന്യൂട്ടൺ. ദാറ്റ്സ് ആൻസർ. 9 ന്യൂട്ടൺ എന്ന് കിട്ടും ആൻസർ. 9 ന്യൂട്ടൺ ഇവിടെയുണ്ട്. സി ഓക്കെ, മറ്റൊന്നുമില്ല. ആദ്യമേ സിസ്റ്റത്തിന് മൊത്തത്തിൽ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക, F = ma അപ്ലൈ ചെയ്യുക. പിന്നെ എവിടുത്തെ ടെൻഷനാണോ നിങ്ങൾക്ക് വേണ്ടത് അവിടെ മെൻ്റലി നിങ്ങൾ കട്ട് ചെയ്യുന്നതായിട്ട് ആലോചിക്കുക.
അതിൻ്റെ പിന്നിലേക്കുള്ള സിസ്റ്റം എടുത്തിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കിട്ടും. ഇതിന് അപ്ലൈ ചെയ്യുവാണെങ്കിലും കിട്ടും കേട്ടോ. സി എന്ന ബ്ലോക്കിന് അപ്ലൈ ചെയ്യുകയാണെങ്കിലും കിട്ടും. അപ്പോൾ 2 ഫോഴ്സ് വരും. ഏതൊക്കെയാണ് ഫോഴ്സ്? 36 - T2 = 27 എന്ന് കിട്ടും. ഇതേ ആൻസർ കിട്ടും. ദർ ഇസ് നത്തിങ് ടു വറി അബൌട്ട് ദാറ്റ്. ഇനി അടുത്തതിലേക്ക് ഞാൻ പോവുകയാണ്. നോക്കൂ, ഇവിടെ വേണ്ടത് ഒരു 5 kg സസ്പെൻഡഡ്, ഇങ്ങനെ ഒരു 5 kg മാസിനെ സസ്പെൻഡ് ചെയ്തേക്കുക. എങ്കിൽ ടെൻഷൻ എത്ര എന്നാ? ഈ സ്ട്രിങ്ങിലെ ടെൻഷൻ എത്ര? ഐഡൻറ്റിക്കൽ സ്ട്രിങ് ആണ്, രണ്ടിലും സെയിം ടെൻഷനാണ്, 45 ആംഗിളാണ് ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്നത്. ടെൻഷൻ എത്ര എന്ന് അറിയണമെങ്കിൽ ഇതിലെ ഫോഴ്സസ് നോക്കൂ. ഇത് 5 kg ആണ്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്രയാണെന്ന് ചോദിച്ചാൽ 5G എന്ന് പറഞ്ഞാൽ 50 ന്യൂട്ടനാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ ഈ ടെൻഷൻ്റെ 2 കമ്പോണൻ്റ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. ഒരു വെർട്ടിക്കൽ കമ്പോണൻറ്റും ഒരു ഹൊറിസോണ്ടലും ഉണ്ട്. ഈ വെർട്ടിക്കൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. അതുപോലെ ഈ ടെൻഷനും ഉണ്ട്, ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ഒരു വെർട്ടിക്കൽ കമ്പോണൻറ്റ്. ഈ വെർട്ടിക്കൽ ആലോചിച്ച് നോക്കി. ഈ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ക്യാൻസലായി പോകും. ഈ വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ 50 ന്യൂട്ടനെ ബാലൻസ് ചെയ്യും. അപ്പം ഇതിൻ്റെ ഈ കമ്പോണൻറ്റ് എത്രയാണ്? T cos 45. ഇതും T cos 45. അപ്പോൾ 2T cos 45 എന്ന് പറയുന്ന ഫോഴ്സ് മസ്റ്റ് ബാലൻസ് 50 ന്യൂട്ടൺ. അപ്പോൾ 2T ലെറ്റ് മീ റൈറ്റ് ജസ്റ്റ് അണ്ടർ ഇറ്റ്. 2T cos 45 എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ബൈ √2 = 50. അപ്പോൾ T എത്ര കിട്ടിയെന്ന് ചോദിച്ചാൽ T = 25 √2 എന്ന് പറഞ്ഞാൽ 25നും 50ക്കും ഇടയിലായിരിക്കും. എന്താണേലും 50 ആയിരിക്കില്ല, 25നും 50ക്കും ഇടയ്ക്ക്. അപ്പോൾ ഒറ്റ ചാൻസ് ഇത് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ, 35. അല്ലെങ്കിൽ നിങ്ങൾ 1.414 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 25നെ 1.414 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോബബ്ലി ഈ ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവുകയാണ്. നോക്കൂ, എ സ്പേസ് ക്രാഫ്റ്റ് ഓഫ് മാസ് m മൂവിംഗ് വിത്ത് വെലോസിറ്റി v in space explode and breaks into 2 parts. After explosion, mass m of the spacecraft. ടോട്ടൽ മാസ് m ആണ്. അതിലെ ഒരു പാർട്ടിൻ്റെ മാസ് സ്മോൾ ലെറ്റർ m എന്ന് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ അതർ പാർട്ട്? ഇങ്ങനെ ഒന്നുമില്ല. ഇത് മൊമെൻറ്റം കൺസർവേഷൻ അപ്ലൈ ചെയ്താൽ മതി. സ്പേസ് ക്രാഫ്റ്റിൻ്റെ ടോട്ടൽ മാസ് m ആണെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് മൂവിങ് വിത്ത് വെലോസിറ്റി v. അത് എക്സ്പ്ലോഡ് ചെയ്ത് 2 പാർട്ടാകുന്നു. ഒരു പാർട്ടിൻ്റെ മാസ് m. അതെന്താണെന്നാണ് പറഞ്ഞത്? explode and breaks into. After explosion, mass m of the spacecraft is left stationary. ഇതിൻ്റെ വെലോസിറ്റി 0 ആയെന്നാണ് പറയുന്നത്. ബാക്കി പാർട്ട് ഏതാണ്? റിമൈനിങ് പാർട്ട് m - m. അതിൻ്റെ വെലോസിറ്റി നമുക്കറിയില്ല. അതിൻ്റെ വെലോസിറ്റി v' എന്ന് വിളിച്ചു. ഒന്നുമില്ല, ഈ v' മാത്രമേ ഇവിടെ അൺനോൺ ഉള്ളൂ. m - സ്മോൾ ലെറ്റർ m ആണ് കേട്ടോ. ഞാൻ രണ്ടും ഒരേ ക്യാപിറ്റൽ ലെറ്റർ m ആണ്. m - സ്മോൾ ലെറ്റർ m. That's the remaining part moving with the velocity v'. ആണ് നമുക്ക് വേണ്ടത്. ഈ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ that happens due to internal force. There is no external force. Okay. Therefore, momentum is conserved. Just before explosion, this was the momentum. Just after explosion, momentum you know. ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ. Momentum before explosion is mv. Momentum after explosion, it has no momentum. Therefore, only one piece has momentum. m - m v'. നമുക്ക് വേണ്ടത് v' ആണ്. v' is equal to mv divided by m minus m. mv divided by m minus m. Here is the answer. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മൊമെൻ്റം കൺസർവേഷൻ മാത്രമേ അപ്ലൈ ചെയ്യൂ, കാരണം ഒരൊറ്റ അൺനോൺ മാത്രമേ ഉള്ളൂ നമുക്ക്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കൂ, one end of the string which passes through a pulley and connected to 10 kg mass at other end is a pulled by 100 Newton force. Find out the acceleration of 10 kg mass. എന്ന് പറഞ്ഞാൽ here is a pulley. എല്ലാ ഐഡിയലാണെന്ന് അസ്യൂം ചെയ്യണം. Inextensible string, no friction. You are pulling with how much force? Here the force with which this string is pulled is 100 Newton force. 100 Newton force എന്ന് പറഞ്ഞാൽ ഈ സ്ട്രിങ്ങിൻ്റെ എല്ലാ ഭാഗത്തെയും ടെൻഷൻ 100 ന്യൂട്ടനാണ്. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന ടെൻഷൻ ഉണ്ടല്ലോ, ടെൻഷൻ 100 ന്യൂട്ടൺ. 100 ടെൻഷൻ ഈസ് ഈക്വൽ ടു 100 ന്യൂട്ടൺ. ബിക്കോസ് ദിസ് ഈസ് മാസ്ലെസ് ഇൻഎക്സ്റ്റൻസിബിൾ ഐഡിയൽ സ്ട്രിങ് ആണ്. ഐഡിയൽ സ്ട്രിങ്ങിൻ്റെ എല്ലാ പോയിൻറ്റും ഒരേ ടെൻഷൻ ആയിരിക്കും. ഈ മാസിൽ ആക്ട് ചെയ്യുന്ന വേറൊരു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ mg ആണ്. mg m എത്രയാണ്? 10. g 9.8 എടുക്കാനാണ് പറഞ്ഞത്. സി ഹിയർ സ്പെസിഫിക്കലി പറയുന്നുണ്ട് 9.8 എടുക്കാൻ. അപ്പോൾ mg എന്ന് പറഞ്ഞാൽ 9.8 × 10 എന്ന് പറഞ്ഞാൽ 98 ന്യൂട്ടൺ. അപ്പോൾ ഇതിലെ ഫോഴ്സ് നിങ്ങൾക്ക് അറിയാം. എത്രയാണ് ഫോഴ്സ്? 100 ന്യൂട്ടൺ അപ്വേർഡ്, 98 ന്യൂട്ടൺ ഡൗൺവേർഡ്. അപ്പോൾ ഇതിൻ്റെ ആക്സിലറേഷൻ അപ്വേർഡ് ആവും, കാരണം വലിയ ഫോഴ്സ് മുകളിലോട്ടാണ്. ന്യൂട്ടൻ്റെ ഫോഴ്സ് അപ്ലൈ ചെയ്യുക. F = ma. F = ma എന്ന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് എഴുതാം? ടെൻഷൻ മുകളിലോട്ട്, mg താഴേക്ക്, T - mg = ma. T എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 100. mg എത്രയായിരുന്നു? 98.
എം എത്രയായിരുന്നു 10, എ നമുക്ക് വേണം. ഇത് 2 കിട്ടി, അങ്ങനെ എ 2/10 എന്ന് പറഞ്ഞാൽ 0.2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിന് ആൻസർ കിട്ടി. 0.2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, ഒന്നുമില്ല, ന്യൂട്ടൻ്റെ ലോ അപ്ലൈ ചെയ്യുകയാണ്, ഡയറക്റ്റ് ആൻസറിലെത്താൻ പറ്റും. ഇങ്ങനത്തെ ക്വസ്റ്റൻ നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടും ഉണ്ടാവും. അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം. നോക്കൂ, ഇത് മാത്രമേ ഉള്ളൂ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നോക്കൂ, എ ബ്ലോക്ക് ഓഫ് മാസ് എം ഈസ് പുൾഡ് ടുവേഴ്സ് ദ മൂവബിൾ വെഡ്ജ് ഓഫ് മാസ് എം. ഇതൊരു വെഡ്ജാണ്, ദർ ഇസ് നോ ഫ്രിക്ഷൻ ഉള്ളതായിട്ട് പറയുന്നില്ല, ഇത് മൂവബിൾ വെഡ്ജാണ്. ഈ മാസ് ഇവിടുന്ന് നമ്മൾ പുഷ് ചെയ്ത് വിടുന്നു. അപ്പോൾ ഇത് വെഡ്ജിൽ ക്ലൈംബ് ചെയ്യാൻ തുടങ്ങുമ്പോൾ വെഡ്ജ് മൂവ് ചെയ്യാൻ തുടങ്ങും, വെഡ്ജിൻ്റെ വെലോസിറ്റി കൂടാൻ തുടങ്ങും. ഇനി നോക്കൂ, വെഡ്ജ് ഹൈറ്റ് എച്ച് വിത്ത് വെലോസിറ്റി V0. ഓൾ ദ സർഫസ് ആർ സ്മൂത്ത് എന്ന് പറയുന്നുണ്ട്. മിനിമം വാല്യൂ ഓഫ് V0 ഫോർ വിച്ച് ദ ബ്ലോക്ക് വിൽ റീച്ച് ദ ടോപ്പ് ഓഫ് ദ വെഡ്ജ്. നിങ്ങൾ കൂടുതൽ വെലോസിറ്റിയിൽ പുഷ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇത് ക്ലൈംബ് ചെയ്ത് ചിലപ്പോൾ അപ്പുറം പോയി വീഴും, അല്ലേ? ഇത് പറയുന്നത് എന്താ? ഈ ബ്ലോക്ക് ഇതിൻ്റെ ടോപ്പിൽ എത്തിയാൽ മതി എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ ബ്ലോക്ക് ഉണ്ടല്ലോ, ഇവിടെ എത്തുന്ന കണ്ടീഷനാണ് പറയുന്നത്, ഇവിടെ എത്തിയാൽ മതി എന്ന് പറഞ്ഞാൽ ബ്ലോക്കിന് വെർട്ടിക്കൽ വെലോസിറ്റി ഉണ്ടാകാൻ പാടില്ല, ഈ ബ്ലോക്കിന്. അപ്പോൾ ഈ വെഡ്ജ് എന്ത് ചെയ്യുമായിരിക്കും? വെഡ്ജ് വിൽ ബി മൂവിങ് ഫോർവേഡ് വിത്ത് സെർട്ടൺ വെലോസിറ്റി, വി എന്ന് വിളിച്ചോളൂ. അപ്പോൾ ഇതിനും അതേ വെലോസിറ്റി ആയിരിക്കും, കാരണം ഇതിനൊറ്റ വെലോസിറ്റി കമ്പോണൻ്റ് അപ്പോൾ ഉണ്ടാവുള്ളൂ, വി. ഇതിന് വെർട്ടിക്കൽ വെലോസിറ്റി ഇല്ല, അതാണ് കണ്ടീഷൻ. സി, വെഡ്ജ് ആൻഡ് ബ്ലോക്ക് ഷുഡ് മൂവ് വിത്ത് സെയിം ഹൊറിസോണ്ടൽ വെലോസിറ്റി. ദ ബ്ലോക്ക് ഷുഡ് നോട്ട് ഹാവ് വെർട്ടിക്കൽ വെലോസിറ്റി. കാരണം അത് എവിടെ എത്തിയാൽ മതി? ഏറ്റവും ഹൈറ്റിൽ, ഏറ്റവും ടോപ്പിൽ എത്തിയാൽ മതി, അവിടെ അതിന് വെർട്ടിക്കൽ വെലോസിറ്റി ഉണ്ടാകാൻ പാടില്ല. ഈ ഹൈറ്റ് എച്ച് ആണെന്ന് പറയുന്നുണ്ട്. ഇവിടെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഒന്ന്, മറ്റൊന്നുമല്ല, മൊമെൻറ്റം കൺസർവേഷൻ. കാരണം ഫ്രിക്ഷൻ മൊമെൻറ്റം ഏത് ഡയറക്ഷനിൽ കൺസർവേഷൻ അപ്ലൈ ചെയ്യേണ്ടത്? വെർട്ടിക്കൽ ഡയറക്ഷൻ മൊമെൻറ്റം കൺസർവേഷൻ അല്ല, കാരണം ദർ ഇസ് എ ഗ്രാവിറ്റി. ബട്ട് ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ദർ ഇസ് നോ ഫോഴ്സ് except the force between this body and this body. Normal force മാത്രമേ ഉള്ളൂ, അത് internal force ആണ്, അല്ലേ? That will not change the momentum. Therefore, since there is no external force, momentum is conserved. Momentum is conserved in horizontal direction. ഇതിൻ്റെ momentum എന്തായിരുന്നു? Before climbing mv0. ഓക്കെ, ഇത് ക്ലൈംബ് ചെയ്ത് മുകളിൽ എത്തുമ്പോൾ രണ്ടിനും ഒരേ വെലോസിറ്റി ആയതുകൊണ്ട് മൊമെൻറ്റം നിങ്ങൾ എങ്ങനെ എഴുതുക? യു ക്യാൻ റൈറ്റ് സ്മോൾ ലെറ്റർ എം പ്ലസ് ക്യാപിറ്റൽ ലെറ്റർ എം, രണ്ടിനും ഒരേ വെലോസിറ്റി വി. ഇതൊരു ഇക്വേഷൻ. ഇത് വെച്ചിട്ട് നമുക്ക് V0 സോൾവ് ചെയ്യാൻ പറ്റില്ല, കാരണം എന്താ? നമുക്ക് വി അറിയില്ല. അപ്പോൾ ഒരു ഇക്വേഷനോടെ വേണം. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ബ്ലോക്കിൻ്റെ കോമൺ വെലോസിറ്റി എത്ര, ഹൊറിസോണ്ടൽ വെലോസിറ്റി എത്രയാണ് നമുക്കറിയില്ല. അതുകൊണ്ട് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വേറൊരു ഇക്വേഷനെ കുറിച്ചും ചിന്തിക്കുന്നു. എന്താണത്? എനർജി കൺസർവേഷൻ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നോർമൽ ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും മാത്രമേ ഉള്ളൂ. നോർമൽ ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും. നോർമൽ ഫോഴ്സ് സിസ്റ്റത്തിൽ ചെയ്യുന്ന വർക്ക് 0 ആണ്, കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് എപ്പോഴും ടാൻജൻഷ്യലും നോർമൽ ഫോഴ്സ് എപ്പോഴും റേഡിയലുമാണ്. അതുകൊണ്ട് വർക്ക് ഡൺ ബൈ നോർമൽ ഫോഴ്സ് ഈ 0. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഗ്രാവിറ്റി ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആയതുകൊണ്ട് അത് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ടോട്ടൽ എനർജി, മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആയിരിക്കും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. വെൻ ദ ഫോഴ്സസ് ഡൂയിങ് ദ വർക്ക് ആർ കൺസർവേറ്റീവ്, മെക്കാനിക്കൽ എനർജി ഈസ് കൺസേർവ്ഡ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണെങ്കിലും നമുക്ക് എനർജി കൺസർവേഷൻ അപ്ലൈ ചെയ്യാം. ഇതാ ഈ ഇനീഷ്യൽ സിറ്റുവേഷനിലെ എനർജി എത്രയായിരുന്നു? ½ mv0² എനർജി പ്ലസ് ഇതിന് എനർജി ഇല്ലായിരുന്നു, 0. ഇനി ഫൈനൽ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, ഈ രണ്ടെണ്ണത്തിനും കൈനറ്റിക് എനർജി ഉണ്ട്. അതുകൊണ്ട് ½ m + mv². അത് മാത്രം പോരാ, ഇത് ഈ ബ്ലോക്ക് h ഹൈറ്റിലാണ്, അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അപ്പോൾ mgh. ഇനി എന്ത് ചെയ്യണമെന്നറിയാം? ഈ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് വി എലിമിനേറ്റ് ചെയ്യുക. ഈ വി ആണല്ലോ പ്രശ്നക്കാരൻ. നമുക്ക് V0 ആണ് കണ്ടുപിടിക്കേണ്ടത്. V0 കണ്ടുപിടിക്കണം, അതിന് വി ആണ് പ്രശ്നം. ഈ വിയുടെ സ്ഥാനത്ത് ഇവിടുന്ന് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് V0 കിട്ടും. ദാറ്റ് ഐ എം ഗോയിങ് ടു ഡു. ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാം. ഈ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈ 2 പോട്ടെ, ത്രൂ ഔട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം വാട്ട് ഡു ഐ ഗെറ്റ്? ലെറ്റ് മീ റൈറ്റ് ഇറ്റ് ഹിയർ. mv0² ഈസ് ഈക്വൽ ടു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് m + m ദാറ്റ് ഈസ് ദെയർ v² പ്ലസ് 2 mgh. ഒന്നുമില്ല, ഈ സെക്കൻഡ് ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, വേറെ ഒന്നും ചെയ്യില്ല. ഇനി ഞാൻ എന്താ ചെയ്യുന്നത്? ഈ v എലിമിനേറ്റ്, ഈ v² എലിമിനേറ്റ് ചെയ്യുന്നു. എങ്ങനെ എലിമിനേറ്റ് ചെയ്യണം? ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് വിയുടെ ഇക്വേഷൻ ഉണ്ടാക്കി ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ mv0² m + m അതതുപോലെ എഴുതി. V0² ഞാൻ m²
V0 square divided by m plus m all square. കാരണം വി സ്ക്വയർ ആണ് വേണ്ടത്. വി സ്ക്വയർ യു ക്യാൻ ഫൈൻഡ് ഫ്രം ദ ഫസ്റ്റ് ഇക്വേഷൻ. ഇവിടെ എന്തുണ്ട്? 2mgh. ഇനി നോക്കി വേറെ എന്തെങ്കിലും നമുക്ക് വെട്ടിക്കളയാൻ പറ്റുമോ? നമുക്ക് വെട്ടിക്കളയാൻ പറ്റുന്ന വേറൊരു സാധനം കൂടിയുണ്ട്. സ്മോൾ ലെറ്റർ എം എല്ലാ ടൈമിലും ഉണ്ട് അല്ലേ? ഇവിടെ എം സ്ക്വയറിൽ നിന്ന് ഒരു എം പോയി, ഇവിടെ നിന്നും പോയി. എന്നിട്ട് ഈ എം പ്ലസ് എം പിന്നെ ഒരു ടൈം പോകും. എന്നിട്ട് ഈ സാധനത്തിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. ലെറ്റ് മീ സി ഷോ യു. ഇവിടെ V0 സ്ക്വയർ ഓൾറെഡി ഉണ്ട്, V0 സ്ക്വയർ ഉണ്ട്. ഈ ടേമിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എം മൈനസ് ആ ടേമിനെ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ നമുക്കത് നെഗറ്റീവ് ആവും. ഇവിടെ V0 സ്ക്വയർ മാത്രമേ ഉള്ളൂ. മൈനസ് എം V0 സ്ക്വയർ ഡിവൈഡഡ് ബൈ എം പ്ലസ് എം ഈക്വൽ ടു 2gh. ഇനിയൊന്നുമില്ല, V0 സ്ക്വയറിനെ കോമൺ ഔട്ട് ചെയ്ത് LCM എടുക്കുക. V0 സ്ക്വയറിനെ കോമൺ ഔട്ട് ചെയ്യുക. V0 സ്ക്വയർ what is remaining here? 1 minus m divided by m plus m is equal to 2gh. ഇനി ഇതിൻ്റെ LCM എടുക്കുക. അപ്പോൾ എന്തായി? V0 സ്ക്വയർ here what comes is capital letter M divided by m plus m is equal to 2gh. ഇനി ഇതിനെ അപ്പുറം കൊണ്ടുപോവുക, സ്ക്വയർ റൂട്ട് എടുക്കുക, V0 കിട്ടും. സോ ഫ്രം ഹിയർ ലാസ്റ്റ് do it in your head. V0 is equal to here there is 2gh ഉണ്ട്, അത് അതുപോലെ എഴുതി. ഈ സാധനം അപ്പുറം പോകുമ്പം സ്മോൾ ലെറ്റർ എം പ്ലസ് ക്യാപിറ്റൽ ലെറ്റർ എം, ദെൻ വാട്ട് ഈസ് ദെയർ? ക്യാപിറ്റൽ ലെറ്റർ എം അണ്ടർ, ക്യാപിറ്റൽ ലെറ്റർ എം ജസ്റ്റ് അണ്ടർ. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം നമുക്ക്. 2gh m plus m, ഇതാ തേർഡ് ഓപ്ഷൻ മാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹിയർ ഈസ് ദ ഓപ്ഷൻ. ഓക്കെ, ഇത് മാത്രമേ ഉള്ളൂ കുറച്ച് ലെങ്തി ആയിട്ടുള്ളത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം. എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആവണമെന്നില്ല. ഇവിടെ മറ്റൊന്നുമില്ല, രണ്ട് കാര്യങ്ങൾ അപ്ലൈ ചെയ്യണം. മൊമെൻ്റം കൺസർവേഷനും എനർജി കൺസർവേഷനും. രണ്ട് ഇക്വേഷൻ വരും, വിനെ എലിമിനേറ്റ് ചെയ്യണം, അത്രയും മാത്രം ഓർത്താൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 10th ക്വസ്റ്റ്യൻ നോക്കിയേ. 3 forces F1, F2, F3 ടുഗദർ കീപ് ദ ബോഡി ഇൻ ഇക്വിലിബ്രിയം. എന്ന് പറഞ്ഞാൽ F1 plus F2 plus F3 0 ആയിരിക്കണം. F1 3 Newton along positive x direction, F3 4 Newton along positive y direction, then third force F3 എത്രയാണെന്ന്. ഓക്കെ, ഒന്നുമില്ല. ബോഡി ഇക്വിലിബ്രിയത്തിലാണെന്ന് പറഞ്ഞാൽ വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഈസ് നെറ്റ് ഫോഴ്സ് ഓൺ ഇറ്റ് ഈസ് 0. എന്ന് പറഞ്ഞാൽ F1 വെക്ടർ F1 പ്ലസ് വെക്ടർ F2 പ്ലസ് വെക്ടർ F3 ഓൾ ടുഗദർ മസ്റ്റ് ബി 0. F1 3 ആണെന്ന് പറയുന്നുണ്ട്, എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു? 3i എന്ന് എഴുതി. F2 4 ആണ്, അത് y ആക്സിലാണ് 4j പ്ലസ് F3 ഈക്വൽ ടു 0. അപ്പോൾ F3 എത്ര കിട്ടി? F3 ഈസ് ഈക്വൽ ടു മൈനസ് 3i മൈനസ് 4j. ഇതാണ് F3. ഇത് എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ കണ്ടുപിടിക്കണം. അതിനെ ഞാൻ ഡയഗ്രാമിക്കലി ഒന്ന് വരയ്ക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എക്സ് ആക്സും വൈ ആക്സും വരച്ച് ആ ഫോഴ്സോടെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അതിൻ്റെ രണ്ട് കമ്പോണൻറ്റ് നെഗറ്റീവാണ്, ശ്രദ്ധിച്ചോ. നെഗറ്റീവ് ഐ നെഗറ്റീവ് ജെ, ഇങ്ങനെയാണ് ആ രണ്ട് കമ്പോണൻറ്റും. ഇത് മൈനസ് 3iയും ഇത് മൈനസ് 4jയുമാണ്. ഓക്കെ, നിങ്ങളുടെ ഫോഴ്സ് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ റിസൾട്ടൻ്റ് ആണ്. ഇതാണ് നിങ്ങളുടെ ഫോഴ്സ് F3 എന്ന് പറയുന്നത്. F3 എന്ന് പറയുന്ന ഫോഴ്സ് ഇതാണ്. ഇത് ഈ ആംഗിൾ വേണമെങ്കിൽ നിങ്ങൾക്കറിയാം, ഈ ആംഗിൾ തീറ്റ എടുക്കുകയാണെങ്കിൽ ടാൻ തീറ്റ എന്താണ്? ടാൻ തീറ്റ ഈക്വൽ ടു 4/3 എന്ന് കിട്ടും. 4/3 എന്ന് പറഞ്ഞാൽ ഈ വെക്ടർ മൈനസ് എക്സ് ഡയറക്ഷനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? ടാൻ ഇൻവേഴ്സ് 4/3 ആണ്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര? വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ്? ലെറ്റ് മീ ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓൾസോ. F3യുടെ മാഗ്നിറ്റ്യൂഡ് എവരി വൺ ഓഫ് യു നോ, റൂട്ട് 3 square plus 4 square, 3 square plus 4 square, വാട്ട് ഈസ് ദാറ്റ്? 5 ന്യൂട്ടനാണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഉണ്ടാക്കുന്ന ആംഗിൾ ടാൻ ഇൻവേഴ്സ് 4/3 വിത്ത് നെഗറ്റീവ് എക്സ് ആക്സിസ്. അപ്പോൾ 4 ആണ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് us the potential energy of 1 kg particle മൂവിങ് അലോങ് എക്സ് ആക്സിസ് ഈസ് ഗിവൺ ബൈ. നോക്കിയ കുട്ടികളെ, ഇതാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഫംഗ്ഷൻ തന്നിട്ടുള്ളത്. ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് 2 ജൂൾ. മൊത്തത്തിലുള്ള മെക്കാനിക്കൽ എനർജി 2 ജൂൾ ആണെങ്കിൽ മാക്സിമം സ്പീഡ് എത്ര? മാക്സിമം സ്പീഡ് നിങ്ങൾ എപ്പോഴും ഓർക്കണം, ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് ആണ്. കൈനറ്റിക് മാക്സിമം കൈനറ്റിക് എനർജി എത്രയാണെന്ന് അറിയണമെങ്കിൽ മാക്സിമം കൈനറ്റിക് എനർജി ഉണ്ടാകുന്നത് എപ്പോഴാണ്? മിനിമം പൊട്ടൻഷ്യൽ എനർജി ഉള്ളപ്പോഴാണ്. അപ്പം മിനിമം പൊട്ടൻഷ്യൽ എനർജി നമ്മൾ കണ്ടെത്തണം.
ഇതിൽ നിന്ന് മിനിമം പൊട്ടൻഷ്യൽ എനർജി, ഇതിൻ്റെ മിനിമം വാല്യൂ കണ്ടെത്തണം. മാത്തമെറ്റിക്കലി പറയുകയാണെങ്കിൽ ഇതിൻ്റെ മിനിമം വാല്യൂ കണ്ടെത്താതെ നമുക്ക് കൈനറ്റിക് എനർജിയുടെ മാക്സിമം വാല്യൂ കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ ഈ തന്നിട്ടുള്ള പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഞാനൊന്ന് എഴുതാം. പൊട്ടൻഷ്യൽ ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ഈസ് ഗിവൺ ആസ് എക്സ് ടു ദ പവർ 4/4 മൈനസ് എക്സ് സ്ക്വയർ ബൈ 2. ഇതാണ് തന്നിട്ടുള്ളത്. ഇതിൻ്റെ മിനിമം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ മാത്തമെറ്റിക്കലി ആലോചിച്ച് നോക്കി. മാത്തമെറ്റിക്കലി ആലോചിക്കുകയാണെങ്കിൽ ഇതിൻ്റെ മിനിമം എങ്ങനെ കണ്ടെത്താം? നിങ്ങൾ ഇതിൻ്റെ എക്സ്ട്രീമ കണ്ടെത്തുക, മാക്സിമം മിനിമം കണ്ടെത്തുക. ഫസ്റ്റ് ഡെറിവേറ്റീവിൽ നിന്ന് ഇതിൻ്റെ എക്സ്ട്രീമാസ് കിട്ടും ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ. പിന്നെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ മിനിമം മാക്സിമം നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും എക്സ്ട്രീമേനെ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഒന്ന് എടുക്കുകയാണ്. ഡു ഇറ്റ് ഇൻ എ ഹെഡ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഒന്ന് എടുത്തു നോക്കി. ഒന്നുമില്ല. ഇത് കഴിഞ്ഞിട്ട് മാത്തമെറ്റിക്കലായിട്ടുള്ള കാര്യം മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. du/dx ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ x³ മൈനസ് എക്സ് എന്ന് വന്നു. ഇനി ഈ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആകുന്ന പോയിന്റുകളാണ് എക്സ്ട്രീമ എന്ന് പറയുന്നത്. എക്സ്ട്രീമ എന്ന് പറഞ്ഞാൽ മാക്സിമം ആവാം, മിനിമം ആവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമേ എക്സ്ട്രീമ കണ്ടെത്തുന്നു, പിന്നെ സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ ഹെൽപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ മാക്സിമം മിനിമം കണ്ടെത്തുന്നു. അപ്പോൾ ഇത് ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആകുന്ന പോയിന്റുകൾ. du/dx 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തൊക്കെ കിട്ടും? 1 0 ആണ്, x ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അതുപോലെ x ഈസ് ഈക്വൽ ടു, യു ക്യാൻ ഡു ഇറ്റ്സ് വെരി സിമ്പിൾ നോ, 1 ആൻഡ് x ഈസ് ഈക്വൽ ടു -1. ഈ 3 പോയിന്റുകളാണ് എന്ത്? എക്സ്ട്രീമാസ് പോയിന്റുകൾ. എക്സ്ട്രീമകളാണ് ഈ 3 പോയിന്റുകൾ. ഇനി ഇതിലേതാണ് മിനിമം മാക്സിമം എന്നറിയാൻ ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക. d²u/dx² ഈസ് ഈക്വൽ ടു ഇതിൻ്റെ ഡെറിവേറ്റീവ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 3x² - 1. ഇനി ഇത് 0 ആകുന്ന പോയിന്റുകൾ അല്ല, ഇതിൻ്റെ വാല്യൂ ഈ എക്സ്ട്രീമയിൽ ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. എന്ന് പറഞ്ഞാൽ d²u/dx² അറ്റ് വാട്ട് വാല്യൂ? അറ്റ് 0. x ഈസ് ഈക്വൽ ടു 0യിൽ എത്രയാണ്? x ഈസ് ഈക്വൽ ടു 0യിൽ അത് എത്രയായിരിക്കും? ഇതിന് 0 കൊടുക്കുകയാണെങ്കിൽ -1 എന്ന് കിട്ടും. -1. സെക്കൻഡ് ഡെറിവേറ്റീവ് മൈനസ് ആകുന്നത് മാക്സിമയിലല്ലേ? മാക്സിമ എന്ന് പറഞ്ഞാൽ x ഈസ് ഈക്വൽ ടു -1 ഈസ് എ മാക്സിമ. അതുപോലെ അടുത്ത വാല്യൂ കൊടുത്തു നോക്കുക. d²u/dx² അറ്റ് x ഈസ് ഈക്വൽ ടു 1. വാട്ട് ഈസ് ദാറ്റ്? അറ്റ് x ഈസ് ഈക്വൽ ടു 1 കൊടുക്കുകയാണെങ്കിൽ, ഇവിടെ 1 കൊടുക്കുകയാണെങ്കിൽ വാട്ട് യു വിൽ ഗെറ്റ്? സെക്കൻഡ് ഡെറിവേറ്റീവ് യു വിൽ ഗെറ്റ് 2 എന്ന് കിട്ടും. 2 സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആകുന്ന മിനിമയിലല്ലേ? മിനിമ. ഓക്കെ, അതുപോലെ -2 കൊടുക്കുകയാണെങ്കിലും ഇത് തന്നെ കിട്ടും. എക്സിന് -2 കൊടുക്കുകയാണെങ്കിൽ d²u/dx² അറ്റ് x ഈസ് ഈക്വൽ ടു -1 ഓൾസോ 2 എന്ന് പറഞ്ഞാൽ മിനിമ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആകുന്നത് ഏതാ? x ഈസ് ഈക്വൽ ടു 1ലും -1ലുമാണ്. അപ്പോൾ ഒന്നെങ്കിൽ എക്സിന് 1 കൊടുത്തുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജിയുടെ മിനിമം വാല്യൂ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ എക്സിന് -1 കൊടുത്തുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജിയുടെ മിനിമം വാല്യൂ കണ്ടുപിടിക്കാം. ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവുക. പൊട്ടൻഷ്യൽ എനർജിയുടെ മിനിമം വാല്യൂ കണ്ടുപിടിക്കുന്നത് നോക്കൂ. പൊട്ടൻഷ്യൽ എനർജിയുടെ മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലെറ്റ് ഇറ്റ് ബി മൂഡ് എ ലിറ്റിൽ. ഞാൻ എന്താ ചെയ്യുന്നത് നോക്കൂ. പൊട്ടൻഷ്യൽ എനർജിയുടെ മിനിമം വാല്യൂ, വാട്ട് ഈസ് മിനിമം. What is the minimum value of potential energy? Minimum. U min is equal to x-ന് 1 കൊടുക്കുക. ഈ ഫംഗ്ഷനിൽ x-ന് 1 കൊടുക്കുക. x-ന് 1 കൊടുത്താൽ എത്ര കിട്ടും? 1/4 -1/2 that is equal to -1/4. -1/4 ആണ് പൊട്ടൻഷ്യൽ എനർജിയുടെ മിനിമം വാല്യൂ. ഈ പൊട്ടൻഷ്യൽ എനർജിയുടെ മിനിമം -1/4 ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആകുമ്പോഴാണ് കൈനറ്റിക് എനർജി മാക്സിമം ആകുന്നത്. ടോട്ടൽ എനർജി തന്നിട്ടുണ്ട്. നോക്കൂ, ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു u min പ്ലസ് k max അല്ലേ? u min ആകുമ്പോൾ k max ആകുമ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ സം എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ k max ഈസ് ഈക്വൽ ടു മാക്സിമം പൊട്ടൻഷ്യൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി മൈനസ് u min. ടോട്ടൽ എനർജി എത്രയാ? 2 -1/4 അപ്പോൾ +1/4. ഇത് എത്ര കിട്ടി? 9/4 എന്ന് കിട്ടി. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ മാക്സിമം വാല്യൂ 9/4 എന്ന് കിട്ടി. നമുക്ക് എന്താ കൈനറ്റിക് എനർജിയുടെ മാക്സിമം വാല്യൂ അല്ല വേണ്ടേ? സ്പീഡിൻ്റെ മാക്സിമം വാല്യൂ. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ മാക്സിമം വാല്യൂ കിട്ടിയാൽ പിന്നെ സ്പീഡിൻ്റെ മാക്സിമം വാല്യൂ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. വാട്ട് ഈസ് ½ m v max²? കാരണം കൈനറ്റിക് എനർജിയുടെ മാക്സിമം വാല്യൂ ആകുന്നത്
വെലോസിറ്റിയുടെ മാക്സിമം വാല്യൂ ആകുമ്പോഴാണ്. ദാറ്റ് ഈസ് വാട്ട് 9 ഡിവൈഡ് ബൈ 4. മാസ് എത്രയാണ് തന്നേക്കുന്നത്? മാസ് വിൽ ബി ഗിവൺ ടു യു. മാസ് ഈസ് ഗിവൺ ആസ് 1 kg. മാസ് 1. അപ്പോൾ വി മാക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു വി മാക്സ് സ്ക്വയർ. മാസിന് 1, വി മാക്സ് സ്ക്വയർ 9/2 എന്ന് കിട്ടി. അപ്പോൾ വി മാക്സ് എത്ര കിട്ടി? ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുകയാണെങ്കിൽ 3 ഡിവൈഡഡ് ബൈ √2 എന്ന് കിട്ടി. വി മാക്സ് ഈസ് ഈക്വൽ ടു 3/√2. ഒന്നുമില്ല, ഇത് കുറച്ച് മാത്തമെറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്നേ ഉള്ളൂ, ബുദ്ധിമുട്ടാനൊന്നുമില്ല. കുറച്ച് ലിറ്റിൽ മാത്തമെറ്റിക്കൽ. 3/√2. ഹിയർ ഈസ് ദ ആൻസർ. മാക്സിമം പൊട്ടൻഷ്യൽ എനർജി ഈസ് മാക്സിമം സ്പീഡ് ഈസ് 3/√2. ഈ ഫംഗ്ഷനിൽ നിന്ന് ഞാൻ ഈ ഫംഗ്ഷൻ്റെ മിനിമം വാല്യൂ എനിക്ക് കണ്ടെത്തണം. അതിന് ഞാൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ യൂസ് ചെയ്തുകൊണ്ട് മിനിമം വാല്യൂ കണ്ടെത്തി. പൊട്ടൻഷ്യൽ എനർജി മിനിമം ആകുമ്പോഴാണ് കൈനറ്റിക് എനർജി മാക്സിമം ആകുന്നത്. ഇത്രേ ഉള്ളൂ അതിൽ ഫിസിക്സ്. ബാക്കിയുള്ള എല്ലാം അതിലെ മാത്തമെറ്റിക്കൽ പാർട്ടാണ്. ഇനി നോക്കൂ നിങ്ങൾ, ഇലാസ്റ്റിക് സ്പ്രിംഗ് ഓഫ് ലെങ്ത് L, ഫോഴ്സ് കോൺസ്റ്റന്റ് K is stretched by amount X. When it is stretched further by Y, work done in the second stretching alone. എക്സ് സ്ട്രെച്ച് ചെയ്യുമ്പോൾ ചെയ്യേണ്ട വർക്ക് എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. ഈ എക്സ് സ്ട്രെച്ച് ചെയ്യുമ്പോൾ W1 വർക്ക് ചെയ്തു എന്ന് വിചാരിക്കുക. W1 ഈസ് ഈക്വൽ ടു ½KX². എക്സ്റ്റേണൽ ഏജൻറ്റ് ചെയ്യുന്ന വർക്ക് അതിലെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ടുണ്ടാവും. ഇനിയും W2 എന്ന് പറയുന്നത് X+Y. ആദ്യമേ എക്സ് സ്ട്രെച്ച് ചെയ്തു, പിന്നെ Y സ്ട്രെച്ച് ചെയ്തു എന്ന് പറഞ്ഞത്. അപ്പോൾ ടോട്ടൽ എക്സ്റ്റൻഷൻ എത്രയാണ്? X+Y ആണ്. X+Y². നിങ്ങൾക്ക് വേണ്ടത് ഈ എക്സിനും വൈക്കും ഇടയ്ക്ക് എത്ര വർക്ക് ചെയ്തു എന്ന്. എക്സ് സ്ട്രെച്ച് ചെയ്തു, അത് കഴിഞ്ഞിട്ട് സ്റ്റിൽ വൈ കൂടെ സ്ട്രെച്ച് ചെയ്യുന്നല്ലേ പറഞ്ഞത്. അപ്പോൾ എക്സ് തൊട്ട് വൈ വരെയുള്ള വർക്കാണ് നിങ്ങൾക്ക് വേണ്ടത്. എന്ന് പറഞ്ഞാൽ W2 മൈനസ് W1. ദാറ്റ് ഈസ് ആസ്ഡ്. W2 മൈനസ് W1. ½ കോമൺ ഔട്ട് ചെയ്യാം. ½ കോമൺ ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്താ വരുന്നത്? X+Y² മൈനസ് X². ഇത് നിങ്ങൾക്ക് അറിയാം. X+Y² മൈനസ് X² എന്ന് പറഞ്ഞാൽ ½ അതുപോലെ ഞാൻ എഴുതി. X² ടേം പോവും, പിന്നെ എന്താ 2XY ഉണ്ടാവും, പിന്നെ Y² ടേമും ഉണ്ടാവും ഇല്ലേ. ഒരു Y കൂടെ ഞാൻ പുറത്തേക്ക് ഇടുകയാണെങ്കിൽ ½ ഞാൻ പുറത്തേക്ക് ഇട്ടു, പിന്നെ എന്താ ഉള്ളത്? ഇവിടെ 2x, പിന്നെ അവിടെ ഒരു Y ഉണ്ടാവും. Y. ഇതാണ് വർക്ക് ഡൺ ഇൻ സ്ട്രെച്ചിങ് ഫ്രം X to Y. എക്സിൽ നിന്ന് വൈയിലേക്ക് സ്ട്രെച്ച് ചെയ്യാൻ ചെയ്ത വർക്ക് ദിസ് മച്ച്. അങ്ങനെ ഉണ്ടോ എന്ന് നോക്കി. ½ Y 2x+Y. ഹിയർ ഇറ്റ് ഈസ്. ഇവിടെ അതുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ട് കുറച്ച് സ്പീഡിൽ പോവുകയാണ്. ഡോണ്ട് വറി. ഇത് നോക്കിയേ. കൈനറ്റിക് എനർജി ഈസ് ഓൾവേസ് പോസിറ്റീവ്, ബട്ട് പൊട്ടൻഷ്യൽ എനർജി മേ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ 0. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഫാക്റ്റാണ്, കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. കൈനറ്റിക് എനർജി ½ ആണ്. V² cannot be negative, M cannot be negative. Therefore, kinetic energy is always positive. Potential energy എന്തും ആവാം, പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, 0 ആവാം. ബോത്ത് കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഡിപ്പെൻഡ്സ് ഓൺ ഫ്രെയിം ഓഫ് റെഫറൻസ്. എക്സാക്ട്ലി. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഫ്രെയിം ഓഫ് റെഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. കാരണം കൈനറ്റിക് എനർജി എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ½ അല്ലേ. ഈ V എന്ന് പറഞ്ഞ ഫ്രെയിം ഓഫ് റെഫറൻസിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ. വെലോസിറ്റി ഈസ് നോട്ട് അബ്സല്യൂട്ട്, ഇറ്റ്സ് റിലേറ്റീവ്. അപ്പോൾ ഫ്രെയിം ഓഫ് റെഫറൻസ് മാറുന്നതിനനുസരിച്ച് വെലോസിറ്റി മാറും. അതുകൊണ്ട് കൈനറ്റിക് എനർജിയും ഡിഫറൻറ്റ് ഫ്രെയിം ഓഫ് റെഫറൻസിൽ ഒരേ ബോഡിയുടെ കൈനറ്റിക് എനർജി ഡിഫറൻ്റ് ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഡിഫൈൻഡ് ഓൺലി ഫോർ കൺസർവേറ്റീവ് ഫോഴ്സ്. ഓഫ് കോഴ്സ് കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിൽ മാത്രമേ പൊട്ടൻഷ്യൽ എനർജി ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. അപ്പോൾ ഇതും എല്ലാം കറക്റ്റാണ്. ഓൾ ദ എബവ് ഈസ് ദ റൈറ്റ് ആൻസർ. സെലക്ട് ദ കറക്റ്റ് വൺ എന്നല്ലേ. അപ്പോൾ ഓൾ ദ എബവ് ആണ് ടിക്ക് ചെയ്യേണ്ടത്. ഓൾ ദ എബവ്. ഓക്കെ. ഇനി അടുത്തതിലേക്ക് പോവാം. നോക്കൂ. എ കാർ ഈസ് ഡ്രിവൺ ബൈ എ കോൺസ്റ്റന്റ് പവർ. ഇഫ് കാർ മൂവ്സ് എ ഡിസ്റ്റൻസ് എക്സ്, വെലോസിറ്റി V അറ്റൈൻഡ് ബൈ ദ കാർ. ഓക്കെ. കോൺസ്റ്റന്റ് പവർ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കോൺസ്റ്റന്റ് പവർ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞത്. ഇത് 1 ഡയമെൻഷൻ മോഷനാണ്. അപ്പോൾ പവറിന് F × V എന്ന് എഴുതിയാൽ മതി. F.V എന്ന് എഴുതേണ്ട കാര്യമില്ല. F × V P വിച്ച് ഈസ് കോൺസ്റ്റന്റ് ആണെന്നാണ് പറഞ്ഞത്. P കോൺസ്റ്റന്റ്. എഫും വിയും കോൺസ്റ്റന്റ് അല്ല. എഫ് കൂടുകയാണെങ്കിൽ V കുറയുകയായിരിക്കും, അല്ലെങ്കിൽ V കൂടുന്നതിനനുസരിച്ച് F കുറയണം, എന്നാലും F × V കോൺസ്റ്റന്റ് ആകുള്ളൂ. ഈ എഫിനെ ഫോഴ്സ് ഇൻറ്റു ആക്സലറേഷൻ എന്ന് എഴുതാം. എഫിനെ മാസ് ഇൻറ്റു ആക്സലറേഷൻ എന്ന് എഴുതാം. മാസ് ഇൻറ്റു ആക്സലറേഷൻ ഇൻറ്റു V ഈസ് P വിച്ച് ഇസ് എ കോൺസ്റ്റന്റ്. ഇനി എനെ ഞാൻ എഴുതാൻ പോകുന്ന നോക്കൂ. എനെ ഞാൻ dV/dt എന്ന് എഴുതുന്നില്ല. ഐ ആം നോട്ട് ഗോയിങ് ടു റൈറ്റ് ലൈക്ക് ദിസ്. വൈ? എക്സുമായിട്ടുള്ള ഡിപ്പെൻഡൻസാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ എനെ വേറെ രീതിയിൽ എഴുതാമല്ലോ. ആക്സലറേഷൻ ക്യാൻ ബി റിട്ടൺ ഇൻ അനദർ വേ. വാട്ട് ഈസ് ദാറ്റ്? എവരി വൺ നോസ് ദാറ്റ്. How can acceleration be written in terms of x? Acceleration can be written as V dV dx. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. V dV dx. അത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. M അതുപോലെ എഴുതി. ആക്സലറേഷൻ V dV dx
പിന്നെ ഓൾറെഡി ഉള്ള വി എഴുതി, ദാറ്റ് ഈസ് പി വിച്ച് ഈസ് കോൺസ്റ്റൻറ്റ്. ഇനി ഞാൻ വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ എഴുതുകയാണ്. ഇവിടെ വി സ്ക്വയർ ഡി വി ഈസ് ഈക്വൽ ടു പി ബൈ എം റീഅറേഞ്ച്മെൻറ്റ് ഡി എക്സ്. ഇനി ഇതിനെ രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇത് കോൺസ്റ്റൻ്റ് ആണ്, അതിനെ പുറത്തിട്ടു. എക്സ് ഈസ് ഈക്വൽ ടു 0യിൽ വെലോസിറ്റി 0 ആയിരുന്നു. സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ഐ അസ്യൂം അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഇറ്റ് വെലോസിറ്റി ഈസ് വി. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വി സ്ക്വയർ വി ക്യൂബ് ബൈ 3 എന്ന് വന്നു. അവിടെ എന്ത് വരും? പി ബൈ എം ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് എന്ന് വന്നു. നിങ്ങൾക്ക് ദെൻ വി ക്യൂബ് ക്യാൻ ബി റിട്ടൺ ആസ് 3p ബൈ എം ഇൻറ്റു എക്സ്. നോക്കൂ, ഡിപ്പെൻഡൻസ് നോക്കൂ. വി ക്യൂബ് ഡയറക്ട്ലി പ്രപ്പോസ് ടു എക്സ്, പക്ഷേ വി ഡയറക്ട്ലി പ്രപ്പോസ് ടു എക്സ് ടു ദ പവർ 1/3. എക്സ് ടു ദ പവർ 1/3. ദാറ്റ്സ് ആൻസർ. വി ഡയറക്ട്ലി പ്രപ്പോസ് ടു എക്സ് ടു ദ പവർ 1/3. ഹിയർ ഈസ് ദ ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് മാത്തമെറ്റിക്കൽ സ്കില്ലുണ്ടെങ്കിൽ പെട്ടെന്ന് ആൻസറിലെത്താൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കൂ, 2 ബോഡീസ് വിത്ത് മാസസ് MA MB ആർ മൂവിങ് വിത്ത് കൈനറ്റിക് എനർജി, ഈക്വൽ കൈനറ്റിക് എനർജി. ദാറ്റ് ഈസ് ദ ക്യാച്ചിങ് പോയിന്റ്. ഒരേ കൈനറ്റിക് എനർജിയാണ്. ദർ ലീനിയർ മൊമെൻറ്റം ആർ ന്യൂമറിക്കലി ഇൻ ദ റേഷ്യോ PA/PB വിൽ ബി. ലീനിയർ മൊമെൻറ്റത്തിൻ്റെ റേഷ്യോ എത്ര എന്നാ ചോദ്യം. നോക്കൂ, ഇത് നിങ്ങൾക്കറിയാം, കൈനറ്റിക് എനർജി പല രീതിയിൽ എഴുതാം. വൺ ഓഫ് ദ വേ ഇൻ വിച്ച് കൈനറ്റിക് എനർജി ക്യാൻ ബി റിട്ടേൺ ഈസ് ഇൻ ടേംസ് ഓഫ് മൊമെൻറ്റം ആസ് ദിസ് p²/2m. p²/2m രണ്ടിനും സെയിം ആണെന്നാണ് പറഞ്ഞത്. സെയിം ഫോർ ബോത്ത് ബോഡി. സെയിം എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി രണ്ടിനും സെയിം ആണ്. ഈ ടേമിന് രണ്ടിനും സെയിം ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ PA² ഡിവൈഡഡ് ബൈ 2MA must be equal to PB² ഡിവൈഡഡ് ബൈ 2MB. അപ്പോൾ PB ഈസ് ടു PA എന്താണ്? PB ബൈ PA അല്ല, PA ബൈ PB. PA മൊമെൻറ്റം ഓഫ് A ഡിവൈഡ് ബൈ മൊമെൻറ്റം ഓഫ് B എന്തിന് ഈക്വൽ ആയിരിക്കും? മാസ് ഓഫ് A ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ബിയുടെ സ്ക്വയർ റൂട്ട്. കാരണം ഇവിടെ സ്ക്വയർ വരും, സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ ഇവിടെ സ്ക്വയർ റൂട്ട് വരും. മാസ് ഓഫ് A ഡിവൈഡ് ബൈ മാസ് ഓഫ് ബിയുടെ സ്ക്വയർ റൂട്ട്. റൂട്ട് MA ഈസ് ടു റൂട്ട് MB. ഹിയർ ഈസ് ദ ആൻസർ. റൂട്ട് MA ഈസ് ടു റൂട്ട് MB. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. 16th ക്വസ്റ്റ്യൻ നോക്കൂ. എ ട്യൂബ് ഓഫ് ലെങ്ത് L ഈസ് ഫിൽഡ് വിത്ത് incompressible liquid of mass m and closed at both ends. The tube is then rotated with in a horizontal plane about one of its end with uniform angular velocity omega. Force exerted by the liquid at the other end. എന്ന് പറഞ്ഞാൽ ഇതൊരു ട്യൂബായിട്ട് ആലോചിക്കുക. ഈ ട്യൂബിൽ വാട്ടർ ഫില്ല് ചെയ്തു, എന്നിട്ട് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഒമേഗ വെലോസിറ്റിയിൽ ഈ ട്യൂബിൻ്റെ ഈ എൻഡിൽ അതർ എൻഡിൽ ഈ വാട്ടറോ ലിക്വിഡോ എന്തോ ആയിക്കോട്ടെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എത്ര എന്നാണ് വേണ്ടത്. ഓക്കെ, ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. ഞാൻ ഒരു ഡയഗ്രാം വരയ്ക്കാം, അതിൽ നിന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ലെറ്റ് മീ ഡ്രോ എ ഡയഗ്രാം ലൈക്ക് ദിസ്. ഇതാണ് ട്യൂബ് എന്ന് വിചാരിക്കൂ. ഇവിടെ ഞാൻ വരയ്ക്കാം. സി ഹിയർ, ദിസ് ഈസ് ദ ട്യൂബ്. ഓക്കെ, ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് about one of its end like this with angular velocity omega. Angular velocity omega യിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഞാനൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്. I am going to go to a distance x ഡിസ്റ്റൻസിലേക്ക് പോവുക. അവിടെ ഞാൻ എന്താ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു dx എലിമെൻ്റ് എടുക്കുന്നു. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. I am going to integrate this one. ഇതൊരു dx എലിമെൻ്റ് ആണെന്ന് വിചാരിച്ചു. dx എലിമെൻറ്റ്. ഓക്കെ, ദാറ്റ്സ് എ dx എലിമെൻറ്റ്. ദിസ് വൺ dx ലെങ്ത് ഉള്ള ഒരു എലിമെൻറ്റ്. ഇത് dx ആണ്. dx ഇത് എക്സിൻ്റെ ഡിഫറൻഷ്യൽ ചേഞ്ച് dx. ഇതിൻ്റെ മാസ് dm ആയിക്കോട്ടെ. ഇവിടെ നിന്നുള്ള ഫോഴ്സ് F ആണെന്ന് വിചാരിക്കുക. വാട്ട് ഈസ് ദിസ് ഫോഴ്സ്? ദിസ് എ പ്രഷർ ഫോഴ്സ്. ഞാൻ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഈ റിമൈനിങ് ലിക്വിഡ് ഇതിന് കൊടുക്കുന്ന ഫോഴ്സ് ഈ ഡയറക്ഷനിൽ F ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെയുള്ള റിമൈനിങ് ലിക്വിഡ് ഇതിന് കൊടുക്കുന്ന ഫോഴ്സ് F പ്ലസ് dx. F പ്ലസ് dx അല്ല dF. എക്സ് അകലെയുള്ള ഫോഴ്സ് F ആണെങ്കിൽ എക്സ് പ്ലസ് dx അകലെയുള്ള ഫോഴ്സ് F പ്ലസ് dF ആണ്. അങ്ങനെ തന്നെ എഴുതണം. F മൈനസ് dF എന്നൊന്നും എഴുതിയേക്കരുത്. F പ്ലസ് dF. എക്സിൻ്റെ ഡിഫറൻഷ്യൽ ചേഞ്ച് dx. എക്സ് പ്ലസ് dx ആകുമ്പോൾ F പ്ലസ് dF ആവുന്നു. ഓക്കെ, അപ്പം ഞാനൊരു കാര്യം ചെയ്യാൻ പോവാം. ഈ എലിമെൻറ്റിലെ നെറ്റ് ഫോഴ്സ് എത്ര? ഈ എലിമെൻറ്റിലെ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F പ്ലസ് dF മൈനസ് F എന്ന് പറഞ്ഞാൽ dF. അതിന് ഞാൻ ന്യൂട്ടൻ്റെ ലോ അപ്ലൈ ചെയ്യാൻ പോവാം. സി ഹിയർ, dF F ഈസ് ഈക്വൽ ടു MA. M എന്ന് പറഞ്ഞാൽ അതിൻ്റെ dm, A എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആക്സിലറേഷൻ സെൻട്രിപിറ്റലാണ് കേട്ടോ. എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ഇതിൻ്റെ മാസ് dm, ആക്സിലറേഷൻ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ A. അപ്പോൾ dF ഈസ് ഈക്വൽ ടു
ഡി എമ്മിനെ എങ്ങനെ എഴുതാം? മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻറ്റു ലെങ്ത്, അതാണ് ഡി എം. ഇതിൻ്റെ ടോട്ടൽ മാസാണ് എം എന്ന് പറഞ്ഞത്, ടോട്ടൽ ലെങ്ത് എൽ. അപ്പോൾ എം ബൈ എൽ എന്ന് പറഞ്ഞാൽ മാസ് പെർ യൂണിറ്റ് ലെങ്ത് കിട്ടി. എൻ്റെ ലെങ്ത് ഡി എക്സ് ആണ്. ഡി എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ മാസായി. എ എന്ന് പറയുമ്പോൾ വെറുതെ എന്ന് എഴുതരുത്. ഇതിൻ്റെ ഈ പോർഷൻ്റെ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ, സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ആർ ഒമേഗ സ്ക്വയർ എന്നാണ്. ഇവിടെ ആർ എന്നുള്ളത് എക്സ് ആണ്. അപ്പോൾ എക്സ് ഒമേഗ സ്ക്വയർ, എക്സ് ഒമേഗ സ്ക്വയർ. ഇനി ഞാൻ ഇതിനെ റീഅറേഞ്ച് ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ആൻസറായി ഡി എഫ് ഈസ് ഈക്വൽ ടു കോമൺ ആയിട്ടുള്ളത് എം ബൈ എൽ ഒമേഗ സ്ക്വയർ എക്സ് ഡി എക്സ്. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ലിമിറ്റ് നോക്കൂ. എക്സ് ഈസ് ഈക്വൽ ടു 0, ദർ വാസ് നോ ഫോഴ്സ്, സീറോ ഫോഴ്സ് ഹിയർ. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എല്ലിൽ, എക്സ് ഈസ് ഈക്വൽ ടു എൽ എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു എല്ലിൽ ഇതിലെ ഫോഴ്സ്, ഈ വാള് കൊടുക്കുന്ന ഫോഴ്സ്, വാളിന് ലിക്വിഡ് കൊടുക്കുന്ന ഫോഴ്സും വാള് ലിക്വിഡിന് കൊടുക്കുന്ന ഫോഴ്സും ഈക്വൽ ആയിരിക്കും. അപ്പോൾ വാളിന് ലിക്വിഡ് കൊടുക്കുന്ന ഫോഴ്സ് എഫ് ആണ്, എഫ്. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം എഫ് എന്ന് കിട്ടും, എഫ് മൈനസ് 0 എം ബൈ എൽ ഒമേഗ സ്ക്വയർ. ഇത് എക്സ് സ്ക്വയർ ബൈ 2 ആണ്. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം എൽ സ്ക്വയർ ബൈ 2 എന്ന് കിട്ടി. ഇത് ഒരു എൽ വെട്ടിക്കളയുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് എഫ് ഈസ് ഈക്വൽ ടു എം ഒമേഗ സ്ക്വയർ എൽ all divided by 2 എന്ന് കിട്ടി. m omega square L all divided by 2. That is the force exerted by this liquid on the wall, or that is the force exerted by the wall on the liquid. Both are same. Action reaction പെയറുകളാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടോ എന്ന് നോക്കി. ml square m omega square L by 2. Here it is. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കൂ, എ കോൺസ്റ്റന്റ് കപ്പിൾ എന്ന് പറഞ്ഞാൽ ടോർക്കാണ് കേട്ടോ. എ കോൺസ്റ്റന്റ് കപ്പിൾ 400 ന്യൂട്ടൺ ടേൺസ് ദ വീൽ ഓഫ് മൊമെന്റ് ഓഫ് ഇനീഷ്യ തന്നിട്ടുണ്ട്. എബൌട്ട് ദി ആക്സസ് ത്രൂ ദ സെൻറ്റർ, ആംഗുലാർ വെലോസിറ്റി ഗെയിൻഡ് ഇൻ 4 സെക്കൻഡ്. ആംഗുലാർ വെലോസിറ്റി കോൺസ്റ്റന്റ് കപ്പിൾ ആയതുകൊണ്ട് കോൺസ്റ്റന്റ് ആംഗുലാർ ആക്സിലറേഷൻ ആയിരിക്കും. അപ്പോൾ ഒമേഗ ഈസ് ഈക്വൽ ടു ഒമേഗ 0 പ്ലസ് ആൽഫ ടി എന്ന് എഴുതാം. പക്ഷേ ഒമേഗ 0 എന്ന് നമ്മൾ എടുക്കണം, കാരണം അത് പറയുന്നില്ല ഇവിടെ. ഒമേഗ 0 ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ? ആൽഫ എന്ന് പറഞ്ഞാൽ ടോർക്ക് ഡിവൈഡഡ് ബൈ മൊമെന്റ് ഓഫ് ഇനീഷ്യ ആണ്. ടോർക്ക് ഡിവൈഡ് ബൈ മൊമെന്റ് ഓഫ് ഇനീഷ്യ. അപ്പോൾ ഒമേഗ ഈസ് ഈക്വൽ ടു ഒമേഗ 0യുടെ സ്ഥാനത്ത് 0, ഇവിടെ ടോർക്ക് ഡിവൈഡ് ബൈ മൊമെന്റ് ഓഫ് ഇനീഷ്യ ഇൻറ്റു ടി. അപ്പോൾ ഒമേഗ ഈസ് ഈക്വൽ ടു ടോർക്ക് എത്രയായിരുന്നു? 400. മൊമെന്റ് ഓഫ് ഇനീഷ്യ എത്രയായിരുന്നു? 100 ടൈം 4. അപ്പോൾ 4 4s ആർ 16 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. റേഡിയൻ സെക്കൻഡ് സ്ക്വയർ ഇല്ല, സെക്കൻഡ്. റേഡിയൻ പെർ സെക്കൻഡ്, 16 റേഡിയൻ പെർ സെക്കൻഡ്. ഹിയർ ഈസ് ദ ആൻസർ. ഇനി 18th ക്വസ്റ്റ്യനിലേക്ക് ഞാൻ ജമ്പ് ചെയ്യുകയാണ്. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കൂടുതൽ എക്സ്പ്ലനേഷൻ ഒരാവശ്യമില്ല. അതുകൊണ്ട് ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇത് നോക്കിയേ, പാർട്ടിക്കിൾ ഓഫ് മാസ് എം മൂവ്സ് അലോങ് പി സി. പി സി എന്ന് പറയുന്ന ലൈൻ ഇത്. ഇങ്ങനെ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുകയാണ് അലോങ് ദിസ് ഡയറക്ഷൻ. പാർട്ടിക്കിൾ ഈസ് മൂവിങ് ലൈക്ക് ദിസ് വിത്ത് വെലോസിറ്റി വി. അതിൻ്റെ വെലോസിറ്റി വി ആണെന്നും തന്നിട്ടുണ്ട്, മാസ് എം ആണെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലീനിയർ മൊമെൻറ്റം എം വി ആണ്. What is the angular momentum of the particle about P? This is very important. About P. P എന്ന് പറഞ്ഞ പോയിന്റ് ഏതാണ്? ഒറിജിൻ അല്ല. About ഒറിജിൻ എത്രയാണെന്നല്ല ചോദ്യം. About P. P lies in this line. നോക്കിയേ, P ഈ ലൈനിൽ തന്നെയാണ്. ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് ലീനിയർ മൊമെൻറ്റം മൾട്ടിപ്ലൈഡ് ബൈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എബൌട്ട് ദ ഒറിജിൻ എന്നാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എം വി ഇൻറ്റു എൽ എന്ന് പറയണമായിരുന്നു. എബൌട്ട് ദ ഒറിജിൻ അല്ല ചോദിച്ചേക്കുന്നത്. എബൌട്ട് ദ പോയിന്റ് P ആണ്. പിയിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 0 അല്ലേ? ദിസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈ 0. അതുകൊണ്ട് ആംഗുലാർ മൊമെൻറ്റം എന്തായിരിക്കും? 0 ആയിരിക്കും. ആംഗുലാർ മൊമെൻറ്റം ഈ 0. ഡോണ്ട് മേക്ക് മിസ്റ്റേക്ക്. എബൌട്ട് ദ ഒറിജിൻ അല്ല ചോദിച്ചേക്കുന്നത്. എബൌട്ട് ദ പോയിന്റ് P ആണ്. ബി കെയർഫുൾ ഇൻ ഡീലിംഗ് സച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കൂ, 2 ബ്ലോക്ക് ഓഫ് മാസ് 10 kg, 4 kg ആർ കണക്റ്റഡ് ബൈ എ സ്പ്രിംഗ് ഓഫ് നെഗ്ലിജിബിൾ മാസ് ആൻഡ് പ്ലേസ്ഡ് ഓൺ എ ഫ്രിക്ഷൻലെസ് ഹൊറിസോണ്ടൽ സർഫസ്. ആൻ ഇമ്പൾസ് ഗീവ്സ് എ വെലോസിറ്റി ഓഫ് 14 meters per second to the heavier block in the direction of the lighter block. The velocity of center of mass is equal to 2 block of mass 10 kg. The situation is this: 2 block of mass 10 kg, either 10 kg, 10 kg and 4 kg. Here is 4 kg connected by a spring. There is a spring in between them. That should also be considered. There is a spring. Now spring is in its natural length. Okay. Connected by a spring of negligible mass and placed on a frictionless horizontal surface. Spring force allade, there is no other force on it. An impulse gives a velocity of 14. Initially, ഇതിൻ്റെ velocity 14. ഇവിടെ ഒരു impulse കൊടുക്കുമ്പോൾ ഇതിന് velocity ഉണ്ടാവും 14. ഓക്കെ, ഇതിൻ്റെ വെലോസിറ്റി സ്റ്റിൽ 0 ആയിരിക്കും. കാരണം ഈ സ്പ്രിങ് കംപ്രസ് ആയാൽ മാത്രമേ ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെടുന്നുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി 14 ആണെങ്കിൽ ഇതിൻ്റെ വെലോസിറ്റി 0 ആണ്. വെലോസിറ്റി 0 ആണ്. ആക്സലറേഷൻ അല്ല ഞാൻ പറയുന്നത്, വെലോസിറ്റി 0 ആണ്. ഇതിൻ്റെ വെലോസിറ്റി 0. ഇതിൻ്റെ വെലോസിറ്റി എത്രയാണ് ഞാൻ പറഞ്ഞത്? ഇതിൻ്റെ വെലോസിറ്റി
14 ആണ്. ഇത് എത്രയാണ് മാസ്? കണക്റ്റഡ് ബൈ എ 10 kg. ദിസ് ഈസ് 10 kg ആൻഡ് ദാറ്റ് ഈസ് 4 kg. ഇതിൻ്റെ വെലോസിറ്റി 14. അപ്പം നോക്കൂ, ഇത് കുറച്ച് കഴിയുമ്പം ഇതും വെലോസിറ്റി അക്വയർ ചെയ്യും. പക്ഷേ ഇതിലുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ ഫോഴ്സ് ആണ്. ഇൻറ്റേർണൽ ഫോഴ്സ് വിൽ നോട്ട് വേരി ദ വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ്. വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് വേരി ചെയ്യണമെങ്കിൽ ദർ മസ്റ്റ് ബി ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഏത് മൊമെൻറ്റിൽ വേണേലും കമ്പ്യൂട്ട് ചെയ്യാം. കുറച്ച് കഴിയുമ്പം ഇതിനും വെലോസിറ്റി ഉണ്ട്, ഇതിൻ്റെ വെലോസിറ്റി കുറയും, ഇതിൻ്റെ വെലോസിറ്റി കൂടും. അപ്പം വേണേലും കമ്പ്യൂട്ട് ചെയ്യാം. പക്ഷേ ഏറ്റവും എളുപ്പം ഇപ്പം തന്നെ കമ്പ്യൂട്ട് ചെയ്യുന്നതല്ലേ, കാരണം ഇതിൻ്റെ വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഈസ് നോട്ട് ഗോയിങ് ടു ചേഞ്ച്. അപ്പോൾ വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഈസ് ഈക്വൽ ടു VCM ഈസ് ഈക്വൽ ടു what is that? M1 V1 plus M2 V2 divided by sum of mass M1 plus M2. അപ്പം M1 V1, M1 ഇത് V1 ഇത് 10 into 14 plus M2 എത്രയാ? 4 into 0. ഇനീഷ്യലി ഇറ്റ്സ് വെലോസിറ്റി 0 ഡിവൈഡ് ബൈ M1 plus M2 എന്ന് പറഞ്ഞാൽ 10 plus 4 14 ഇല്ലേ? അപ്പോൾ ഈ 14 പോയി നിങ്ങൾക്ക് എത്ര കിട്ടും? 10 meter per second. That is the velocity of center of mass at any time. Initially velocity of center of mass ഇത്രയാണ്, കുറേ കഴിഞ്ഞാലും velocity of center of mass അത് തന്നെയായിരിക്കും. Because no external force is acting on it in horizontal direction. Therefore the horizontal velocity of center of mass is not going to change with the time. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവുകയാണ്. This one. Okay. 3 rings each of mass m and radius r are so placed to touch each other. ഇത് നോക്കൂ, ഇങ്ങനെ റിങ് 3 റിങ് വെച്ചിട്ടുണ്ട്. സിസ്റ്റം അബൌട്ട് ദി ആക്സസ് ഷോൺ ഇൻ ദ ഫിഗർ ഈസ്. ഇതിൻ്റെ എന്താ വേണ്ടത്? റേഡിയസ് ഓഫ് ജൈറേഷൻ ഓഫ് ദ സിസ്റ്റം. ഇതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനീഷ്യ കണ്ടുപിടിക്കുകയാണെങ്കിൽ റേഡിയസ് ഓഫ് ജൈറേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനീഷ്യ കണ്ടുപിടിക്കണേ, ഇതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനീഷ്യ ആഡ് ചെയ്യണം. ഒരു റിങ്ങിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനീഷ്യ, ഈ റിസൾട്ട് നിങ്ങൾക്ക് അറിയാവോ എന്ന് നോക്കി. ഇതൊരു റിങ് ആണെങ്കിൽ, ലെറ്റ് മീ റൈറ്റ്, ഇതൊരു റിങ് ആണെങ്കിൽ ഇതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനീഷ്യ അബൌട്ട് ദിസ് ആക്സിസ്, അബൌട്ട് ദ ഡയമീറ്റർ mr²/2 ആണ്. mr²/2. ഈ റിസൾട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കണം. അബൌട്ട് ദിസ് ആക്സസ് mr² ആണ്. അബൌട്ട് ദിസ് ആക്സസ് mr². ഇത് പെർപെൻഡിക്കുലർ ആക്സസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ mr²/2 എന്ന് കിട്ടും. ഇനി അതേപോലെ തന്നെ നിങ്ങൾ അബൌട്ട് ടാൻജൻറ്റ് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഒരു mr² കൂടെ നിങ്ങൾ ആഡ് ചെയ്യണം. കാരണം പാരലാക്സസ് തിയറം mr²/2 പ്ലസ് mr². എത്ര കിട്ടി? 3mr²/3mr²/2 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ ഈ റിസൾട്ട് അറിയാമെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. നോക്കി, അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനീഷ്യ ഞാൻ കണ്ടുപിടിക്കുകയാണ്. മൊമെൻറ്റ് ഓഫ് ഇനീഷ്യ ഇതിൻ്റേത് mr²/2 പ്ലസ് ഇതിൻ്റേത് സെക്കൻഡ് വണ്ണിൻ്റെ mr²/2 3/2 mr². ശരിയല്ലേ? അതല്ലേ ആ റിസൾട്ട് നോക്കൂ. അപ്പോൾ ഇതിൻ്റേതും 3/2 mr². അപ്പോൾ 3 + 3 6 + 1 7/2. അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനീഷ്യ നമുക്ക് എത്ര കിട്ടി? 7/2 mr² കിട്ടി. ഇതാണ് മൊമെൻറ്റ് ഓഫ് ഇനീഷ്യ. ഇനി എങ്ങനെയാണ് റേഡിയസ് ഓഫ് ജൈറേഷൻ കണ്ടുപിടിക്കുക? മൊമെൻറ്റ് ഓഫ് ഇനീഷ്യനെ നമുക്ക് എപ്പോഴും എങ്ങനെ എഴുതാൻ പറ്റും? mk² എന്ന് എഴുതാൻ പറ്റും. mk². നോക്കൂ, നമ്മൾ റേഡിയസ് ഓഫ് ജൈറേഷൻ k ആണ് റേഡിയസ് ഓഫ് ജൈറേഷൻ, mk². ദാറ്റ് ഈസ് വാട്ട് ദ മൊമെൻറ്റ് ഓഫ് ഇനീഷ്യ. പക്ഷേ ഇവിടെ എഴുതേണ്ട ഒരു കാര്യമുണ്ട്. m എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ മാസാണ് എഴുതേണ്ടത്. 3m എഴുതണം. ഓക്കെ, അപ്പോൾ 3mk² ഈസ് ഈക്വൽ ടു മൊമെൻറ്റ് ഓഫ് ഇനീഷ്യ I എന്ന് എഴുതണം. അപ്പോൾ 3mk² ഈസ് ഈക്വൽ ടു മൊമെൻറ്റ് ഓഫ് ഇനീഷ്യ 7/2 mr² ആണ് വന്നത്. ഈ എമ്മും വെട്ടിപ്പോയി, k ആണ് വേണ്ടത്. k എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 7/6 r². സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ √7/6r എന്ന് കിട്ടും. √7/6r. ഇങ്ങനെ ഒരു ആൻസർ ഇല്ലേ? ഓ, ഇതിൽ ഓപ്ഷൻ തന്നിട്ടില്ല. ദിസ് ഈസ് വാട്ട് യു ആർ ഗോയിങ് ടു ഗെറ്റ്. √7/6r. ദാറ്റ് ഈസ് ദ മൊമെൻറ്റ് ഓഫ് റേഡിയസ് ഓഫ് ജൈറേഷൻ. മൊമെൻറ്റ് ഓഫ് ഇനീഷ്യ ചോദിച്ചതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. മൊമെൻറ്റ് ഓഫ് ഇനീഷ്യ ചോദിച്ചെങ്കിൽ. റേഡിയസ് ഓഫ് ജൈറേഷൻ ആണെങ്കിൽ പ്രൊസീഡ് ചെയ്യണം. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, mk². I = mk² എന്നുള്ളത് m എന്ന് പറയുന്നത് ടോട്ടൽ മാസ് ഓഫ് ദ സിസ്റ്റമാണ്. ഇവിടെ ടോട്ടൽ മാസ് m + m 3m ആണ്. അത് കെയർ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആൻസറിൽ എത്താൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കൂ, 21 ക്വസ്റ്റ്യൻ. മൊമെൻറ്റ് ഓഫ് ഇനീഷ്യ ഓഫ് എ റോഡ് അബൌട്ട് ആൻ ആക്സസ് ത്രൂ ഇറ്റ് സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ് ഈസ് 1/12. ഒരു റോഡ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഇമാജിൻ അബൌട്ട് എ റോഡ്, ഒരു റോഡ്, ആ റോഡിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനീഷ്യ അബൌട്ട് ആൻ ആക്സസ് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചോളൂ. എങ്ങനെ? ആക്സസ് ഈസ് കമ്മിങ് ടുവേഴ്സ് യു. ഇതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് ആലോചിച്ചു, ഒമേഗ. അപ്പോൾ ഇതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനീഷ്യ എത്രയാണ്? ml² /12 ആണെന്ന് നമുക്കറിയാം.
ml square by 12 when it rotates like this. ഇനി എന്താ ചെയ്തേ? The rod is bent in the middle so that two halves makes an angle 60. ഇനി ഈ റോഡിനെ ബെൻഡ് ചെയ്യുന്നു. ഇതാ ഈ റോഡിനെ ബെൻഡ് ചെയ്താൽ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇങ്ങനെ ബെൻഡ് ചെയ്യുന്നു, ഇങ്ങനെ ഈ റോഡിനെ ഇങ്ങനെ ബെൻഡ് ചെയ്തു. എന്നിട്ട് അബൌട്ട് ദ സെയിം ആക്സിസ്. ഓക്കെ, ഇത് L/2 മാസിന് മാറ്റിയിട്ടില്ല. പക്ഷേ നോക്കിയേ, ഇതിൻ്റെ മാസ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് റെസ്പെക്ട് ടു സെൻറ്റർ ഓഫ് മാസ് മാറിയിട്ടുണ്ടോ? ഈ ഒരു മാസ് എടുക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു പോയിൻ്റ് എടുക്കുക. ലെറ്റ് മീ ടേക്ക് ഈ ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുക്കുക. ഇത് DM ആയിക്കോട്ടെ, DM ഇത് R ആയിക്കോട്ടെ. ഈ DM മാസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനീഷ്യ എന്താണ്? dmr² ആണ് അല്ലേ? dmr² ഇതിൻ്റെ. അതുപോലെ ഇവിടെയും നിങ്ങൾ അതേ മാസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മാസ് മാറിയിട്ടില്ല, അതിൻ്റെ ഡിസ്റ്റൻസ് ആറും മാറിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനീഷ്യ dmr² തന്നെയാണ്. ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴല്ലേ ആക്ച്വലി മൊമെൻ്റ് ഓഫ് ഇനീഷ്യ ഓഫ് ദ റോഡ് കിട്ടുക. എന്ന് പറഞ്ഞാൽ എബൌട്ട് ദി ആക്സിസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് ഡിഡ് നോട്ട് ചേഞ്ച്. അതുകൊണ്ട് മൊമെൻ്റ് ഓഫ് ഇനീഷ്യയും ചേഞ്ച് ചെയ്യല. ഇങ്ങനെ ബെൻഡ് ചെയ്താലും മൊമെൻ്റ് ഓഫ് ഇനീഷ്യ എന്തായിരിക്കും? ml²/12 തന്നെയായിരിക്കും. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ചേഞ്ച്. ml²/12. ആൻസർ ഈസ് ദിസ്. ഓക്കെ, ഇതിനെ എങ്ങനെ ബെൻഡ് ചെയ്താലും 90ൽ ബെൻഡ് ചെയ്താലും 120ൽ ബെൻഡ് ചെയ്താലും എബൌട്ട് ദ ഒറിജിൻ, എബൌട്ട് ദ സെൻറ്റർ ബെൻഡ് ചെയ്താൽ ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനീഷ്യ ഈസ് നോട്ട് ഗോയിങ് ടു ചേഞ്ച്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബോഡി ഓഫ് മാസ് m ഈസ് ടേക്കൺ ഫ്രം എർത്ത് സർഫസ് ടു എ ഹൈറ്റ് ഈക്വൽ ടു ടോയ്സ് ദ റേഡിയസ്. ഹൈറ്റ് ടോയ്സ് ദ റേഡിയസ്, ദ എർത്ത്, ദ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, ഒന്ന് നോക്കിയേ, ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. എവിടുന്ന് എങ്ങോട്ടാണ് ബോഡിയെ എടുത്തതെന്ന് നോക്കിയേ. സ്റ്റിൽ ടൈം ഈസ് ദെയർ. ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ ബോഡിയെ നമ്മളിതിൻ്റെ സർഫസിൽ നിന്ന്, ഇതാണ് എർത്തെന്ന് വിചാരിച്ചു. ആദ്യമേ ബോഡി ഇവിടെയായിരുന്നു, m ഇവിടെയായിരുന്നു, റേഡിയസ് r. ഇതിനെ നമ്മൾ എത്ര ഹൈറ്റിലാണ്? ടോയ്സ് ദ h 2r ഹൈറ്റിലേക്ക് എടുത്താൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എത്ര എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജിയെ ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി എന്നും ഇവിടുത്തെ ഇനീഷ്യൽ എന്ന് വിളിച്ചോ. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഫൈനൽ മൈനസ് ഇനീഷ്യൽ. ΔU ഈസ് ഈക്വൽ ടു U ഫൈനൽ മൈനസ് U ഇനീഷ്യൽ. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാം, -gmm/r. r എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള r, 3r. gmm/r ഇത് ഫൈനൽ മൈനസ് ഇനീഷ്യൽ മൈനസ് gmm/r. r എന്ന് പറഞ്ഞാൽ r തന്നെ, r. ഇതാണ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഇത് പോസിറ്റീവ് ആവും. നമുക്കൊരു കാര്യം ചെയ്യാം, gmm/r കോമൺ ഔട്ട് ചെയ്യാം. എന്നിട്ട് നമുക്കിത് പോസിറ്റീവ് ആയത് 1 മൈനസ് 1/3. ഇത് എത്ര കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയാം. 1 മൈനസ് 1/3 2/3 എന്ന് കിട്ടും. അപ്പോൾ വാട്ട് യു ആർ ഗോയിങ് ടു ഗെറ്റ് ഈസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഈസ് 2/3 gmm/r. ഇനി gm എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നിങ്ങൾ ഡിറൈവ് ചെയ്യുമ്പോൾ g ഈസ് ഈക്വൽ ടു gm/r² എന്നാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് നമുക്ക് കിട്ടുക. അപ്പോൾ gmനെ gr² എന്ന് എഴുതാം. ഈ gmനെ gr² എന്ന് എഴുതുകയാണെങ്കിൽ വാട്ട് ആർ യു ഗോയിങ് ടു ഗെറ്റ്? ലെറ്റ് മീ റൈറ്റ് ദ ഫൈനൽ റിസൾട്ട്. 2/3 mgr. r² നീ 6 പോവുമല്ലോ, 2/3 mgr എന്ന് ആൻസർ കിട്ടും. 2/3 mgr. 2/3 mgr. അങ്ങനെ ആൻസർ ഉണ്ടോ എന്ന് നോക്കി. ഹിയർ ഇറ്റ് ഈസ് 2/3 mgr. ആൻസർ ഈസ് ദെയർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇക്വേഷൻ അറിയാമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസറിലെത്താൻ പറ്റും, വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ സാറ്റലൈറ്റ് ഓഫ് മാസ് m റിവോൾവിംഗ് അറൌണ്ട് ദ എർത്ത് of mass m in a circular orbit of radius r has angular moment L. Rate of area swept by the line joining the center of the earth and satellite. Aerial velocity dA by rate of area swept എന്ന് പറയുന്നത് ഏരിയൽ വെലോസിറ്റിയാണ്. dA/dt ഏരിയൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ കോൺസ്റ്റൻ്റ് എന്താണെന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു L/2m. ദിസ് എ വെൽ നോൺ റിസൾട്ട്, നിങ്ങളുടെ NCERT-ലും തന്നിട്ടുണ്ട്. L/2m. Aerial velocity is equal to dA/dt is equal to L/2m. L/2m. ഇതെല്ലാവർക്കും അറിയാവുന്ന റിസൾട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. L/2m is the answer. Rate of area being swept is L/2m. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 24th question. Depth at which the value of acceleration due to gravity is 1/n times the value on the surface is. ഇത് d ഡെപ്തിലെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു.
G, acceleration due to gravity at a depth d is equal to G, which is on the surface, minus 1 minus d by r. ഇത് വെൽ നോൺ ആയിട്ടുള്ള എല്ലാവരും അറിയുന്ന റിസൾട്ടാണ്. ഇനി ഈ ജി ഡി എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 1/n ടൈംസ് ജി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ജി ഡിക്ക് പകരം ഞാൻ എന്തെഴുതുന്നു? ഇതിനെ ഞാൻ G/n എന്ന് എഴുതുന്നു. G/n എന്ന് എഴുതി രണ്ടിടത്തുനിന്ന് ജി വെട്ടിക്കളയുന്നു. എന്നിട്ട് 1/n അപ്പുറം കൊണ്ടുവന്നു, d/r ഇപ്പുറം കൊണ്ടുവന്നു. d/r ഈക്വൽ ടു 1 അവിടെ ഓൾറെഡി ഉണ്ട്, ഇവിടുന്ന് പോകുന്ന 1/n. അതെന്താ 1 മൈനസ് 1/n എന്ന് പറഞ്ഞാൽ n മൈനസ് 1 ഡിവൈഡഡ് ബൈ n. ഇനി r അപ്പുറം പോവുകയാണെങ്കിൽ d നിങ്ങൾക്ക് കിട്ടും n മൈനസ് 1 ഡിവൈഡഡ് ബൈ n ഇൻറ്റു r എന്ന് കിട്ടി. n മൈനസ് n ഡിവൈഡ് ബൈ r. അങ്ങനെയുണ്ടോ? r ഇൻറ്റു n മൈനസ് 1 ബൈ n. ഹിയർ ഇറ്റ് ഈസ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ 25 ക്വസ്റ്റ്യൻസ് റെഡി ആക്കിയിട്ടുള്ളൂ, അതുകൊണ്ട് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. A satellite of mass m is circulating around Earth with constant angular velocity. ഒരേ angular velocity എന്ന് പറഞ്ഞാൽ okay, if the radius of the orbit is r0, mass of the Earth is m, angular momentum about the center of the Earth. Angular momentum എത്രയാണെന്നാണ് ചോദ്യം. ഇത് ഒരു ഓർബിറ്റ് ആണെന്ന് വിചാരിക്കുക, ഇത് അതിൻ്റെ സെൻറ്റർ എർത്താണെന്ന് വിചാരിക്കുക. എർത്തിന് ചുറ്റും ഒരു സാറ്റലൈറ്റ് ഇങ്ങനെ റിവോൾവ് ചെയ്യുകയാണ്. r0 റേഡിയസിൽ. r0, ദിസ് ഈസ് r0 ആൻഡ് സാറ്റലൈറ്റ് ഈസ് മൂവിങ് വിത്ത് വെലോസിറ്റി, ഓർബിറ്റൽ വെലോസിറ്റി v0, മാസ് ഓഫ് ദ സാറ്റലൈറ്റ് ഈസ് m. ഓക്കെ, നമുക്കിതിൻ്റെ ആംഗുലാർ മൊമെൻറ്റം വേണം എബൌട്ട് ദ സെൻറ്റർ ഓഫ് ദ എർത്ത്. മാസ് ഓഫ് ദ എർത്ത് ഈസ് ക്യാപിറ്റൽ ലെറ്റർ m. ഓക്കെ, ആംഗുലാർ മൊമെൻറ്റം ബൈ ഡെഫിനിഷൻ ഈസ്, ആംഗുലാർ മൊമെൻറ്റം ഈസ് ലീനിയർ മൊമെൻറ്റം ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ലീനിയർ മൊമെൻറ്റം നിങ്ങൾക്കറിയാം, ഞാൻ അതിൻ്റെ ഓക്കെ ലീനിയർ മൊമെൻറ്റം എം v0 ആണെന്ന് അറിയാമല്ലോ, ഞാൻ ഡയറക്റ്റ് എഴുതാൻ പോവാം. ലീനിയർ മൊമെൻറ്റം എം ഓർബിറ്റൽ വെലോസിറ്റി എം v0, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ r0. ഇനി v0 r0 ആയിട്ട് ബന്ധമുണ്ട്, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഓർബിറ്റൽ വെലോസിറ്റി, ലെറ്റ് മീ റൈറ്റ് ഹിയർ, ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് എ സാറ്റലൈറ്റ് ഈസ് ഈക്വൽ ടു √gm/r0 എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇവിടെ r0 എന്ന് എഴുതണം. അതിവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദ സാറ്റലൈറ്റ് √gm, ദിസ് m ഈസ് മാസ് ഓഫ് ദ എർത്ത്, ഡിവൈഡഡ് ബൈ ഓർബിറ്റൽ റേഡിയസ് വിച്ച് ഈസ് r0 ടൈംസ് r0. ഇനി ഇതിനെ സ്ക്വയർ ചെയ്ത് ഉള്ളിലിടുകയാണെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു m√gm/r0. അപ്പം ആംഗുലാർ മൊമെൻറ്റം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു √r0 ആണ്, നോട്ട് ഡയറക്ട്ലി പ്രൊപ്പോസ് ടു r0. ഇവിടെ നോക്കി, ആംഗുലാർ മൊമെൻറ്റം ഡയറക്ട്ലി പ്രൊപ്പോസ് ടു r0 എന്ന് പറയരുത്, കാരണം v0 ഡിപ്പെൻഡ്സ് ഓൺ r0. v0യിൽ r0 ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പം v0 ഇസ് നോട്ട് എ കോൺസ്റ്റൻറ്റ് ഹിയർ. ദെയർഫോർ m v0 r0 കണ്ടിട്ട് ആംഗുലാർ മൊമെൻറ്റം ഡയറക്ട്ലി പ്രൊപ്പോസ് ടു r0 എന്നല്ല പറയേണ്ടത്. ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. ആംഗുലാർ മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോസ് ടു √r0. നമുക്ക് ഇക്വേഷനാണ് വേണ്ടത് അല്ലേ? m√gm, where is that? m√gm/r0. Here is the answer. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കഷൻ ഇവിടെ നിർത്തുകയാണ് തൽക്കാലത്തേക്ക്. ഇനി കെമിസ്ട്രി കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. മാത്സ് ആയിരിക്കും, കെമിസ്ട്രി അല്ല, ഇനി മാത്സ് ആയിരിക്കും അടുത്ത സെഷൻ ഉണ്ടാകുക. അപ്പോൾ എല്ലാവരും ലൈവിൽ തുടരുക. സാറ് മാത്സിലെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുള്ളത്. എല്ലാവരും കീമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. കാരണം കീമിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. മാത്സിന് നിങ്ങൾക്ക് അറിയാമല്ലോ, ഫിസിക്സും കെമിസ്ട്രിയും കഴിഞ്ഞും കൂടുതൽ ക്വസ്റ്റ്യൻസ് മാത്സിനായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് മാത്സിൻ്റെ ക്ലാസ് ഒരിക്കലും മിസ് ചെയ്യാണ്ടിരിക്കുക. സാർ ഇപ്പം തന്നെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. താങ്ക്
Welcome dear students. Today we can discuss our mathematical problems. വളരെ നല്ല കുറേ ചോദ്യങ്ങളാണ് നമ്മുടെ ഡിസ്കഷൻ ഉള്ളത്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമുക്ക് മാത്സിന് സാറ് പറഞ്ഞതുപോലെ മാത്തമാറ്റിക്സിന് ഒരുപാട് ചോദ്യങ്ങൾ ഉള്ളതുകൊണ്ട് നിങ്ങൾക്കൊരു സെപ്പറേറ്റ് പേപ്പർ ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നമുക്കിവിടെ നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഡൊമെയിൻ ഓഫ് ദ ഫംഗ്ഷനാണ്. ഈ ഡൊമെയിൻ ചോദിക്കുമ്പോൾ ഉള്ള കാര്യം വെച്ചാൽ ഇതിൻ്റെ പവർ ഉണ്ട് 3/2. 3/2 എന്ന് പറയുമ്പോൾ ആക്ച്വലി സ്ക്വയർ റൂട്ട് ഓഫ് സം ക്യൂബാണ്. അപ്പോൾ ഈ ക്യൂബ് ഒരു പ്രോബ്ലം അല്ല, ഈ സ്ക്വയർ റൂട്ട് ഒരു പ്രോബ്ലമാണ്. കാരണം ഇതിൻ്റെ അകം പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഡിഫൈൻ ചെയ്യുള്ളൂ. So we can easily put them x square minus 2x minus 63 should be greater than 0 will provide the different values of x. ഇതാണ് കിട്ടുക. അന്നേരം തന്നെ ഫാക്ടറൈസ് ചെയ്ത് നോക്കി. x minus 9 into x plus 7 is greater than 0 ആണ്. വേവിക്കർ മെത്തേഡ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ we can see there are minus 7 and 9. ഇത് രണ്ടുമാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ നമ്മൾ റൈറ്റ് ഹാൻഡ്, ഇത് 9 അപ്പുറത്തുള്ള 10 കൊടുത്താലേ പോസിറ്റീവ് ആവുള്ളൂ. ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ് ഇടും. സോ ദിസ് ടു ആർ ഫിസിക്കൽ വാല്യൂ. സോ ഇറ്റ് ഇസ് minus infinity and is infinity. So we can see the second option be the correct answer for that problem. വളരെ സിമ്പിളാണ്. പക്ഷേ നമുക്ക് ആ ക്യൂബ് അല്ലെ 3/2 എന്ന് കാണുമ്പോൾ ഒന്ന് പേടിക്കാൻ സാധ്യതയുണ്ട്. പേടിക്കേണ്ട, ഇത് നമ്മളെ സംബന്ധിച്ച് ആ പോസിറ്റീവ് വാല്യൂസ് തന്നെ കൊടുത്ത് ചെയ്താൽ മതിയാവും. Now come to the second question. That is actually 1 minus 2 cos 3x. ഇവിടെ ഇച്ചിരി ശ്രദ്ധിച്ചോണം. ഈ cos 3xൻ്റെ വാല്യൂ നിങ്ങൾക്കറിയാൻ പറ്റുന്നതാണ്. cos 3x is less than or equal to 1 and more than or equal to -1 ആണ്. നമുക്ക് വേണ്ടത് റേഞ്ചാണ്. അപ്പോൾ അതിൽ ഈ ഇതിൻ്റെ കൂടെ നമ്മൾ -1 മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 1 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു മൈനസ് കോസ് 2x ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു -1. എന്നൊക്കെ ഞാനിവിടെ -1 കൊണ്ട് ഗുണിച്ചപ്പോൾ ഇതിൻ്റെ ഇനിക്വാളിറ്റി ഒന്ന് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ -1 ഉണ്ടാവും, ഇവിടെ -1 ഇങ്ങനെ. ഇനി നോക്കി നമുക്ക് ആഡ് ചെയ്യാനുള്ള 2 ആണ്. So adding 2 plus 1 greater than equal to 2 minus cos 3x is greater than equal to 2 minus 1 now. So we can see this will be 3 greater than equal to 2 minus cos 3x greater than equal to 1 ആണ്. Now you reciprocaling. അപ്പോൾ again what ഈ പറയുന്ന 1/3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ലെസ് ദാൻ equal to ആകും. So 1/2 minus cos 3x ലെസ് ദാൻ equal to 1 എന്ന് വരും. അപ്പോൾ ഇത് കണ്ടീഷനാണെങ്കിൽ റേഞ്ച് ഈ 1 minus cos 2xൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 1/3യുടെയും 1ൻ്റെയും ഇടയ്ക്കാണ്. ക്ലോസ്ഡ് ഇൻ്റർവലാണ്. നോ പ്രോബ്ലം ഫോർ ദിസ്. അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഇത് 1ൽ കൂടുതൽ അല്ലെങ്കിൽ കുഴപ്പമുണ്ടാക്കും, താഴെ 0 ആയി പോകും. ഉണ്ടോ? ഇപ്പോൾ 1 ഇത് ഈ 2നേക്കാൾ ലെസ് ദാൻ 1 ആണെങ്കിൽ cos 3x 1 ആകുന്ന സിറ്റുവേഷനിൽ 1/0 വരും. അത്തരം ചോദ്യങ്ങൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് സാധാരണ ഇതിൽ കണ്ടേക്കുന്ന ഇത്തരം ചോദ്യങ്ങളാണ്. എന്നാൽ അതല്ലാതെ വന്നു കഴിഞ്ഞാൽ നോട്ടുകൾ 0 നടത്തിയിട്ട് ഇൻഫിനിറ്റി സ്റ്റേജിലോട്ട് വീണ്ടും സബ്ഡിവൈഡ് ചെയ്യേണ്ടി വരും എന്ന് മാത്രം ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 2 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2 കണ്ടീഷൻസാണ്. ഒന്ന്, ഈ ഒരു എഫ് പറഞ്ഞിട്ട് ആ f(x) -f(x) ആകുമ്പം ഉണ്ടാകുന്ന എസ്സിൽ എത്ര സൊല്യൂഷൻസ് ഉണ്ടെന്നാണ്. ഇവിടെ നമുക്കൊരു കുഴപ്പം വെച്ചാൽ f(x) ഫൈൻഡ് ചെയ്യേണ്ടി വരും. സോ f(x) പ്ലസ് 2 ഇൻറ്റു f(1/x) is equal to 3x ആണ്. ഇവിടെ നമ്മൾ വരുന്നത് എക്സും 1/x ആണ്. നിങ്ങൾ ആ എക്സിന് തന്നെ ഒന്നും കൂടി എന്താ എക്സ് നോട്ട് ഈക്വൽ 0 എന്ന് അവർ എടുത്ത് പറഞ്ഞേക്കുന്നുണ്ട്. വി ക്യാൻ റീപ്ലേസ് ദാറ്റ് എക്സ് ടുവേഴ്സ് വാട്ട് 1/x. അങ്ങനെ കൊടുക്കുമ്പോൾ ഇത് f(1/x) ആയിട്ട് മാറും. പ്ലസ് 2 ഇൻറ്റു f(1/1/x) എന്ന് പറഞ്ഞാൽ എക്സ് വരികയും ചെയ്യും. ദാറ്റ്സ് ഈക്വൽ 3/x ആയിട്ട് മാറും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഈ 1/f(x) നമുക്ക് ഈസി ആയിട്ട് കളയാം. എന്ത് ചെയ്യണം? ഇതിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതങ്ങ് സബ്ട്രാക്ട് ചെയ്ത് കളഞ്ഞാൽ മതി. സോ ഐ ജസ്റ്റ് മൾട്ടിപ്ലൈ ദിസ് വിത്ത് 2. So 4f(x) പ്ലസ് 2f(1/x) ഞാൻ മൾട്ടിപ്പിൾ ആയിട്ട് തിരിച്ചെഴുതി. 2 into 4 this and this we can replace as 6/x എന്നാണ് കിട്ടുക. Now this is equation 1 and that is equation number 2. When you subtract both, നോക്കി ഇവിടുന്ന് കുറച്ച് നോക്കി, ഇവിടുന്ന് ഇത് കുറച്ചാൽ 3f(x) ആണ്. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യും. അതിനുവേണ്ടി നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് റൈറ്റ് സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് 6/x minus 3x ആണ്. So we can easily dividing by 3 will provide what is our f(x). So f(x) is equal to 2/x minus x. Then what is f of minus x? It is equal to minus 2/x plus x എന്ന് വരും. ഇനിയാണ് നമ്മുടെ എസ് പറഞ്ഞേക്കുന്നത്. എസ് പ്രൊവൈഡ് ദാറ്റ് f(x)ഉം f(x) മൈനസ് എക്സും ആകുന്ന സെറ്റ് ഓഫ് വാല്യൂസിനെയാണ് എസ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് എത്ര വാല്യൂസ് ഉണ്ടെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് 2/x minus x is equal to minus 2/x plus x എന്നാണ്. സോ സോൾവ് ദം. എന്ത് ചെയ്താൽ മതി? ഈ -x ഷിഫ്റ്റ് ചെയ്യണം. -2/x ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ 2/x പ്ലസ് 2/x is equal to x plus x എന്ന് വരും. ഇതാ വരുന്നത്. So we can see whenever you solving them, this will be the form
ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആണ്, റൈറ്റ് സൈഡ് എഫ് ഓഫ് മൈനസ് എക്സ് ആണ്. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കി, 4/x ഈസ് ഈക്വൽ ടു 2x എന്നാണ്. ദർഫോർ we can see it is a 4 is equal to 2x square ആണ്, which implies that x square is equal to 4 ആണ്. അവിടെ x 2 ആണ്. സോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ പ്ലസ് ഓർ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട്. നമുക്ക് ഈ വാല്യൂ ഒന്നും കാണാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഈ എക്സ് ഇസ് ഈക്വൽ പ്ലസ് ഓർ മൈനസ് റൂട്ട് 2 ആണ്. ഇത് ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അവിടെ ഈ പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 പറയുന്നുണ്ട്, അത് നമുക്ക് പ്രശ്നമല്ല. അപ്പോൾ ഒരു കാരണവശാലും 0 നമുക്ക് എടുക്കാവുന്നതല്ല, പക്ഷേ വന്നിട്ടില്ല പ്ലസ് ഓർ മൈനസ് 2. സോ എക്സാക്ട്ലി 2 എലമെൻറ്റ്സ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷൻ കറക്റ്റാണ്. അതുകൊണ്ട് ഈ കിടക്കുന്ന ഓപ്ഷൻ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. ഇതാണ് അതിലെ കണ്ടീഷൻ. പക്ഷേ ഒരു നല്ല പ്രോബ്ലമാണ്. നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സോൾവ് ചെയ്യണം. അതിനുശേഷം അതിനെ ഒന്നും കൂടി ട്വിസ്റ്റ് ചെയ്തിട്ട് എക്സും എഫ് ഓഫ് എക്സും കൂടി എഫ് ഓഫ് മൈനസ് എക്സ് എക്സും കൂടി ഇക്വേറ്റഡ് എക്സിനെ സോൾവ് ചെയ്തിട്ട് അതിൻ്റെ കൗണ്ട് എടുക്കുന്ന പണിയാണ്. ചിലപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എക്സ് സ്ക്വയർ പ്ലസ് 1 = 0 എന്നൊക്കെ കിട്ടിയേക്കാം. അങ്ങനെ നോ സൊല്യൂഷൻ ആകാം. അത് ശ്രദ്ധിച്ചോണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ ഒരു ഫംഗ്ഷൻ്റെ പ്രോബ്ലമാണ്. എഫ് ഓഫ് എക്സ് 9/6 വളരെ യൂസ്ഡ് ആയിട്ട് നമ്മുടെ JEEMൻ്റെ ഒക്കെ കഴിഞ്ഞ തവണത്തെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്തരം ചോദ്യങ്ങൾ ഇതിൻ്റെ പാറ്റേൺ ആയിട്ട് വരുന്ന ചോദ്യമുണ്ട്. ഇതൊരു ന്യൂമറിക്കൽ ടൈപ്പായിട്ടാണ് കാരണം ബിക്കോസ് വാട്ട് ഇസ് ആൻസർ ഫോർ എഫ് ഓഫ് എക്സ് ആൻഡ് എഫ് ഓഫ് 1 - x എന്നാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നോക്കി എഫ് ഓഫ് 1/2 എടുക്കുക, അല്ലെങ്കിൽ എഫ് ഓഫ് 1/3 എടുക്കുകയാണെങ്കിൽ പ്ലസ് എഫ് ഓഫ് 2/3 ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും. ഇതാണ് എൻ്റെ സമ്മിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഇതേപോലുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ അവർ ഫ്രെയിം ചെയ്തിട്ടാണ് ഞാൻ കണ്ടുവെക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കതൊന്നും വേണ്ട. വാട്ട് ഇസ് എഫ് ഓഫ് എക്സ് ആൻഡ് എഫ് ഓഫ് 1/x എന്നാണ്. എഫ് ഓഫ് എക്സ് നമ്മൾ നോക്കിയാൽ 9/x ഡിവൈഡ് ബൈ 9/x പ്ലസ് 3 ആണ്. ഇനി എഫ് ഓഫ് 1 - x എടുത്താലോ, വാട്ട് ഇസ് എഫ് ഓഫ് 1 - x? 9/1 - x ഡിവൈഡ് ബൈ 9/1 - x പ്ലസ് 3 ആണ്. അപ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് ഇൻഡെക്സ് റൂൾ യൂസ് ചെയ്താൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 9 ഡിവൈഡ് ബൈ 9/x ഡിവൈഡ് ബൈ 9/9/x പ്ലസ് 3 ആണ്. സോ യു മേക്ക് ദർ LCM as 9/9/x ഡിവൈഡ് ബൈ 9 പ്ലസ് 3 ഇൻറ്റു 9/x ഡിവൈഡ് ബൈ 9/x. അപ്പോൾ ഇത് രണ്ടും കട്ടായി പോകും. അതാണ് എൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ 9 ഡിവൈഡ് ബൈ ന്യൂമറേറ്ററിൽ താഴെ 9 പ്ലസ് 3 ഇൻറ്റു 9/x ആണ്. അപ്പോൾ ഒരു 3 നമുക്ക് കോമൺ ആക്കി എടുത്തിട്ട് അതും ക്യാൻസൽ ചെയ്യുമ്പോൾ 3 പ്ലസ് 9/x വരും. ഇത്തരം ചോദ്യങ്ങളുടെ ഒരു പ്രത്യേകത തന്നെ അതാണ്. എന്താ പ്രത്യേകത നോക്കി, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 9/x ഡിവൈഡ് ബൈ 3 പ്ലസ് 9/x അല്ലെങ്കിൽ തിരിച്ചാണെങ്കിൽ എഫ് ഓഫ് 1 - x അതിൻ്റെ 3 ഡിവൈഡ് ബൈ 3 പ്ലസ് 9/x ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്, ഡിനോമിനേറ്റർ ഇതിങ്ങനെ എ പ്ലസ് ബി ആണെങ്കിൽ മുകളിൽ എ വരും ആദ്യമെങ്കിൽ 1 - x ആയാൽ ബി വരും. എന്നിട്ട് ഇങ്ങനെ ഒരു ജനറൽ ഫോമിലോട്ട് എത്തുന്നതാണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു എ ബൈ എ പ്ലസ് ബി ആണെങ്കിൽ ആഫ്റ്റർ കമ്മ്യൂണിക്കേറ്റിംഗ് ദിസ് ടൈപ്പ് എക്സ്പ്രഷൻ 1 - x അല്ലെങ്കിൽ എന്താണോ അവർ പറയുക അത് ബി ബൈ എ പ്ലസ് ബി പോലെ മാറ്റപ്പെടുന്ന പ്രോബ്ലമാണ്. സോ വെൻ യു ആഡിങ് ദം ഇറ്റ് വിൽ ഗിവ് യു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് 1 - x നിങ്ങൾ സം ചെയ്ത് കഴിയുമ്പം എ പ്ലസ് ബി ഡിവൈഡ് ബൈ എ പ്ലസ് ബി എന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു 2ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ടോ എന്നിട്ട് ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. നമുക്ക് ആവശ്യമില്ലാത്ത എക്സിൻ്റെ ടൈം വിട്ട് കഴിഞ്ഞിട്ട് ഒരു സ്റ്റഡി ആയിട്ടൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന പാറ്റേൺ ആണിത്. അതുകൊണ്ട് ഈ പാറ്റേൺ പഠിച്ചു വെച്ചാൽ ഏത് ചോദ്യം ചോദിച്ചാലും നമുക്ക് ആ പാറ്റേൺ വരുന്ന എല്ലാം നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. സോ ഹിയർ വെൻ യു ആഡ് ദം എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് 1 - x എടുത്തു കഴിഞ്ഞാൽ 9/x പ്ലസ് 3 ന്യൂമറേറ്റർ ഇത് രണ്ടും കൂടി സം ചെയ്യണം. ഡിനോമിനേറ്ററിന് സെയിം ആണ്, 9/x പ്ലസ് 3 ആണ്. സോ വി ക്യാൻ ക്യാൻസൽ ടു ഗിവ് 1 ആണ്. അപ്പോൾ അതിൻ്റെ ന്യൂമറിക്കൽ മെത്തേഡ് ആകുമ്പോൾ അതിൻ്റെ ആൻസർ 1 എന്ന് എഴുതി അത് ഫിക്സ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഐ ഗോ ടു ദ നെക്സ്റ്റ് പ്രോബ്ലം. ഇതുണ്ടോ എഫ് മാപ്സ് n to n നാച്ചുറൽ നമ്പറിൽ നിന്ന് നാച്ചുറൽ നമ്പറായിട്ടുള്ള ഫംഗ്ഷനാണ്. ഇവിടെയും എഫ് ഓഫ് എക്സ് പ്ലസ് വൈ എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് വൈ ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് 6 18 ആണെങ്കിൽ എഫ് ഓഫ് 2 എഫ് ഓഫ് 3 കൂടിയാണ് കാണേണ്ടത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഒന്നുകിൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക, രണ്ട് രീതി ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇത് ലീനിയർ എക്സ്പ്രഷനാണ്. സം ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് എപ്പോഴും ഒരു എ എക്സ് എന്നുള്ള ഫോമിലായാൽ മാത്രമേ പറ്റുള്ളൂ. കാരണം എഫ് ഓഫ് വൈ എടുത്താൽ നിങ്ങൾ നോക്കി എ വൈ വരും. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് വൈ എന്ന് പറയുന്നത് എ ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്നാണ്. അപ്പോൾ നമുക്ക് എ എന്ന് പറയുന്നത് എ എക്സ് എന്ന് പറയുന്നത് ഒരു എഫ് ഓഫ് എക്സ് ആണ്. അത് രണ്ടും കൂടി കൂട്ടി. പക്ഷേ നിങ്ങൾ നോക്കി വാട്ട് ഇസ് ദ സെയിം എക്സ്പ്രഷൻ വിത്ത് എഫ് ഓഫ് എക്സ് പ്ലസ് വൈ. എഫ് ഓഫ് എക്സ് പ്ലസ് വൈ കണ്ടാൽ എ ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് എഴുതേണ്ടി വരും. അങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ അത് എ എക്സ് പ്ലസ് എ വൈ ആണ്. ഇതിനെയാണ് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് വൈ. ഇത് ഫങ്ഷണൽ ഇക്വേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ലെഫ്റ്റ് സൈഡിൻ്റെ ഡിഗ്രി നിങ്ങൾ നോക്കുകയാണെങ്കിൽ എക്സ് പ്ലസ് വൈക്ക് 1 ആണ് ഡിഗ്രി രണ്ട് വേരിയബിളിൻ്റെയും. ഇവിടെ റൈറ്റ് സൈഡ് വന്ന എക്സ്പ്രഷൻ 1 ആണെങ്കിൽ ദാറ്റ് ഷുഡ് ബി എ ലീനിയർ എന്നാണ്. ലീനിയറിൻ്റെ ഏറ്റവും സിമ്പിളസ്റ്റ് ഫോമാണ് എക്സ്. കാരണം കോൺസ്റ്റൻറ്റ് ഇവിടെ 2 മൊത്തം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ അൺബാലൻസ്ഡ് ആയി പോകും.
അതുകൊണ്ട് ഇത് കോൺസ്റ്റൻ്റ് ഇല്ലാത്തൊരു എക്സ്പ്രഷൻ തന്നെയാണ് വരിക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഇതുണ്ട്, ഇതിലെ f(0) എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഇപ്പോൾ x = y = 0. അവിടെ 0 എടുക്കാൻ വെച്ചാൽ നാച്ചുറൽ നമ്പർ എന്നുള്ള സിറ്റുവേഷൻ നമുക്ക് പെടാം. അപ്പോൾ അങ്ങനെ റിയൽ നമ്പറാണെങ്കിൽ 0 എടുത്തിട്ട് രണ്ട് സൈഡിൽ കൂടെ f(0) കട്ടായി പോകുന്നത് കാണാം. ഇനി അവിടെ f(6) 18 എന്ന് പറയുമ്പോൾ ആ a നമ്മുടെ കൈ കിട്ടുക. വാട്ട് ഈസ് f(6) = 18 ആണ്. സോ 6a എന്നുള്ളത് 18 ആണ്. അതിൽ നമുക്ക് a 3 എന്ന് കിട്ടും. അങ്ങനെ f(x)നെ 3x എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട f(2) എന്ന് പറഞ്ഞാൽ 6 ആണ്, f(3) എന്ന് പറഞ്ഞാൽ നമുക്ക് 9 ആണ്. സോ ഇതിൻ്റെ പ്രോഡക്റ്റ് 54 ആണ്. പിന്നെ ആൻസർ 54. ഇനി ഇതിപ്പോൾ ഞാൻ തിയറിറ്റിക്കലായിട്ടാണ് പറഞ്ഞു, ഇതല്ലാതെ നിങ്ങൾക്ക് ഈസിയറായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. വേറെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നോക്കി f(x + y) എന്ന് പറയുന്നത് f(x + f(y) എന്നാണ്. അങ്ങനെയാണെങ്കിൽ എക്സിന് നമുക്ക് 1 കൊടുത്താൽ x = y = 1 കൊടുക്കുക. രണ്ടും നമ്മളെ നാച്ചുറൽ നമ്പറാണ്. സോ വി ക്യാൻ ലെഫ്റ്റ് സൈഡിൽ f(2) കിട്ടും. അപ്പോൾ അവിടെ f(1)ഉം f(1)ഉം കൂടി കൂട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 2f(1) എന്ന് കിട്ടി. f(1) നമുക്ക് എത്രയെന്ന് അറിയത്തില്ല, എങ്കിലും നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇനി f(3) വേണമെങ്കിലോ 2 + 1 കൊടുത്താൽ മതി. അത് നമുക്ക് f(2) + f(1) കൊടുക്കാം. അപ്പോൾ f(2) നമ്മൾ ഇതാണ്. ഇപ്പോൾ 2 × f(1) + f(1) ആണ്. ഇത് നമ്മൾ നോക്കിയാൽ 3f(1) ആണ് കേട്ടോ. അപ്പോൾ f(3) എന്ന് പറഞ്ഞാൽ f(3) × f(1) ആണ്. അപ്പോൾ ഇനി അടുത്ത f(4) എടുക്കാം, f(5) എടുക്കാം, അങ്ങനെ ഓരോന്ന് എടുത്താൽ മതി. അതുകൊണ്ട് f(6) എന്ന് പറയാൻ നിങ്ങൾ നോക്കി f(3) + f(3) എന്ന് എടുക്കാം. അപ്പോൾ എന്താ എടുക്കുക? 6 × f(1) ആണ്. ഇപ്പം നമുക്ക് കിട്ടി അല്ലേ? എന്താ f(6) 18 ആണ്. അങ്ങനെയാണെങ്കിൽ f(1) എത്രയാണ്? നമ്മളെ സംബന്ധിച്ച് f(1) എന്ന് പറയുന്നത് 3 ആയിട്ട് കിട്ടും. അപ്പോൾ കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 കൊടുത്തു കഴിഞ്ഞാൽ f(1) 3 ആയി. 2 × 3 6 വരും. 3 എടുത്താൽ 3 × 3 9 വരും. 9 × 3 54 വരും. ഇവിടെ നമുക്ക് ലോജിക്കലി അല്ലാതെ ഈ ഒരു മെത്തേഡിൽ പ്രൊസീഡ് ചെയ്താൽ നമുക്ക് ഉത്തരം എടുക്കാൻ പറ്റും. f(2) x + y അങ്ങനെ എടുത്താൽ 2നെ സ്പ്ലിറ്റ് ചെയ്തു, അവിടെ 3യെ സ്പ്ലിറ്റ് ചെയ്തു, 6നെ സ്പ്ലിറ്റ് ചെയ്യാൻ 3 ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 6. ജനറലി വരുന്നത് ഇതിൻ്റെ മെത്തേഡ് f(n) എന്ന് പറയുന്നത് എപ്പോഴും n ടൈംസ് f(1) എന്നാണ് വരിക. അപ്പോൾ f(6)നെ 6 × f(1) എന്നുള്ള പാറ്റേൺ നമുക്ക് എഴുതി കൊണ്ടുപോകാവുന്നതാണ്. ഇവിടെ കണ്ടോ, f(2) 2f(1) ആണ്, f(3) നമുക്ക് 3f(1) ആണ്. അതുകൊണ്ടാണ് f(n) എന്ന് വരിക. അല്ലെങ്കിൽ f(6)നെ അങ്ങ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇതാണ് ലീനിയർ എക്സ്പ്രഷൻ്റെ ഒരു പ്രത്യേകത. ഇത് വെച്ച് നമ്മൾ ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളവയാണ്. എന്നിട്ട് 1 + i is a root of the equation x² - x + 1 + i = then the other root. അത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എടുക്കാം. എങ്ങനെയാണ്? രണ്ട് രീതി ചെയ്യാൻ പറ്റും. ആൽഫ + ബീറ്റ നമുക്ക് 1 ആണ്. ഒരു ആൽഫ × ബീറ്റ എന്ന് പറയുന്നത് നമുക്ക് 1 - i യുമാണ്. അപ്പോൾ ബീറ്റ കാണാൻ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. ബീറ്റ = 1 - i / ഈ ആൽഫ നമുക്ക് 1 + i ആയിട്ട് കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും? മൾട്ടിപ്ലൈ വിത്ത് കോഞ്ചുഗേറ്റ് എന്നാണ്. ദാറ്റ് ഈസ് = 1 - i × 1 - i / 1 - i × 1 - i. അപ്പോൾ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ 1 - i the whole square / 1 + 1 ആണ്. ഇത് കോഞ്ചുഗേറ്റാണ്. 1 + i 1 - i വിളിച്ചാൽ കോഞ്ചുഗേറ്റ് 2 എന്നാണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ എക്സ്പാൻഡിങ് 1 - 2i - 1 / 2. എന്തുകൊണ്ടാണ് -1? i² - 1 ആണ്. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയിട്ട് -2i / 2 കിട്ടും. സോ വി ക്യാൻ ക്യാൻസൽ യു വിത്ത് -i. ഇത് പ്രോഡക്റ്റ് എടുത്ത് ചെയ്തുകൊണ്ടാണ് ലെങ്തി ആയത്. നിങ്ങൾ ഇതെടുത്താലോ 1 + i + ബീറ്റ 1 എന്നല്ലേ. സോ 1 ഉം 1 ഉം കെട്ടി കഴിഞ്ഞാൽ ബി എത്ര കിട്ടി? -i എന്ന് കിട്ടി. ഇത് മതി, ഏതെടുത്താലും സൈമാണ്, നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അവിടെ നിങ്ങളൊരിക്കലും ലെങ്തി ആയിട്ട് എടുക്കാതെ ഞാനിത് ചെയ്ത് കാണിച്ചാൽ നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ യുക്തിപരമായിട്ട് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചോണം. ഇങ്ങനെ ഒരു റൂട്ട് തന്നാൽ മറ്റൊരു റൂട്ട് കണ്ടുപിടിക്കാൻ. ഇവിടെ ഓർത്തേക്കേണ്ടത് ഈ കോംപ്ലക്സ് റൂട്ട്സ് ആയതുകൊണ്ട് കോഎഫിഷ്യൻസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ എടുക്കേണ്ട. ഇതിൻ്റെ അതേ കണ്ടീഷനിൽ തന്നെ ചെയ്ത് എടുത്തു പോയാൽ നമുക്ക് ആൻസർ എത്തിക്കാവുന്നതാണ്. Now the value of x is such that 3 × 2x minus 2 × 3x plus 2 plus 81 = 0 ആണ്. ഇവിടെ നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. 3x ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാം -2 × ഇതോ ഇവിടെ 3x × 3² plus 81 = 0 എന്ന് കൊടുത്തിട്ട് 3x നിങ്ങളൊരു y എന്ന് സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? y-യുടെ സ്ക്വയർ -2 × ഇത് 9 ആണ്. 9 × y plus 81 = 0 എന്നാണ്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ വളരെ ക്യുക്കായിട്ടൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? y² -2 9y 2 × 9y plus 81 = 0. ഈ 81 എന്നുള്ളത് 9ൻ്റെ സ്ക്വയറാണ്.
അപ്പോൾ ഇത് 2ab എന്നുള്ള ഫോം എടുത്താൽ y മൈനസ് 9 ദ ഹോൾ സ്ക്വയർ ആണ് നമുക്ക് 0 ആവുന്നത്. ഇത് എപ്പോഴാണ് 0 ആവുക? y എന്ന് പറയുന്നത് 0 ആകുമ്പോൾ മാത്രമാണ്. സോ y മൈനസ് 9 = 0 ഓർ y = 9 എന്നാണ് കിട്ടുക. ഇവിടെ y നമുക്കറിയാലോ 3x ഈ 9 ആകണമെങ്കിൽ അത് 3² എടുക്കണം. സോ യു ക്യാൻ സീ ദ ആൻസർ ആസ് 2 എന്ന് കിട്ടും. അതൊരു ഇൻറ്റിജർ ടൈപ്പ് പോലെ നമുക്ക് ആൻസർ എടുക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ആൻസറിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ദ വാല്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് 2 ആയിട്ടാണ് കിട്ടുന്നത്. ഓക്കെ. Now another equation, either if the roots of x square minus 4ax plus b equals 0 are two consecutive odd integers ആണ്. a square minus 4ab എത്ര എന്നാണ് അറിയേണ്ടത്. ഇത് റൂട്ട്സ് എന്ന് പറയുന്നത് ഓഡ് ഇൻറ്റിജർ ആകുമ്പോൾ നമുക്കറിയാൻ പറ്റുന്നതാണ് ആൽഫ പ്ലസ് ബീറ്റ എന്നുള്ളത് എ ആണ്, ആൽഫ ബീറ്റ എന്നുള്ളത് ബിയുമാണ്. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. പക്ഷേ ദേ ആർ കോൺസിക്യൂട്ടീവ് ഓഡ് ഇൻറ്റിജേഴ്സ്. അപ്പോൾ കോൺസിക്യൂട്ടീവ് ഓഡ് ഇൻറ്റിജേഴ്സ് എടുത്താൽ ഒന്ന് n ആണെങ്കിൽ അടുത്തത് n+1 ആണ്, n+2 ആണ്. ഓർത്തേക്കേണ്ടത് ഈ 2n - 1 എഴുതുന്ന കാര്യമേ ഇല്ല. n ഞാൻ എടുത്തൊരു ഓടാണ്, അപ്പോൾ തൊട്ടടുത്ത് n+2 നമ്മൾ എടുത്തു കഴിഞ്ഞാലും കിട്ടും. അതുകൊണ്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ദ നമ്പേഴ്സ് ആർ ഓഡ് നമ്പേഴ്സ് എപ്പോഴും കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ രണ്ടിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ ഞാനെടുത്ത n ഓടാണ്, n ഒരിക്കലും ഈവനായിട്ട് ഞാൻ എടുത്തിട്ടില്ല. സോ n ആൻഡ് n+2 ആർ ദ നമ്പേഴ്സ്. സോ വെൻ യു ആഡ് ദം യു ഗോട്ട് ദാറ്റ് n പ്ലസ് n+2 എന്ന് പറയുന്നത് ഇത് രണ്ടും കൊണ്ട് ഡയറക്റ്റായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. നോക്കി, ദ ഡിഫറൻസ് ഇസ് ആക്ച്വലി വി ക്യാൻ ചൂസ് ഇറ്റ് ആസ് ഇൻ ദ ഫോം ആൽഫ മൈനസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് 4 ആൽഫ ബീറ്റയാണ്. അപ്പോൾ ഇത് കോൺസിക്യൂട്ടീവ് ഡിഫറൻസ് ആയിട്ട് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പറിൻ്റെ ഡിഫറൻസ് എപ്പോഴും 2 ആണ്. സോ വി ക്യാൻ സി ആൽഫ മൈനസ് ബീറ്റ എപ്പോഴും എത്ര ആയിരിക്കും? കോൺസിക്യൂട്ടീവ് ആയതുകൊണ്ട് ഓഡ് നമ്പർ ഇപ്പം 3 ആണെങ്കിൽ അടുത്ത 5 വരും. അപ്പോൾ 5 - 3 2 ആണ്. അപ്പോൾ നമുക്ക് ആൽഫ മൈനസ് ബീറ്റ 2 എന്ന് പിടിച്ചാൽ മതി. അപ്പോൾ ഈ എക്സ്പ്രഷൻ്റെ അകത്ത് 2² = a² മൈനസ് 4ab ആണ്. സോ a² മൈനസ് 4b എന്ന് പറയുന്നത് 4 ആണ്. ഞാൻ ആദ്യം ചെയ്ത പോലെയാണ് വരുന്നതെങ്കിൽ ഇച്ചിരി ലെങ്തി ആയി പോകും. കാരണം n-ഉം n+2 കൊടുത്ത് നിങ്ങൾ ചെയ്ത ലെങ്തിയാണ്. പക്ഷേ നമുക്ക് അതൊന്നും നോക്കുമ്പോൾ ഒരു സെക്കൻഡ് ഞാനത് നിർത്തിയത് a² മൈനസ് 4b നമ്മൾ കാണുമ്പോൾ അത് കിട്ടാനുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത് ഈ ആൽഫ പ്ലസ് ബീറ്റയും കൂടി നമുക്ക് ഓർക്കുമ്പോൾ ഈ റിസൾട്ട് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റണം. ഇറ്റ്സ് എ വെരി സിമ്പിൾ റിസൾട്ട്. നിങ്ങൾ 8ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ്. ആൽഫ മൈനസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയറിൽ നിന്ന് 4 ആൽഫ ബീറ്റ സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്നതാണെന്ന് അറിഞ്ഞാൽ കഴിഞ്ഞു. ഉണ്ടോ? ഇതാണ് എൻ്റെ ഒരു വഴിയായിട്ട് നിൽക്കുക. നമുക്കിങ്ങനെ നമുക്ക് ചെയ്തു പോകാവുന്നതാണ്. അടുത്തത്, ഇഫ് ആൽഫ ബീറ്റ ആർ ദ 2 ഡിഫറെൻറ്റ് കോംപ്ലക്സ് നമ്പേഴ്സ് ഓഫ് ദാറ്റ് മോഡ് ആൽഫ 1 മോഡ് ബീറ്റ 1 ആണ്. ദെൻ ദ എക്സ്പ്രഷൻ ബീറ്റ മൈനസ് ആൽഫ ഡിവൈഡ് ബൈ 1. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇത് ഓർക്കേണ്ടത് 2 ഡിഫറെൻറ്റ് കോംപ്ലക്സ് നമ്പറാണ്. അതിൻ്റെ അകത്ത് ഒറ്റ ഐഡിയ തന്നെ ഇതാ, ഈ മോഡ് ആൽഫ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ മോഡ് ആൽഫ സ്ക്വയർ നമുക്ക് 1 ആയിരിക്കും. ഈ മോഡ് ആൽഫ സ്ക്വയറിന് നമുക്ക് ആൽഫ ഇൻറ്റു ആൽഫ ബാർന്ന് കൊടുക്കാൻ പറ്റും, അത് 1 എന്ന് എഴുതാൻ പറ്റും. ഇതാണ് അതിൻ്റെ അകത്ത് ഒരു ലോജിക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന അഡ്വാൻറ്റേജ് കണ്ടോ, ആൽഫ ബാർ എപ്പോഴും 1/ആൽഫയാണ്. ഇതാണ് അതിൻ്റെ അകത്ത് അഡ്വാൻറ്റേജ്. അപ്പോൾ ഉള്ള ഗുണം നോക്കി, ആ ചോദ്യത്തിനകത്ത് ഈ ബീറ്റ മൈനസ് ആൽഫ ഡിവൈഡ് ബൈ 1 മൈനസ് 1/ആൽഫ ഇൻറ്റു ബീറ്റ എന്നാണ് എഴുതിയിട്ടാണ് മോഡ് എടുക്കേണ്ടത്. ഇതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഈ കോംപ്ലക്സ് നമ്പറും വളർന്നും നമ്മൾ ചെയ്തിട്ടില്ല, ഇതിങ്ങനെ തന്നെ ഇട്ടേക്കാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കി, ഇവിടെ ഈ ആൽഫ ബാർ 1/ആൽഫ എന്നാണ് വരിക. സോ ജസ്റ്റ് യു മേക്ക് ദ LCM. ഇത് LCM എടുത്ത് എന്താ കിട്ടുന്നത് നോക്കി, ദാറ്റ്സ് ഈക്വൽ ടു മോഡ് ബീറ്റ മൈനസ് ആൽഫ എന്നാണ് ന്യൂമറേറ്റർ. താഴെ നമുക്ക് കിട്ടുന്നത് ഈ ആൽഫ മൈനസ് ബീറ്റ എടുത്തിട്ട് ബൈ ആൽഫ ആൻഡ് മോഡാണ്. ഇപ്പോൾ നമുക്ക് എത്ര കിട്ടും നോക്കി, മോഡ് ബീറ്റ മൈനസ് ആൽഫ ഇൻറ്റു ഈ താഴത്തതും കൂടി ഇങ്ങനെ എത്തും, പിന്നെ ഇവിടെയും മോഡ് ആൽഫ മൈനസ് ബീറ്റയാണ്. ഇപ്പോൾ ഡിഫറൻസ് എടുത്തിട്ട് അതിൻ്റെ മോഡുലസ് എടുത്താലും എങ്ങനെ എടുത്താലും a മൈനസ് ബി ഏതെടുത്താലും ശരി, മോഡുലസ് എടുക്കുമ്പോൾ അത് ഒന്നായിട്ട് മാറും അല്ലേ. 2+3a നിന്ന് 3+2a കുറച്ചിട്ട് ആദ്യം കുറയ്ക്കുകയോ രണ്ടാമത് കുറയ്ക്കുകയോ ചെയ്താൽ ഒന്നും ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ ഇത് രണ്ടും ക്യാൻസലായി പോയിട്ട് മോഡ് എന്ന് തന്നെ വരും. അത് ഉത്തരം 1 ആയിട്ട് നിൽക്കും. മോഡ് ആൽഫ 1 അല്ലേ. അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് 1 എന്നുള്ള ഓപ്ഷനാണ്. ഇത് B ആണ് കിട്ടുന്നത്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ എന്നാൽ ഇത് വളരെ തവണ ഇത് ആവർത്തിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ലോജിക്ക് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് മാത്രമേ പ്രശ്നമുള്ളൂ. മോഡ് ആൽഫ 1 എന്ന് പറഞ്ഞാൽ വേറെ ഒരു പണിയും നമ്മൾ എടുക്കണ്ട. അല്ലാതെ x+iv കൊടുത്തിട്ട് 1 ആക്കാനൊന്നും നിങ്ങൾ നോക്കണ്ട. ഡയറക്റ്റായിട്ട് മോഡ് ആൽഫ 1 ആണെങ്കിൽ ആൽഫ ബാർ ഈസ് ഈക്വൽ ടു 1 എന്നുള്ള കണ്ടീഷൻ നിന്ന് നമുക്ക് വേണ്ട ഈ ആൽഫ ബാറിനെ നമുക്ക് ടെക്നിക്കലി എക്സ്ട്രാക്ട് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ആ എക്സ്ട്രാക്ഷൻ റീപ്ലേസ്മെൻറ്റ് മാത്സിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ,
നൗ 2+i 2+2i ഇത് നമ്മൾ കണ്ടിന്യൂലി നമ്മൾ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്നിട്ട് ഈ ഇസഡ് എന്നുള്ളത് Z1 Z2 Z3 എക്സെട്ര ZN ആയിക്കോട്ടെ, അതായത് n കോംപ്ലക്സ് നമ്പറുകളുണ്ട് എങ്കിൽ നമുക്കതിൻ്റെ മോഡുലസ് എടുത്താൽ മോഡ് Z1 എന്ന് പറയുന്നത് ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് മോഡ് എടുത്താൽ കിട്ടുന്നതാണെന്നുള്ള തിയറിറ്റിക്കൽ നോളജ് ഉള്ള ഒരാളെ സംബന്ധിച്ച് ഇത് വൺ ഓഫ് ദ സിമ്പിളസ്റ്റ് ക്വസ്റ്റ്യൻ. കാരണം എന്താ, ഇവിടെ x+iy എന്ന് പറയുന്നത് ഉണ്ടോ തന്നേക്കുന്നത് 2+i ഇൻറ്റു 2+3i 2i ഇൻറ്റു 2+3i ഇൻറ്റു എക്സെട്ര ഇൻറ്റു 2+ni എന്നാണ്. അങ്ങനെ വരുമ്പോൾ നമുക്കിതിൻ്റെ മോഡ് എടുത്ത് നോക്കാം. സോ മോഡുലസ് ഓഫ് x+iy എന്ന് പറഞ്ഞാൽ ഓരോന്നിൻ്റെയും മോഡ് എടുത്തോണം എന്നർത്ഥം അല്ലേ. 2+2i 2+3i എക്സെട്ര 2+ni എന്നാണ്. ഇതാണ് മോഡുലസിൽ വരുന്നത്. അപ്പം ഇതിനെ നമുക്ക് റൂട്ട് ഓഫ് x² + y² എന്ന് മോഡുലസ് എടുക്കാൻ അറിയാം. ഇവിടെ എടുത്താലോ 2² + 1² റൂട്ടാണ്. ഇനി ഇവിടെ എടുത്താലോ 2² + 2² റൂട്ടാണ്. ഇവിടെ എടുത്താൽ 2² + 3² റൂട്ടാണ്. അങ്ങനെ 2² + n² റൂട്ടാണ് വരിക. ഇവിടെ റൂട്ടുണ്ടെന്ന് ഓർത്താണേ. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ അകത്ത് ഈ കിടക്കുന്നതിൻ്റെ അകത്ത് ഈ റൂട്ടൊന്നുമില്ല. അപ്പോഴേ നിങ്ങൾ സ്ക്വയർ ചെയ്താൽ കഴിഞ്ഞു. വാട്ട് സ്ക്വയർ, ഇതിൻ്റെ സ്ക്വയർ എടുത്താൽ റൂട്ട് പോയിട്ട് x² + y² എന്ന് പറയുന്നത് ഇത് നോക്കി 4 + 1 5 ആണ്. ഇതിൻ്റെ റൂട്ട് പോയി 2 കൂടി 8 ആണ്. ഇവിടെ നമുക്ക് 4 9 13 ആണ്. ഇങ്ങനെ എടുത്തെടുത്തിട്ട് ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് 4 + n² എന്ന് കിട്ടും. അപ്പോൾ ഇതൊരു ജനറൽ ഇക്വേഷൻ ആകും. ഇതിന് പകരം നമുക്ക് ഇങ്ങനെ കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഓപ്ഷൻ കണ്ടുപിടിക്കാൻ നോക്കുക. സോ വാട്ട് അബൌട്ട് ഓപ്ഷൻ ഹിയർ? ആദ്യത്തതല്ല, രണ്ടാമത്തതല്ല, മൂന്നാമത്തതല്ല, നാലാമത്തതല്ല, അഞ്ചാമത്തതാണ്. സോ ഈ ആണ് എൻ്റെ അടുത്ത് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ വേറൊരു ചോദ്യമാണ്. നമുക്ക് ഈ ഇതൊരു പ്രീവിയസ് ഇയർ കീമിൻ്റെ ക്വസ്റ്റ്യനാണ്. റൂട്ട് ഓഫ് a+ib / c+id ആണ്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ x + iy എടുത്താൽ ആ റൂട്ട് അങ്ങ് പൊയ്ക്കോളും. ഈസ് ഈക്വൽ ടു a+ib / c+id ആണ്. അപ്പോൾ ഇവിടെ മോഡുലസ് നമുക്ക് വർക്കൗട്ട് ചെയ്താൽ മോഡുലസിൻ്റെ പ്ലേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. മോഡുലസ് ഓഫ് x+iy (2) ഇത് കൊടുത്തിട്ട് റൈറ്റ് സൈഡ് നമുക്ക് മോഡുലസ് ഓഫ് a+ib അതുപോലെ മോഡുലസ് ഓഫ് c+id എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. ഈ മോഡുലസ് ഓഫ് ഇസഡിൻ്റെ റേസ് ടു n എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഇക്വേഷൻ എങ്ങനെയാണ്? മോഡ് z⁻n എന്ന് പറയുന്നത് മോഡ് z റേസ് ടു n എന്നാണ്. ഈ ഒരു ഐഡിയ അറിയാവുന്നവർക്ക് ഇവിടെ എന്ത് ചെയ്യണം? മോഡ് ഓഫ് x+iy എന്ന് എഴുതിയിട്ട് അതിൻ്റെ സ്ക്വയർ ഇതാണ് ഇവിടുത്തെ മോഡ് a+ib താഴെ മോഡ് c+id. മോഡുലസ് വെച്ചുള്ള പ്രോബ്ലം സ്ഥിരം നമ്മുടെ കീമിനൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും. ഇങ്ങനെ മോഡിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ എന്താ വരിക? ഇതിൻ്റെ സ്ക്വയർ റൂട്ട് ഓഫ് x² + y² ആണ്. എന്നിട്ട് അതിൻ്റെ സ്ക്വയർ എടുത്തിരിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എടുത്താൽ റൂട്ട് a² + b² ആണ്. താഴെ c² + d² ആണ്. മോഡുലസ് എടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ റൂട്ട് പോയിട്ട് എന്താ കിട്ടുന്നത്? x² + y² കിട്ടുമ്പോൾ റൂട്ടിൻ്റെ അകത്താണ് a² + b². ഇത് നമ്മൾ ശ്രദ്ധിച്ചോണേ. ഈ c² + d² എന്ന് വരിക. നമുക്ക് ചോദിച്ചിരിക്കുന്നത് x² + y² (2). അവിടെ നമ്മൾ കൺഫ്യൂസ് ചെയ്ത് കളഞ്ഞു കണ്ടോ. x² + y² (2). ഒന്നും കൺഫ്യൂഷൻ വരുത്തേണ്ട കാര്യമില്ല. ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് ആ റൂട്ട് പോകും. സോ x² + y² (2) എന്ന് പറയുന്നത് a² + b² / c² + d² എന്നാണ്. ഇതാണ് വരിക. അപ്പോൾ ഈ ഒരു ആൻസർ നമുക്ക് ഇവിടെ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ വി ക്യാൻ സീ ദ ആൻസർ ഈസ് അവർ സെക്കൻഡ് ഓപ്ഷൻ ഉണ്ടോ. a² + b² എന്ന് പറയുന്ന ഈ ഓപ്ഷൻ അവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ കണ്ടാലൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ഈ മോഡുലസിൻ്റെ ഓപ്പറേഷൻ അറിയാവുന്ന ഒരു സ്റ്റുഡൻറ്റിന് വളരെ സിമ്പിളായിട്ടിത് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇതേവരെ വീണ്ടും ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ചോദ്യമാണ്. റൂട്ട് ഓഫ് 3 - i (2 = 248 x - iy എന്നാണ്. s² + y². ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഐഡിയ എന്താ? എനിക്ക് വന്നത് ഞാൻ പറയേണ്ട കാര്യമില്ല. മോഡുലസ് നിങ്ങൾ ഇപ്പോൾ തന്നെ മനസ്സിൽ കണ്ട് കാണും. സോ വി ക്യാൻ ചൂസ് ദാറ്റ് മോഡുലസ് ഓഫ് √3 - i (2 = 50). നേരത്തെ അതേ റൂള് തന്നെയാണ്. മോഡുലസ് ഓഫ് 248 × x - iy എന്നാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് യാതൊരു കാര്യവുമില്ല. 248 റിയൽ നമ്പറാണ്. ബാക്കി x - iy എന്ന് കൊടുക്കണം. അതേപോലെ ഇവിടെ പവർ വെളിയിലിട്ട് കൊടുക്കണം. √3 - i ഇട്ടിട്ട് അതിൻ്റെ സ്ക്വയർ 50 ആയിട്ട് വറക്കണം. ഇതാണ് ഇത്. ഇനി നിങ്ങൾ പ്രൊസീഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് 3 + 1 എടുത്തിട്ട് അതിൻ്റെ റൂട്ടാണ്. അതാ റേസ് ടു 50 ആണ് വരേണ്ടത്.
2⁴ ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നാണ് അവിടെയും വരേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് 3 + 1 4 റൂട്ട് 2 ആണ്. സോ 2⁻50 എന്ന് പറയുന്നത് നമുക്ക് 2⁴ ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇത് സ്പീഡ് കുറച്ചങ്ങ് ചെയ്താൽ ഇത് വളരെ കൃത്യതയോടെ കിട്ടും. ഇവിടെ 2⁴ നിങ്ങൾക്ക് ഇതിൻ്റെ അത് ക്യാൻസൽ ചെയ്താൽ നമുക്ക് 2⁻2 ഉണ്ടാവും. അത് 4 എന്നുള്ളത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എത്രയാണെന്ന് ചോദ്യം. അത് നമുക്ക് 16 എന്ന് പറഞ്ഞാൽ ഉത്തരം അതാണ് വരിക. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 16 ആണ് കിട്ടിയത്. അതുണ്ടോ എന്ന് നോക്കിയാൽ നമ്മുടെ അതേ കിടക്കുന്നു ഡിയുടെ ഓപ്ഷൻ്റെ അകത്ത് അതുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഉത്തരം എടുക്കേണ്ടത്. നമുക്കത് കണ്ട ഇത് ഒരു കീമിൻ്റെ പ്രീവിയസ് ഇയർ ചോദ്യമാണ്. അപ്പോൾ അതിൽ വളരെ സിമ്പിളായിട്ട് നമുക്കിതിനെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. മോഡുലസിൻ്റെ പ്രോപ്പർട്ടി പഠിച്ചു വെച്ചാൽ അതാണ് നിൽക്കുന്നത്. ഓക്കെ, അടുത്തത് ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ n ഫോർ വിച്ച്. ഇതെല്ലാം നമ്മൾ കോംപ്ലക്സ് നമ്പർ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, കോംപ്ലക്സ് നമ്പർ, സെറ്റ് തിയറി, ഫംഗ്ഷൻസ് അങ്ങനെയുള്ള യൂണിറ്റുകളെല്ലാം കൂടി ചേർത്തിട്ടുള്ളവയാണ്. അപ്പോൾ അതിൻ്റെ അകത്തെ ചോദ്യങ്ങളാണ് പ്രീവിയസിൽ വന്നിട്ടുള്ള ചോദ്യം. ഇത് എന്നിൻ്റെ വാല്യൂ റിയൽ ആക്കാനായിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് 1 + i / 1 - i നിങ്ങൾ ആദ്യം ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക, എന്നിട്ട് പവർ യൂസ് ചെയ്താൽ മതി. അവിടെ കോയിൻസിഡൻ്റ് ഗുണിക്കണം എന്നുള്ള റൂൾ തന്നെയാണ് വേണ്ടത്. സോ 1 + i കൊണ്ട് ഈ താഴത്തിനെ ഗുണിച്ചാൽ 1 - i × 1 + i നമ്മൾ സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ = 1 + i the whole square / 1 + 1 ആണ്. എനിക്ക് കോയിൻസിഡൻ്റ് ഗുണിക്കുമ്പം a + ib a - ib ഗുണിച്ചാൽ a² + b² വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും. നോക്കി ഇത് a + ib × a - ib ഈസ് ഈക്വൽ ടു a² + b² എന്നുള്ള ഐഡൻറ്റിറ്റി. ഇതൊക്കെ നമ്മൾ ബേസിക്കലി പഠിച്ചു വെച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ ഉത്തരത്തിലോട്ട് എടുക്കാം. സോ വെൻ യു എക്സ്പാൻഡിങ് ദം അത് a + b the whole square 1 + 2i + i² / 2 എന്നാണ്. ഈ i² എത്രയാണ്? -1 ആണ്. സോ 1 + 2i - 1 / 2 എന്ന് എടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ സീ ഇറ്റ് ഇസ് i. അപ്പോൾ ഈ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് i ആണ്. അങ്ങനെയാണെങ്കിൽ 1 + i / 1 - i എന്നുള്ളത് i ആണെങ്കിൽ ഇതിൻ്റെ പവർ n ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് n കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ n-ന് എത്ര ഇൻറ്റിജർ കൊടുക്കുമ്പോഴാണ് ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ ഫോർ n ഫോർ വിച്ച് ദിസ് വിൽ ബി റിയൽ എന്നാണ്. നിങ്ങൾക്ക് n-ന് 1 കൊടുത്താൽ എന്താ സംഭവിക്കുക? അത് i ആ, റിയൽ അല്ല. 2 കൊടുത്താലോ i² അല്ലേ? i² എടുക്കുമ്പോൾ കിട്ടുന്നത് -1 ആണ്. അപ്പോൾ നമുക്ക് പോസിറ്റീവ് വിച്ച് ഇസ് റിയൽ ഉണ്ടോ? അവിടെ 2 കൊടുത്താൽ മതി, കഴിഞ്ഞു. അതാണ് വരിക. നമുക്ക് 2 എന്നുള്ള നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അന്നേരം എൻ്റെ ഉത്തരത്തിലോട്ട് എത്തും. 4 കൊടുത്താൽ +1. നേരെ മറിച്ച് ഇതിൻ്റെ വാല്യൂ പോസിറ്റീവ് റിയൽ എന്നാണ് പറഞ്ഞതെങ്കിൽ n-ന് 4 കൊടുക്കണം വരും. അപ്പോൾ ഈ ചോദ്യം ഒന്നും കൂടി വായിച്ചേക്കണം. റിയൽ ആക്കാനുള്ളതാണ്. π/n ആണ് കിട്ടിയത്. അതിനെ റിയൽ ആക്കാനായിട്ടുള്ള ആദ്യത്തെ n-ൻ്റെ വാല്യൂ 2 ആണ്. 2 എടുക്കുമ്പോൾ കിട്ടുന്ന i² ആണ്, -1 കിട്ടും. സോ ദിസ് ഇസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദി ഓപ്ഷൻ. അങ്ങനെയാണ് വരിക. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 14 ആണ്. Z1 3 + 4i ആണ്. ഞാനത് ചെയ്യേണ്ടതേ ഇല്ലല്ലേ. അതിനകത്ത് ഈ -5ൻ്റെ ഒരു കാര്യമേ ഇല്ല. കാരണം mod Z1 ഒരിക്കലും നെഗറ്റീവ് ആകുന്നതല്ല. അപ്പോൾ നമുക്ക് ഇതിലേതാണ് ഉത്തരം നോക്കാനായിട്ട് mod of Z1 എന്ന് പറയുന്നത് റൂട്ട് ഓഫ് a² അല്ലെങ്കിൽ x² + y² ആണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ 3² + 4² കൂട്ടാൻ അറിയാവുന്നവർക്കെല്ലാം അതിൻ്റെ ഉത്തരത്തിലോട്ട് എത്താം. -5 എടുക്കാൻ പാടില്ലെന്ന് ഓർത്തേക്കണം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ഉത്തരമായിട്ട് വരിക. ഇവിടെ വീണ്ടും നമുക്ക് സിഗ്മയുടെ പോയിന്റ് നിങ്ങൾക്കറിയാൻ പറ്റുന്നതാണ്. ഇപ്പോൾ i + i² + iq + i⁴ എന്ന് പറഞ്ഞാൽ ഐയുടെ 1 ആണ്. i⁴ നിങ്ങൾക്കറിയാൻ പറ്റും 1 ആണെന്നറിയാം. ഇങ്ങനെ വരുമ്പോൾ ഈ i എന്ന് പറയുന്നത് i ആയിട്ട് നിൽക്കും. i² -1 ആവും, ഇത് -i ആവും, +1 ആവും. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയിട്ട് എന്താ 0 എന്ന് കിട്ടുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും ഇങ്ങനെ i⁻n + i⁻n + 1 + i⁻n + 2 + i⁻n + 3 ഇങ്ങനെ വന്നാലുണ്ടല്ലോ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 4 എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരം 0 ആയിപ്പോവും. ഐകളെല്ലാം ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ചോദ്യം ഇച്ചിരി കൂടി ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് പറഞ്ഞത്. നമുക്കിവിടെ നോക്കുമ്പോൾ σ1 to 13 i⁻n + i⁻n + 1 എന്നാണ് വന്നത് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എടുത്താൽ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യുമ്പോൾ സിഗ്മ അവിടെ തന്നെ വെച്ചിട്ട് 13 ആണേ. ഇത് വെച്ചിട്ട് i⁻n + i × i⁻n എന്ന് എടുക്കുക ആദ്യം. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുക എന്താ, ഈ i⁻n നമുക്ക് രണ്ടിലേയും കൂടി കോമൺ ആക്കാം. സോ i⁻n സിഗ്മയൊക്കെ ഉണ്ട് അവിടെ. ദാറ്റ്സ് ഈക്വൽ ടു σ1 to 13 i⁻n × 1 + i എന്ന്. ഈ 1 + i എന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ സിഗ്മ അതിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. എഫക്റ്റ് ചെയ്യുന്ന വാല്യൂ n 1 മുതൽ 13 വരെയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് നോക്കി. ഇവിടെ നമുക്ക് കിട്ടിയാൽ 1 + i നമുക്ക് കോമൺ ആക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി σ1 to 13 i⁻n. ഇതൊന്ന് എഴുതി വരുമ്പോൾ
1 പ്ലസ് ഐ ഇൻറ്റു എടുത്താൽ ഇത് റീപ്ലേസ് എനിക്ക് ഐ പ്ലസ് ഐ സ്ക്വയർ പ്ലസ് ഐ ക്യൂ പ്ലസ് എക്സെട്ര പ്ലസ് ഐ റേസ് 13 ആണ്. 13 ഇങ്ങനെ കോൺസിക്യൂട്ടീവായിട്ട് കിടക്കുക, അടുത്തടുത്ത് കിടക്കുക. എനിക്ക് ഞാൻ മുമ്പ് പറഞ്ഞ 4 എണ്ണം കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ളതിൻ്റെ സം എത്രയാണ്? 0. അപ്പോൾ 13 എണ്ണത്തിൻ്റെ അത് 4 എണ്ണത്തിൻ്റെ എത്ര ഗ്രൂപ്പ് ഉണ്ടാവും? 12 എണ്ണം വരെ ആകുമ്പോൾ നമുക്ക് 3 ഗ്രൂപ്പ് കണ്ടുപിടിക്കാം. ആദ്യത്തെ 4 ഒരു ഗ്രൂപ്പ്, അടുത്ത 4 ഗ്രൂപ്പ്, അടുത്ത 4 ഗ്രൂപ്പും 12 എണ്ണം കഴിയും. പിന്നെ ഒരെണ്ണം ഇവിടെ കിടപ്പുള്ളൂ. അത് ഒന്നുകിൽ ഐ ക്യൂബിൽ എടുക്കുക അല്ലെങ്കിൽ ദണ്ട് എടുക്കുക, ഏതെടുത്താലും നിങ്ങൾക്ക് ഉത്തരമാണ്. കാരണം വെച്ചാൽ ഇതിൽ ഞാൻ 4 എന്നുള്ള ഈ ഐ ഇവിടെ വെച്ചിട്ടായിട്ടെന്ന് വെച്ചു. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ഐ എടുത്തിട്ട് ഈ ഐ കഴിഞ്ഞിട്ട് പിന്നെയുള്ള 4 എണ്ണം കൂട്ടി 0, പിന്നെയുള്ള 4 എണ്ണം കൂട്ടി 0, പിന്നെയുള്ള 4 എണ്ണം കൂട്ടി 0 കഴിയുമ്പോൾ ഇവിടെ നമ്പർ തരും. ഈ 0 എല്ലാം കൂടി കൂട്ടി ഐ തിരിച്ചവിട്ടുന്നെങ്കിൽ ഐ റേസ് 13 വരും. ഐ റേസ് 13 ഐ റേസ് 12 ഇൻറ്റു ഐ എന്ന് പറഞ്ഞാലും ശരി, ഇത് 1 അപ്പോഴും ഐ വരും. എങ്ങനെയായാലും ശരി റിമൈൻ ചെയ്യുന്ന ഐ. സോ 1 പ്ലസ് ഐ ഇൻറ്റു ഐ എന്ന് വരും. എക്സ്പാൻഡ് ചെയ്താൽ ഐ പ്ലസ് ഐ സ്ക്വയറാണ്. ഐ സ്ക്വയർ -1 ആണ്. സോ ഐ -1 എന്ന് ഉത്തരമാവും. ഇതാണ് ഉത്തരം. അത് നമുക്ക് നോക്കുമ്പോൾ ഓപ്ഷനകത്തുണ്ടാവും. ഇച്ചിരി ഡിഫിക്കൽറ്റിയാണ്, എന്നാൽ നമ്മൾ ശ്രദ്ധിച്ചാൽ വളരെ സിമ്പിളായിട്ട് ഉത്തരം എടുക്കുന്ന ഒരു ചോദ്യമായിട്ടാണ് മാറുന്നത്. സോ ബി ഐ -1 എന്ന് കിട്ടും. ഓക്കെ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 100th. ഇതൊരു സീക്വൻസ് ആൻഡ് സീരീസിൻ്റെ ഡിഫറൻ്റ് ആയ ഒരു ചോദ്യമാണ്. സീക്വൻസ് ആൻഡ് സീരീസിൻ്റെ ഡിഫറൻ്റ് ആയ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ ഉണ്ടോ 1, പിന്നെ കിടന്ന് 2 2 ഉണ്ട്, പിന്നെ 3 3 ഉണ്ട് കേട്ടോ. അതാണ് നമ്മുടെ പാറ്റേൺ ഒബ്സർവ് ചെയ്യുന്നത്. പിന്നെ 4 4 ഉണ്ട്. അപ്പോൾ 5 എത്ര എണ്ണം ഉണ്ടാവും? 5 എണ്ണം ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ എഴുതിയാൽ 5 എണ്ണം ഉണ്ടാവും. അപ്പം ഇത് ഇങ്ങനെ എഴുതി പോകുമ്പോൾ 100ാമത് വരുന്ന എത്രയെന്ന് ഐഡൻറ്റിഫൈ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കൗണ്ട് എന്ന് എടുക്കുകയാണെങ്കിൽ ഇത് ഒരെണ്ണമാണെങ്കിൽ ഇത് 2 എണ്ണം ഉണ്ടാവും, ഇത് 3 എണ്ണം ഉണ്ടാവും, ഇത് 4 എണ്ണം ഉണ്ടാവും, ഇത് 5 എണ്ണം ഉണ്ടാവും, പിന്നെ 6 എണ്ണം ഉണ്ടാവും, അങ്ങനെ പോലും. അപ്പോൾ ഇഫ് ദർ ആർ n നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് ഈ n ഗ്രൂപ്പ് വരികയാണെങ്കിൽ നമ്മളുടെ സമ്മന്ത ഇതിൻ്റെ സമ്മം എന്ന് പറയുന്നത് n ഇൻറ്റു n+1 ഡിവൈഡ് ബൈ 2 ആണ് അല്ലേ. ഇത്രയും എടുക്കുമ്പോൾ നമുക്ക് 100 വരണമെങ്കിൽ n എത്രയാണെന്ന് അറിയണം. ആ എൻ്റെ പ്ലേസിലാണ് കിടക്കുന്നത് തന്നെ. ഇപ്പം നോക്കി എഴുതുക, ഈ 5ൻ്റെ പ്ലേസിൽ 5 5 വരുന്നത്, ഈ 6ൻ്റെ പ്ലേസിൽ 6 6 വരുന്നത്. അപ്പോൾ ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് n ഇൻറ്റു n+1 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് ലെസ് ദാൻ 100 ആയിട്ട് നിൽക്കണം. ഞാൻ ലെസ് ദാൻ ഇട്ടത് എക്സാക്റ്റ് ഒരു ഇൻറ്റീജർ വാല്യൂസ് അല്ല നമുക്ക് വരേണ്ടത്, ഏതെങ്കിലും നമ്പർ നമുക്ക് എടുത്താലും മതിയാവും. ഇപ്പോൾ ഇവിടെ നമുക്ക് എടുക്കേണ്ട ഒരു നമ്പർ ഞാൻ നോക്കിയാൽ നമുക്ക് ഉണ്ട് എന്നിൻ്റെ വാല്യൂ ഒന്നുകിൽ നിങ്ങൾ ഫാക്ടേഴ്സ് ഇട്ട് ചെയ്യുക. അതായത് n ഇൻറ്റു n+1 എന്ന് പറയുന്നത് ലെസ് ആംഗിൾ 200 ആണ്. അടുത്തടുത്ത 2 നമ്പറിൻ്റെ പ്രോഡക്റ്റ് 200 വരണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു 200 എന്ന് പറയുന്നത് എത്ര 15 ഗുണം 15 225 അല്ലേ. 15 ഗുണം 15 എന്ന് പറയുന്നത് 225 ആണ്. അപ്പം 14 ഗുണം 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 15നെ 14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 60, പിന്നെ 15 അല്ലേ, 210 വരും. എന്ന് പറഞ്ഞാൽ ഇത് ഈ n 14 എന്ന് പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പോകുന്നതൊക്കെ 14ൻ്റെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എത്രയെങ്കിലും ആയിക്കോട്ടെ ഇങ്ങനെ പോന്ന് 14 എന്നുള്ള നമ്പർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വരുന്നത് 14, ആ 14 എന്ന് പറഞ്ഞെങ്കിൽ പോരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കൗണ്ടായിട്ട് നമുക്ക് വരേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആൻസറിലോട്ട് എത്തിക്കാൻ പറ്റും. സോ ദാറ്റ് ദ 100th ടേം എന്ന് പറയുന്നത് ടേം ഓഫ് ദ സീക്വൻസ്. അപ്പോൾ ഇവിടുത്തെ ഇതുണ്ട് കോമായിട്ടാണ് വരുന്നത്. അപ്പം 14 14 14 14 എന്നിട്ട് 14 വരും. അപ്പോൾ നമുക്ക് ഈ 13 എന്ന് പറഞ്ഞ് തുടങ്ങുന്നതിൻ്റെ അകത്ത് നമുക്ക് നോക്കുമ്പോൾ എത്രാമത്തെയാണെന്ന് വെച്ചാൽ n 13 ആയി കഴിഞ്ഞാൽ കിട്ടുന്നത് 13 ഇൻറ്റു 14 ഡിവൈഡ് ബൈ 2 ആണ്. അപ്പോൾ നമുക്കിവിടെ 7 വരും, 91 ആണ്. 91ാമത്തത് കഴിഞ്ഞിട്ട് പിന്നെ 14 എണ്ണവും 14 തന്നെയാണ്. 91ാമത്തെ ടൈം നമ്മൾ എഴുതി വരുമ്പോൾ കണ്ടോ, അതായത് 13 ഇവിടെ 13 എന്ന് പറഞ്ഞ് എഴുതി ഇത്രയും വരെ വരുമ്പോൾ നമുക്ക് 91ാമത്തെ വരുള്ളൂ. n ഇൻറ്റു n+1 ബൈ 2 എന്നുള്ള കോൺസെപ്റ്റിൽ n 13 കൊടുത്തപ്പോഴാണ് ഞാൻ ഈ കൗണ്ട് വരെ വന്നത്. ഇനി 92ാമത്തെ ടേം ഏതാണെന്ന് ചോദിച്ചാൽ 14. അടുത്ത 93 ചോദിച്ചാലും 14. അങ്ങനെ 14 ഇങ്ങനെ എഴുതി വന്നാലേ നമുക്ക് കഴിയുള്ളൂ. അപ്പം 100ാമത്തെ ടേം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇവിടെ കിടക്കുന്ന 14 ആയിരിക്കും എന്നുള്ള ഒരു നമ്മുടെ ലോജിക്കൽ ഒബ്സർവേഷൻ കൊടുക്കുക. കാരണം 14 റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യു വാണ്ട് ടു ഫൈൻഡ് 100th ടൈം. ഇതൊരു സീക്വൻസ് എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ അല്ല, പക്ഷേ ഒരല്പം ലോജിക്കും കൂടി ഉപയോഗിച്ച് വേണം എടുക്കാൻ. എന്നാൽ സീക്വൻസിൻ്റെ n ഇൻറ്റു n+1 ബൈ 2 എന്നുള്ള കൗണ്ട് കണ്ടുപിടിക്കാനുള്ള ആ ഒരു സൂത്രം അവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമായിട്ടാണ് ഞാൻ പറയുന്നത്. സോ വി ക്യാൻ ഈസിലി ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. ഉണ്ടോ? എനിക്ക് ഞാനിത് ഒന്നും കൂടി നിങ്ങളെ സൂചിപ്പിച്ച് വെക്കാം. ഇതിൽ ഈ കൗണ്ടുകളുടെ വെച്ചിട്ട് 100ാമത്തെ ചോദിക്കുമ്പം നമ്മൾ n n+1 എന്നുള്ള കൗണ്ടിൽ കൂടെ വന്ന് 13 കൊടുക്കുമ്പോൾ കിട്ടുന്ന 91 കഴിഞ്ഞാൽ പിന്നെ വരുന്ന 91 കഴിഞ്ഞിട്ട് കിടക്കുന്ന 14 എണ്ണം 100 ആയതുകൊണ്ടാണ് 14ാമത്തെ ടൈം അല്ലെങ്കിൽ 100ാമത്തെ ടൈം 14 എന്നുള്ള വേർഡ് നമുക്ക് കിട്ടുന്നത്. സോ ദിസ് ഇസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദാറ്റ് പ്രോബ്ലം. ഓക്കെ.
അടുത്തത് ഇതും ഒരു ഡിഫറെൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, 1/6 ഈ സിഗിൾ നിങ്ങളുടെയൊക്കെ ബുക്കുകളിൽ നമ്മുടെയൊക്കെ മെറ്റീരിയലിനകത്ത് കാണുന്നുണ്ട്. S1 S2 പ്ലസ് 1/S2 S3 പ്ലസ് എക്സെട്രയാണ്. ഇതിൻ്റെ പ്രത്യേകത, ഇതിൽ കിടക്കുന്ന S1 S2 ഇത് കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് എൻ API. ടേംസ് ഓഫ് എൻ APIയുടെ പ്രത്യേകത എന്താ? TN മൈനസ് TN-1 എടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടുക? A പ്ലസ് N-1 ഇൻറ്റു D മൈനസ് A പ്ലസ് N-2 ഇൻറ്റു D. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എയും പോയിട്ട് N-3യിൽ നിന്ന് D കോമൺ ആക്കിയാൽ വെറും D കിട്ടും. അപ്പോൾ ഡിഫറൻസ് എപ്പോഴും D ആയിട്ട് നിൽക്കുക, അതാണ് പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ ഈ പറഞ്ഞതിൻ്റെ ഇതിനെ നമുക്ക് ഒരു D കൊണ്ടാണ് ഗുണിക്കുന്നതെങ്കിൽ വി ക്യാൻ റൈറ്റ് ഡൗൺ ദിസ്. ആ ഒരു കാര്യം നിങ്ങൾ നോക്കിയേക്കാം. ഇത് നമുക്ക് മാത്സ് ചെയ്യുമ്പോൾ അത്തരം ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ വളരെ പ്രധാനപ്പെട്ട. ഈ ചോദ്യം പഠിക്കുമ്പോൾ ഇങ്ങനെ റെസിപ്രോക്കൽ ഫോം വരുമ്പോൾ അവിടെ നിന്ന് മിഴിച്ചിരിക്കാതെ നമ്മളെന്ത് ചെയ്യണം? ഇതിനെ ഒരു D കൊണ്ട് ഗുണിച്ച് വെച്ചാലുള്ള ഗുണം നിങ്ങൾ മനസ്സിലാക്കണം. D/S എന്ന് പറയുന്നത് D/S1 S2 ആണ്, പ്ലസ് D/S2 S3 ആണ്, പ്ലസ് എക്സെട്ര പ്ലസ് D/S100 ഇൻറ്റു S101 ആണ്. ഇതാണ് നമുക്ക് വരിക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എടുക്കുമ്പോൾ സംഭവിക്കേണ്ടത് ഈ ഒരു D/S എന്നുള്ള കണ്ടീഷനിൽ നമുക്ക് D/S1 - S2 എന്നുള്ള രീതി സ്പ്ലിറ്റ് ചെയ്ത് വരിക. അപ്പോൾ അങ്ങനെ സ്പ്ലിറ്റിങ് നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ D നമുക്ക് S2 - S1 /S1 S2 എന്ന് കൊടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് S3 - S2 /S2 S3 എന്ന് കൊടുക്കാൻ പറ്റും. പ്ലസ് എക്സെട്ര പ്ലസ് S101 - S100 /S100 ഇൻറ്റു S101 കൊടുക്കാൻ പറ്റും. ഈ ഒരു അഡ്വാൻറ്റേജാണ് ഇതിൻ്റെ അകത്ത് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതായത് D കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിനോമിനേറ്റർ കിടക്കുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള ടൈം ആണെങ്കിലും അതിനെ സെപ്പറേറ്റിംഗ് ടു എന്ന് പറഞ്ഞാൽ ഇത് ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്യുമ്പം ഒന്നാമത്തെ S2 ക്യാൻസൽ ചെയ്തിട്ട് 1/S1 എന്ന് വന്നിട്ട് 1/S2 കണ്ടെന്ന് ശ്രദ്ധിച്ച് നോക്കി. ഇതിനെ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യുമ്പം S2 ഇവിടുന്ന് ക്യാൻസൽ പോയിട്ട് 1/S1 - 1/S2 വരും. ഇവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് 1/S2 - 1/S3 വരും. പ്ലസ് എക്സെട്ര ഇങ്ങനെ എഴുതിയിട്ട് 1/S100 മൈനസ് 1/S101 എന്ന് എഴുതാൻ പറ്റും. ഇങ്ങനെ വരിക. അപ്പോൾ ഇതിന് പറയുന്നത് സം ഓഫ് കോൺസിക്യൂട്ടീവ് ഡിഫറൻസസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്കുണ്ട്. പ്രത്യേകിച്ച് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇതുപോലുള്ള ചോദ്യങ്ങൾ കുറേ കയറി വരുന്നുണ്ടാവും. അപ്പോൾ ഇതിലുള്ള ഗുണം എന്ന് വെച്ചാൽ ഇതിങ്ങനെ ക്യാൻസൽ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. സം ഓഫ് കോൺസിക്യൂട്ടീവ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ രണ്ട് ടേം മാത്രമേ വരുള്ളൂ. അപ്പം നമുക്ക് D/6 എന്ന് പറയുന്നത് 1/S1 മൈനസ് 1/S101 ആണ് എഴുതേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, ഇതിനെ പ്രൊസീഡ് ചെയ്താലോ S101 LCM എടുത്തതാണേ മൈനസ് S1 /S1 ഇൻറ്റു S101 ആണ്. ഈ S101 എത്രയാണ്? A പ്ലസ് നമുക്ക് എഴുതിയാൽ A പ്ലസ് 100D മൈനസ് S1 നമ്മുടെ ഫസ്റ്റ് ടൈം A തന്നെയാണ് /S1 ഇൻറ്റു S101 എന്നാണ്. ഇതിൽ A രണ്ടും പോയാൽ എനിക്ക് D/6 ആയിരുന്നു. അപ്പോൾ ആ D വീണ്ടും ക്യാൻസൽ ചെയ്തു. ഇപ്പോൾ D ഇല്ല. നമ്മൾ തുടക്കത്തിൽ നിന്ന് മൾട്ടിപ്ലൈ ചെയ്തായിരുന്നു D. ഇപ്പോൾ ആ മൾട്ടിപ്ലിക്കേഷൻ ക്യാൻസൽ ചെയ്തിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ S1 ഇൻറ്റു S101 എന്ന് പറയുന്നത് 600 എന്നുള്ള ഒരു ഇക്വേഷനെ കിട്ടി. ഇത് നിങ്ങൾ ചോദ്യം ഒന്നും കൂടെ റെഫർ ചെയ്യുക. നമ്മുടെ ക്വസ്റ്റിൻ്റെ അകത്ത് കിടക്കുന്ന രണ്ടാമത്തെ പണി എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രോഡക്റ്റാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ കിട്ടിയത് S1 ഇൻറ്റു S101 എന്ന് പറയുന്നത് 600 എന്ന് കിട്ടി, ഇക്വേഷൻ നമ്പർ 1. ഈ കിടക്കുന്നത് S1 പ്ലസ് S101 എന്ന് പറയുന്നത് 50 ആണ്. ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത് പ്രോഡക്റ്റ് 50യും പ്രോഡക്റ്റ് 600 സമ്മ് 50യുമാണ്. ഒന്ന് ചിന്തിച്ചാൽ കിട്ടാനുള്ളതുള്ളൂ. ഒന്ന് 20 ആണെങ്കിൽ മറ്റേ 30 ഉണ്ട്. ഇതിൻ്റെ സം എടുത്താൽ 50 കിട്ടും, പ്രോഡക്റ്റ് എടുത്താൽ 600 കിട്ടും. ഇല്ല നിങ്ങൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനൊക്കെ ഉപയോഗിച്ചാൽ സം ചെയ്ത് നോക്കുക. അതിനൊന്നും സമയം എടുക്കരുത്. എൻട്രൻസ് എക്സാം എന്ന് പറയുമ്പോൾ കുറേ നമ്മൾ വിജിലായിട്ടിരിക്കണം. ഇത്തരം ചില നമ്പർ അവരിങ്ങനെ പ്രയോഗിക്കുന്നുണ്ട്. സോ ദിസ് സിംപ്ലൈസ് ദാറ്റ് S1 എന്ന് പറയുന്നത് 20യും S101 എന്ന് പറയുന്നത് 30യുമാണ്. അങ്ങനെ നമ്മൾ സമ്മ് ഇങ്ങനെ കിട്ടുകയുള്ളൂ, പ്രോഡക്റ്റ് അങ്ങനെയും കിട്ടുകയുള്ളൂ. സോ വാട്ട് അബൌട്ട് ദ മോഡുലസ് ഓഫ് S1 മൈനസ് S101? അത് മോഡുലസ് ഓഫ് 20 മൈനസ് 30 ആണ്. അത് അവർ തന്നിട്ട് കൊണ്ടിട്ടുണ്ട്. സോ ഇറ്റ് ഇസ് എ വെരി സിമ്പിൾ പ്രോബ്ലം. വി ക്യാൻ ഈസിലി ഫൈൻഡ് ദി ആൻസർ ആസ് ഇക്വേഷൻ 1 എന്നാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ദ തേർഡ് ടേം ഓഫ് എ GP ഈസ് 4. ദെൻ ദ പ്രോഡക്റ്റ് ഓഫ് ദ ഫസ്റ്റ് 5 ടേംസ്. അതൊരു ഒരു പ്രത്യേകതയാണ്. എനിക്ക് ഒരു GPയുടെ തേർഡ് ടേം നമുക്ക് A/R², A/R, AR² എന്നൊക്കെ പഠിച്ചാൽ മതി. ഉണ്ടോ? ഇതിപ്പോൾ എത്ര ടൈമായി? 5 ടൈമായി അല്ലേ? അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിലെ ഈ കിടക്കുന്ന മൂന്നാമത്തെ ടൈമാണ് അവർ പറയുന്നത് 4. ആയിക്കോട്ടെ,
ഇത് നോക്കി ഇതിൻ്റെ പ്രോഡക്റ്റ് നിങ്ങൾ എടുത്ത് നോക്കി ഇത് രണ്ടെല്ലാം കട്ടായി പോകും. ഇതുണ്ടോ ഇവിടെ നിന്ന് കട്ടായി പോകും. സോ നമുക്ക് 1 2 3 4 5 A⁵5 ആണ് നമുക്ക് കിട്ടേണ്ടത്. സോ 4⁵5 എന്ന് എഴുതിയാൽ ആൻസറിൻ്റെ തൊട്ട് താഴെ കിടപ്പുണ്ട്. അപ്പോൾ ഒരു ലെങ്തി ചോദ്യമാണ് വരുന്നതെങ്കിൽ തൊട്ട് പുറകെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് തന്നെ നിങ്ങൾ കരുതിയിട്ട് എടുക്കണം. ഒരു മലയുണ്ടെങ്കിൽ ഒരു കുന്ന് ഇങ്ങനെ താഴ്ച പൊങ്ങി ഇങ്ങനെ തന്നെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് പാറ്റേണൈസ് ചെയ്തേക്കാൻ മടിക്കണ്ട. ഓക്കെ, അടുത്തത് നമ്പർ ഓഫ് പെർമുട്ടേഷൻസ് ഓഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് കോൺസിക്വൻസ് ഇൻ വിച്ച് 3 E's ആർ ടുഗദർ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ കോൺസിക്വൻസിൻ്റെ അത് ഈ ഉണ്ടല്ലോ, ഈകളെല്ലാം കൂടി ഒരു ഒറ്റ പാറ്റേണായിട്ട് ഈ അതിനി ഒരൊറ്റ ബ്ലോക്കാണ്. ഇത് ഡിഫറൻ്റ് ആയിരുന്നെങ്കിൽ നമ്മൾ പെർമിറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഈയെ പെർമിറ്റ് ചെയ്താൽ ഒന്നേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഇതൊറ്റ ബ്ലോക്കാണ്. ബാക്കിയുള്ളതിനെയൊക്കെ എടുത്ത് പെറുക്കിയിട്ടാൽ സി ഉണ്ട്, ഒ ഉണ്ട്, എൻ ഉണ്ട്, എസ് ഉണ്ട്, ക്യൂ ഉണ്ട്, യു ഉണ്ട്, എൻ ഉണ്ട്, സി ഉണ്ട്. ഇത്രയുമാണ്. ഒന്ന് എണ്ണി നോക്കിയേക്കാം. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 ആ 8ഉം ഈ ഒരു ഈ ബ്ലോക്കും കൂടി ചേർത്താൽ 9 ഉണ്ടാവും. സോ വി ക്യാൻ പുട്ട് ദം ഇ ആസ് 9 ഫാക്ടർ ഡിവൈഡ് ബൈ ബാക്കി നോക്കുകയാണെങ്കിൽ എൻ മാത്രം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. എൻ മാത്രമല്ല സിയും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. സോ സി റിപ്പീറ്റ് ചെയ്യുന്നതിന് 2 ഫാക്ടറിൽ നിന്നും എൻ റിപ്പീറ്റ് ചെയ്യുന്ന 2 ഫാക്ടറിലും കൂടി കൊടുത്തു കഴിഞ്ഞാൽ കൗണ്ട് കിട്ടിക്കഴിഞ്ഞു. സോ അവർ ആൻസർ ഈസ് ദിസ് 4th ഓപ്ഷൻ നമുക്ക് കൃത്യമായിട്ട് കിടപ്പുണ്ട്. സോ ഇത് പെർമുട്ടേഷൻ്റെ ആ റിപ്പീറ്റഡ് ടേം വരുമ്പം ചെയ്യുന്ന പണിയാണ്. പക്ഷേ അതിൻ്റെ അതൊരു ഈ റിപ്പീറ്റ് ചെയ്യുന്നതെല്ലാം കൂടി ഒരുമിച്ച് വെച്ചത് കൊണ്ടാണ് ഇങ്ങനെ നമ്മൾക്ക് പെർമിറ്റ് ചെയ്യേണ്ടതുള്ളത്. ഓക്കെ, അടുത്ത ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് സച്ചിൻ ആർ അറേഞ്ച്ഡ് ഇൻ ഓൾ പോസിബിൾ വേസ് ആൻഡ് ആർ റിട്ടൺ ഔട്ട് ആസ് ഇൻ ദ ഡിക്ഷണറി ദെൻ ദ വേർഡ് സച്ചിൻ അപ്പിയേഴ്സ് ഇൻ ദ സീരിയൽ നമ്പർ. ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് ഒരുപാടുണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങൾ ഓർക്കേണ്ടത് നമ്മളിപ്പം ഇങ്ങനെ മത്തർ എന്നുള്ള വേർഡ് വെച്ചൊന്ന് പഠിച്ചു വെച്ചിട്ട് നിങ്ങൾ ചെയ്യുക. മത്തർ ഉണ്ടോ, നമുക്കറിയാവുന്ന ഒരു ഉത്തരമായതുകൊണ്ടാണ് ഞാനിത് എങ്ങനെ ചെയ്യണമെന്ന് പറയുക. അപ്പോൾ പല ബുക്കിലും പറയാത്തത് കൊണ്ട് ഇതിനെ ആൽഫബറ്റിക് ഓർഡർ എടുത്താൽ ആദ്യം വരാൻ പോകുന്നത് ഇ ആണ്. പിന്നെ നമുക്ക് ഈ എച്ച് ഉണ്ടാവും, പിന്നെ എം ഉണ്ടാവും, ഒ ആർ ടി ആണ്. ഇത്രയും വേർഡുകളാണ്. ഒന്ന് നോക്കിയാൽ അറിയാം. 1 2 3 4 5 6. ഇതിൻ്റെ ഈ എമ്മിൽ എത്ര അല്ലെങ്കിൽ ഈയിൽ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈയിൽ നമുക്ക് 5 നമ്പേഴ്സുള്ളൂ. അതിന് നിങ്ങൾക്ക് എടുക്കാനുള്ളൊരു മാർഗ്ഗം എന്ന് വെച്ചാൽ ഈ എമ്മിന് മുമ്പ് ഇയും എച്ചും ആദ്യം കയറി വരാം. പക്ഷേ അത് പെർമിറ്റ് ചെയ്യപ്പെടുന്നത് ഇതാണ്. അപ്പോൾ ഇവിടുത്തെ കൗണ്ടാണ് നമുക്ക് ഈ പറയുന്ന പെർമിറ്റിങ് വരിക. അപ്പം ഈയിൽ ഉള്ളത് 5 ഫാക്ടറിൽ ഉണ്ട്, ഇത് 5 ഫാക്ടറിലാണ്. അപ്പോൾ ഈയിൽ ഉള്ളത് 1 5 ഫാക്ടറിൽ, ഇതും കൂടി ചേർത്ത് 2 എണ്ണമുണ്ട്. സോ 2 ടൈംസ് ഓഫ് 5 ഫാക്ടറിൽ നിന്നാണ് അത് കൊടുക്കേണ്ടത്. എനിക്ക് ഞാൻ ഒന്നും കൂടി പറയാം. ഇങ്ങനെ നിങ്ങൾ ഇതിൽ ലിഫ്റ്റ് ഔട്ട് ചെയ്തിട്ട് താഴത്തത് പെർമിറ്റ് ചെയ്യപ്പെടുകയും മുകളിലത്തെ നമുക്ക് കൗണ്ട് ആക്കുകയും ചെയ്യണം. അപ്പോൾ എം ഇവിടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ ഒയുടെ കാര്യമാണ്. അപ്പോൾ ഇവിടെ ഇതുണ്ട് 4 ഫാക്ടറിലായിട്ട് മാറി. പക്ഷേ ഇതിന് മുന്നിൽ ഇത് 2 ഉണ്ട്. സോ 2 × 4 ഫാക്ടറിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചൊക്കെ ഇത് ഒന്നുകൂടി കണ്ട് നിങ്ങൾ പഠിച്ചു വെച്ചു. അടുത്തത് നമ്മൾ ഈ ടി എടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് കളയുക. അപ്പോൾ ടി കഴിഞ്ഞിട്ട് നമുക്കിവിടെ 3 ഉണ്ട്. അതാണ് പെർമിറ്റ് ചെയ്യപ്പെടുക. അതിന് മുമ്പ് നോക്കിയാൽ 1 2 3 ഉണ്ട്. സോ പ്ലസ് 3 × 3 ഫാക്ടറിലാണ്. പ്ലസ് എച്ച് എടുക്കുകയാണെങ്കിൽ അതിന് മുമ്പ് 1 ഉള്ളൂ. സോ 1 × 2 ഫാക്ടറിലാണ്. പ്ലസ് ഇ ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് പിന്നെ വേറെ ഇല്ലാത്തതുകൊണ്ട് 0 × 1 ഫാക്ടറിലാണ്. എന്നിട്ട് ഈ ആർ ലാസ്റ്റാണ്. അത് നമുക്ക് only 1 × 0 ഫാക്ടറിലാണ്. എപ്പോഴും അങ്ങനെ ഒരു +1 അവസാനം വരുന്നവർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. 5 ഫാക്ടറിൽ, 4 ഫാക്ടറിൽ, 3 ഫാക്ടറിൽ, 2 ഫാക്ടറിൽ, 1 ഫാക്ടറിൽ, ദെൻ 0 ഫാക്ടറിൻ്റെ പാറ്റാണ് വരുന്നത്. പിന്നെ അതിന് മുമ്പുള്ള കൗണ്ടാണ് ഇങ്ങനെ ക്യാൻസൽ ചെയ്തിട്ട് എടുക്കേണ്ടത്. ഇതിങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാം ഇതുപോലുള്ള ചോദ്യങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. എന്നിട്ട് നമ്മുടെ വേർഡിലോട്ട് പോകാം. സച്ചിൻ. ഈ സച്ചിൻ ഞാൻ കാണിക്കുമ്പോൾ ഒരു ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. വ്യത്യാസമൊന്നുമില്ല, നമുക്കൊരു ഒരു വ്യത്യാസം കയറി വരുന്നത് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞുതരാം. അത് എങ്ങനെ വെച്ചാൽ ആദ്യം ഇതിൻ്റെ അകത്ത് വേർഡ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വേർഡ് എ ആണ് കണ്ടോ. പിന്നെ നമുക്ക് അടുത്തത് സി ആണ്, പിന്നെ എച്ച് ആണ്, പിന്നെ ഐ ആണ്, പിന്നെ എൻ ആണ്, പിന്നെ ഒരു എസ് മാത്രമേ ഉള്ളൂ. ഇത് അതിൻ്റെ ഓർഡർ റിവേഴ്സ്ഡ് ആയി പോകും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്യുന്ന ആദ്യം എസിനെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുമ്പ് 1 2 3 4 5 ഉണ്ട്. ഫാക്ടറി ചെയ്യുമ്പോൾ 1 2 3 4 അതും ഉണ്ട്. അപ്പോൾ ഇതാണ് ആദ്യം വരിക. പ്ലസ് നോക്കി എ ക്യാൻസൽ കഴിഞ്ഞാൽ പിന്നെ 0 ആണ്. അപ്പോൾ × 4 ഫാക്ടറിൽ പ്ലസ് ഇതെടുത്ത് കഴിഞ്ഞാൽ 0 ആണ്. × 3 ഫാക്ടറിൽ പ്ലസ് വീണ്ടും എടുത്താൽ 0 ആണ്. പിന്നെ എടുത്താൽ 0 ആണ്. ഇങ്ങനെ എടുത്താൽ 0 ഇട്ട് അവസാനം 1 കിട്ടുകയും ചെയ്യും. ഇത് രണ്ടും കൂടി എടുത്താൽ 5 × 120 ഉണ്ട്. +1 ദാറ്റ്സ് 601 കിട്ടും ഉത്തരം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ എടുക്കാം. 601 മൂന്നാമത്തെ ഓപ്ഷനാണ്. യെസ്, ഇങ്ങനെയാണ് വരിക. അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ NCERT ബുക്കിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു പാറ്റേൺ വെച്ച് നിങ്ങൾ അതിനെ റിവൈസ് ചെയ്ത് പഠിക്കുക. മറ്റു വളരെ ലെങ്തി ആയിട്ടാണ് പോവുക.
Now, in how many ways can 4 men and 4 women be seated on a round table if each woman is to be between 2? എന്ന് പറഞ്ഞാൽ റൗണ്ട് ടേബിൾ നമുക്ക് ആദ്യം മെൻ ഗ്രൂപ്പിനെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ റൗണ്ട് ടേബിളിൻ്റെ അകത്ത് ഇങ്ങനെ 4 പേരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, n ആണെങ്കിൽ n-1 ഫാക്ടറൽ വേസിലാണ് എടുക്കുക. ഇപ്പോൾ 4 പേരെ ആണെങ്കിൽ ഇവിടെ നമുക്ക് 4 പേരെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ടോട്ടൽ പെർമിറ്റേഷൻ 4 ഫാക്ടറൽ അല്ല, 4-1 ഫാക്ടറലാണ്. ഇവിടെ അടുത്ത 4 വെക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഓർത്തേക്കരുത് അത് റൗണ്ടിങ്ങിലാണ് വീണ്ടും 4-1 ഓക്കെ. ഇതാണ് നിങ്ങളുടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് പിന്നെ എടുത്തു കഴിഞ്ഞാൽ ഈ 4 പ്ലേസുകളുണ്ട്, അത് എവിടെ വേണമെങ്കിലും നമുക്ക് ഇവരെ എടുത്ത് പെർമിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് റോ പെർമിറ്റേഷൻ അതേ കോൺസെപ്റ്റിലാണ്. ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള പ്ലേസുകളെ നിങ്ങൾ പെർമിറ്റ് ചെയ്യേണ്ടതെന്ന് ഓർത്ത് വെക്കുക. അങ്ങനെ 2 ഗ്രൂപ്പായിട്ടുള്ള റൗണ്ട് ടേബിൾ വരുമ്പോൾ ആദ്യത്തെ ഒരു സെറ്റിന് വേണ്ടി മാത്രമേ നിങ്ങൾ റൗണ്ട് ടേബിളിൻ്റെ n-1 ഫാക്ടറിൽ കൊടുക്കാവൂ. അത് നിങ്ങൾക്ക് അറിയാനുള്ള ചോദ്യമാണ്. ഒരിക്കൽ പ്രാക്ടീസ് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റും. സോ ഇറ്റ്സ് എ വെരി സിമ്പിൾ പ്രോബ്ലം. സോ ഇൻടു അവർ വിമൻ പാർഷനെ എടുത്താൽ 4 ഫാക്ടറിലും കൊടുക്കണം. സോ 3 ഫാക്ടറിൽ ഇൻറ്റു 4 ഫാക്ടറിലാണ്. 3 ഫാക്ടറിൽ 6 ആണ്, 4 ഫാക്ടറിൽ 24 ആണ്. പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ 144 ഉണ്ടാവും. സോ ആൻസർ ഇവിടെ 4th ഓപ്ഷനിൽ കിടപ്പുണ്ട്. Now you come to the same type problem ആണ്. 6 boys and 6 girls are to be seated in a row. How many ways they can be arranged if girls and boys are to be seated alternately? അപ്പോൾ ഇവിടെ നമുക്ക് ബോയ് ദെൻ ഗേൾ, ബോയ് ദെൻ ഗേൾ, ബോയ് ദെൻ ഗേൾ ഇങ്ങനെ പോരണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ ബോയ്സിനെ എല്ലാം കൂടി പെർമിറ്റ് ചെയ്യുക, അതായത് 6 ഫാക്ടറിലാണ്. അങ്ങനെ 6 ഫാക്ടറിൽ പെർമിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഗേൾസിനെ പെർമിറ്റ് ചെയ്യാനാണെങ്കിൽ ഉണ്ടോ നമുക്ക് എന്ത് ചെയ്യണം, ഓൾട്ടർനേറ്റ് വരണം എന്ന് പറഞ്ഞാൽ വീണ്ടും നമുക്ക് ആ ഗേൾസിനെ 6 ഫാക്ടറിൽ എടുക്കാം. പക്ഷേ തുടക്കത്തിൽ നമുക്ക് ബോയ് വെച്ചുള്ള ഒരു പാറ്റേൺ എടുക്കാം, ഗേൾ വെച്ചൊരു പാറ്റേൺ എടുക്കാം. അങ്ങനെ 2 രീതിയിൽ നമുക്ക് ഇതിനെ മാറ്റാൻ പറ്റും. സോ ഇതിൻ്റെ 2 കൂടി കൊടുക്കണം. സോ ആൻസർ 2 × 6 ഫാക്ടറിൽ ദ ഹോൾ സ്ക്വയർ ആണ്. സോ ആൻസർ ഇങ്ങനെയാണ്. ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാനൊരു ചോദ്യം എന്ന് വെച്ചാൽ 6 boys and 6 girls to be seated in a row are arranged if the girls and boys are all seated alternately എന്നാണ്. ഇതിന് പകരം all girls are separately എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം എല്ലാ ഗേൾസും സെപ്പറേറ്റഡ് ആയാൽ മതി. ഏതെങ്കിലും 2 ആൺകുട്ടികൾ അടുത്തടുത്തിരുന്നുകൊണ്ട് അവർക്കൊരു പ്രശ്നമേ ഇല്ല, അവർ പെർമിറ്റ് ചെയ്യപ്പെടാം. അപ്പം ബോയ്സിനെ പെർമിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 6 ഫാക്ടറിലാണെങ്കിൽ പിന്നെ വരാനുള്ള പ്ലേസ് ഇങ്ങനെ 6 പേരെ നമ്മൾ ഇരുത്തി കഴിഞ്ഞു കേട്ടോ. ബാക്കിയുള്ള ഈ പ്ലേസുകൾ എവിടെ വേണമെങ്കിലും നമുക്ക് ഇവരെ ഇരുത്താൻ പറ്റും, ഗേൾസിനെ ഇരുത്താൻ പറ്റും. അപ്പോൾ സെപ്പറേറ്റഡ് ആയാൽ നമ്മൾ 6 ഗേൾസിനെ എടുത്ത് ഒരു ഗേളിനെ ഇവിടെ ഇരുത്തിയിട്ട് അടുത്ത ഗേൾ ഇവിടെ, അടുത്ത ഗേൾ ഇവിടെ, അടുത്ത ഗേൾ ഇവിടെ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പ്ലേസ് ഓക്കെ. അപ്പോൾ ഇത് 2 അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ആഫ്റ്റർ സീറ്റിംഗ് 6 ഫാക്ടറിൽ ദർ ആർ 7 പ്ലേസസ് ആൻഡ് 7p6 ആണ് നമുക്ക് അടുത്ത ഗേൾസിനെ പെർമിറ്റ് ചെയ്യാനുള്ളതെന്ന് ഓർക്കുക. അവിടെ സെപ്പറേറ്റഡ് എന്നുള്ള വാക്കാണുള്ളത്, ഓൾട്ടർനേറ്റഡ് എന്നുള്ള വാക്കല്ല. അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങളെ നമ്മൾ വായിക്കുമ്പോൾ വളരെ കൃത്യതയോടെ എന്താണ് അവർ ആവശ്യപ്പെട്ടേക്കെന്ന് നോക്കുക. ഇവിടെ ഓൾട്ടർനേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ 2 പേരുടെ ഇടയ്ക്ക് ഒരാളുണ്ടാവണം. അങ്ങനെ വന്നാൽ നമുക്ക് ബോയ് ഗേൾ എന്നുള്ള കാര്യത്തിൽ തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ തന്നെ നമുക്ക് 6 ഫാക്ടറിൽ, രണ്ടാമത്തെ 6 ഫാക്ടറിൽ തന്നെ എൻ്റെ പ്രോഡക്റ്റാണ്. പക്ഷേ ഒറ്റ വ്യത്യാസം വെച്ചാൽ നമ്മൾ ആദ്യത്തെ റോയിൽ ആരാണെന്ന് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് വേണേ ബോയ് വെച്ചിട്ട് പെർമിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. പിന്നെ ഗേൾ വെച്ചിട്ട് പെർമിറ്റ് ചെയ്യാം. അങ്ങനെ 2 ചാൻസ് വന്നതുകൊണ്ടാണ് 2 കൊണ്ട് ഗുണിച്ചത്. സോ ദ ആൻസർ ഇസ് 2 × 6 ഫാക്ടറിൽ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അടുത്ത NCR-1 = 36 ആണ്, NCR 84 ആണ്, NCR+1 126 ആണെങ്കിൽ R എത്രയാണെന്നാണ്. ഇവിടെ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് NCR / NCR-1 ഇക്വേഷൻ തന്നെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. R+1 / R എന്നാണ്. ഇനി ഇതിൻ്റെ ഒരു സ്റ്റേജും കൂടി NCR+1 / NCR എന്ന് കൊടുത്താൽ ഇത് ഈ ഒരു R കൂടി ഷിഫ്റ്റ് ആയാൽ N-R / R+1 വരും. ഇത് 2 ഉള്ളത്. അപ്പോൾ ഇതിൽ ഒന്നാമത്തേന് നമുക്ക് ഇങ്ങനെ 84 / 36 എന്നാണ്. രണ്ടാമത്തെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ 126 / 84 ഇത് നിങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 7/3 ആണ്. ഇവിടെ നമുക്ക് 42 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 3/2 ആണ്. സോ മൾട്ടിപ്ലൈയിങ് ബോത്ത് ആൻഡ് സോൾവ് ഇക്വേഷൻ അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 3 കൊണ്ട് എടുത്താൽ 3n - 3r + 3 = 7r എന്നാണ്. സോ 3n + 3 = 10r എന്ന് വരും. ഇതൊരു ഇക്വേഷനാണ്. രണ്ടാമത്തെ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2n - 2r = 3r + 3 സോ വി ക്യാൻ സി ദിസ് വിൽ ബി ദ ഫോം 2n - 3 = 5r എന്നാണ് വരിക. അപ്പോൾ നമുക്ക് n ആണ് എടുക്കേണ്ടത്. അതുകൊണ്ട് 2 കൊണ്ട് ഗുണിച്ച് സബ്ട്രാക്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം.
സോ ഒന്നാമത്തെ ഇക്വേഷനെ 2 കൊണ്ട് ഗുണിക്കുക. സോ വി ക്യാൻ സി 6n + 6 = 20r എന്നുണ്ടാവും. രണ്ടാമത്തേന് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കത് 6n - 15 = നമുക്ക് 15r എന്ന് വരും. സോ ഇനി സബ്ട്രാക്റ്റിംഗ് ഇൻറ്റു 21 എന്നുള്ളത് 5 ആയിട്ട് മാറ്റപ്പെടും. അതാണ് നമുക്ക് ആൻസറിലോട്ട് പോരുക. അത് സോൾവ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസറിലോട്ട് കിട്ടുന്നതാണ് കേട്ടോ. നമുക്കിവിടെ 3r 10 ഇവിടുത്തേത് 3 കൊണ്ട് മൾട്ടിപ്ലൈ 15 അല്ല 9 ആണ് വരിക കേട്ടോ. വെൻ യു മൾട്ടിപ്ലൈ ബൈ 9, സോ യു ഗോട്ട് ദിസ് വിൽ ബി 15 = 5r എന്നാണ്. ദിസ് സിംപ്ലൈസ് ദാറ്റ് r = 3 എന്ന് കിട്ടും. ഇതാണ് ആൻസറായിട്ട് വരിക. ഡയറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് പോയാലും മതി. ഓക്കെ. നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് x is to n എക്സ്പാൻഷൻ ഓഫ് 1 + x the whole raised to n. ഇവിടെ ഈ 1 + x the whole raised to n അകത്ത് x raised to n ടേമാണ്. അപ്പോൾ നമുക്ക് എടുത്താൽ പറ്റുന്നത് ഈ 1 - x raised to n ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് നമ്മൾ 1 + nc1 x + എക്സെട്ര പ്ലസ് x raised to n വരുമ്പോൾ നമ്മൾ -1 raised to n കൊടുക്കണം. അപ്പോൾ തൊട്ട് മുമ്പ് nc1 × x raised to n - 1. അപ്പോൾ അതിൻ്റെ ടേം -1 raised to n - 1 വരും. ഇങ്ങനെ 2 ടേം ഉണ്ടാവും. അപ്പോൾ ഇതിനെ 1 - x കൊണ്ട് ഗുണിക്കുമ്പോൾ, അല്ലെ 1 + x കൊണ്ട് ഗുണിക്കുമ്പോൾ 1 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ലാസ്റ്റ് ടേം x raised to n അതിൻ്റെ കോഎഫിഷ്യന്റ് x raised to -n ആണ്. പിന്നെ തൊട്ട് മുമ്പുള്ള ഈ x കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് ഇങ്ങനെ വരും. ഇതെന്താ എടുക്കണ്ടേ? -1 raised to n - 1 × nc1 എന്ന് പറഞ്ഞാൽ n ആണ്. ഇത് രണ്ടുമോ. അപ്പോൾ ഇവിടെ നമുക്ക് -1 raised to n എന്ന് എടുത്തിട്ട് ഈ -1നെ -1 raised to n by -1 × n എന്ന് എടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ ചൂസ് -1 ആസ് എ കോമൺ ഫാക്ടർ. -1 raised to n കോമൺ ഫാക്ടറായിട്ട് എടുക്കാം. പിന്നെ വരിക 1 - n എന്നാണ്. ഇതാണ് എൻ്റെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ അതൊരു ഡിഫിക്കൽട്ട് അല്ല. നമുക്ക് ഈ ഒരു ഓപ്ഷനിലോട്ട് നമുക്കിത് കിട്ടുന്നതാണ്. Now I am moving to this expression. ഇത് നമുക്ക് ഇൻഡിപെൻഡൻറ്റ് ടൈം ഓഫ് എക്സ് ആണ്. അവിടെ ജനറൽ ടൈം എടുക്കുക. TR + 1 എന്ന് പറയുന്നത് 10CR × √(x/3 the whole raised to 10 - r × √3/x² raised to r എന്നാണ് വരിക. ഇതിൻ്റെ ഇൻഡിപെൻഡൻറ്റ് ടൈം കണ്ടുപിടിക്കണമെങ്കിൽ 10CR × x raised to 10 - r/2, ഈ റൂട്ടിനെയാണ് /2 ഇടുക. താഴെ 3 raised to r/2 എന്നുണ്ടാവും. തിരിച്ച് 3 raised to r/2 തന്നെ നമുക്ക് ഇവിടെ വീണ്ടും വരുന്നുണ്ട് 6. ഇവിടെ 10 - r ആണ് വരിക കേട്ടോ. ഇതിലെ x raised to 2r ആണ്. സോ ഇത് രണ്ടും കൂടി ഗ്ലബ് ചെയ്താൽ കിട്ടുന്ന ടൈമാണ് ഇൻഡിപെൻഡൻറ്റ് ടൈമായിട്ട് മാറുന്നത്. സോ ദിസ് വിൽ ബി 10CR/3 raised to 10 - r/2 × that 3 raised to r/2 ഉണ്ട്. ബാക്കി വരിക x raised to 10 - r/2 -2r. ഇത് 0 കൊടുത്താലാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറുക. എക്സിനെ ഇല്ലാതാക്കാനുള്ള ഇൻഡിപെൻഡൻസി എന്ന് പറയുന്നത്. സോ വി ക്യാൻ കൺക്ലൂഡ് ദിസ് 10 - r/2 -2r 0 എന്ന് എടുത്തു കഴിഞ്ഞാൽ 10 - r നമുക്ക് 4r. ഇത് ഈ 2r അങ്ങോട്ട് എടുത്തിട്ട് 2 കൊണ്ട് ഗുണിച്ച 4r. സോ 10 = 5r ആണ്. ദെൻ r becomes 2 എന്ന് എഴുതാൻ പറ്റും. ഉണ്ടോ? r 2 ആണ് എങ്കിൽ നമുക്ക് എന്താണ് ഇതിൻ്റെ കോഎഫിഷ്യൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ 10CR ന് 2 കൊടുക്കുക, ഇവിടെ കൊടുക്കുക, ബാക്കി നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് എടുത്താൽ മതിയാവും. സോ യു ക്യാൻ ഈസിലി ഫൈൻഡ് ആൻസർ ആസ് 5/3 എന്നാണ് കിട്ടുന്നത്. ഓക്കെ. അടുത്ത the SD of 25 numbers is 40 ആണ്. if each of the number is increased by 5 then SD will be. അവിടെ ഒരു പ്രത്യേകത, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് നമ്പറിനെ ഗ്രാജുവലി കൂട്ടുന്നതുകൊണ്ട്, എല്ലാ ടൈമിനെയും കൂട്ടുന്നുണ്ട്, അതിൻ്റെ ഡീവിയേഷന് മാറ്റം വരുന്നില്ല എന്നുള്ള റൂൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചോദ്യമാണ്. സോ ദാറ്റ് ഷുഡ് ബി ഇൻ ദ ഫോം 40 ആണ്. ഉണ്ടോ? സെയിം നമ്പർ തന്നെ കിട്ടും നിങ്ങൾക്ക്. നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ടത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ നമുക്ക് ചേഞ്ച് ചെയ്താൽ മാറ്റം വരുത്തുന്നില്ല എന്നതാണ്. അതേപോലെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടെ ഫോർ എ സെറ്റ് x⁻ 10 ആണ്. മീൻ ഡിവിഷൻ ഓഫ് മീൻ 2 ആണ്. ദെൻ കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡിവിഷനാണ്. കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡിവിയേഷൻ എന്ന് പറയുന്നത് എപ്പോഴും മീൻ ഡിവിയേഷന് ഡിവൈഡഡ് ബൈ x⁻ എന്നുള്ള ആ റേഷ്യോ ആണ്. സോ 2/10 നിങ്ങൾക്ക് അറിയാവോ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇത് അറിയാമെന്ന ഉത്തരമാണ്. കേട്ടോ? ഇതാണ് ചോദ്യം വരിക. നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് വേരിയൻസ് ഓഫ് ദ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. വേരിയൻസ് ഓഫ്
നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് അതൊരു ഡയറക്റ്റ് ഇക്വേഷനാണ് അല്ലേ. നമ്മുടെ മെറ്റീരിയൽ അതെല്ലാം കിടക്കുന്ന ഇക്വേഷൻസാണ്. ദാറ്റ്സ് n സ്ക്വയർ മൈനസ് 12 ആണ്. ഇതാണ് വേരിയൻസിൻ്റെ ഇക്വേഷനായിട്ട് വരുന്നത്. സോ വേരിയൻസ് ഓഫ് ഫസ്റ്റ് നാച്ചുറൽ നമ്പർ n സ്ക്വയർ മൈനസ് 1 ഡിവൈഡ് ബൈ 12 ആണ്. ഇനി നമുക്ക് ഉള്ള ചോദ്യം നമ്മുടെ 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇത് x bar and md be the mean deviations of x bar of the observation 1 2 etc. Each of the observations are increase. Okay, mean increase ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ മീൻ വാല്യൂ ഓരോ ടൈമിനെ കൂടുന്നതോട് കൂട്ടപ്പെടും. അതായത് എക്സ് ബാറിനോട് 5 കൂടുന്നതിന് തുല്യമാണ്. എക്സ് ബാറിനോട് 5 കൂടുന്നത് ഇവിടെയുണ്ട്, അവിടെയുണ്ട്. പിന്നെ രണ്ടാമത്തെ പ്രത്യേകത മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത് ഡീവിയേഷൻ ഒരിക്കലും സ്കെയിൽ വ്യത്യാസം വരത്തില്ല. ഈ ഒറ്റ കാര്യം മാത്രം ഓർത്താൽ കിട്ടുന്നത് ഡയറക്റ്റാണ്. ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഇപ്പം ഇമ്പോർട്ടൻസ് വരുന്നുള്ളതുകൊണ്ട് ഇത്തരം ചില ചോദ്യങ്ങൾ നിങ്ങൾ വായിച്ചു വെക്കുക. അത് തിയറി ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മളൊരല്പം കീമിൻ്റെ എക്സ്പ്രസ് റിച്ച് സ്പീഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ നല്ല ചോദ്യങ്ങളുമായിട്ട് കെമിസ്ട്രിയുടെ ഡിസ്കഷൻ തൊട്ട് പറയുന്നുണ്ട്. അരൂപ് സാറ് റെഡി ആയിട്ടിരിക്കുകയാണ്. ആ സാറിനെ ഞാൻ ക്ഷണിക്കുന്നു. നമുക്ക് അടുത്ത കെമിസ്ട്രി ഡിസ്കഷനോട്ട് പോകാം. സോ ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കീം എക്സ്പ്രസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തൊട്ടുപിന്നെ സാബു സാറ് മെൻഷൻ ചെയ്തു മാത്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, അതുപോലെ തന്നെ നമുക്ക് കെമിസ്ട്രി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസ് ഓരോന്നോരോന്നായിട്ട് കണ്ടു കളഞ്ഞേക്കാം. കെമിസ്ട്രി അപ്പോൾ നിങ്ങളുടെ ലൈവ് ഞാൻ ചാറ്റ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാം, ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് റെസ്പോണ്ട് ചെയ്ത് പോവാം. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി മോളിക്യൂൾസ് ആർ ദെയർ ഇൻ 3.46 gram സാമ്പിൾ ഓഫ് ഹൈഡ്രജൻ ക്ലോറൈഡ്? ഓക്കെ, ഹൈഡ്രജൻ ക്ലോറൈഡ്. അപ്പോൾ നിങ്ങൾക്കിത് വായിച്ചിട്ട് ചെയ്തു തുടങ്ങാം. നിങ്ങളുടെ റെസ്പോൺസിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ തന്നിരിക്കുന്ന ഹൈഡ്രജൻ ക്ലോറൈഡ് സാമ്പിളിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ് തന്നിരിക്കുന്നത്? തന്നിരിക്കുന്ന വെയിറ്റ് 3.46 gram തന്നിട്ടുണ്ട്. വെയിറ്റ് ഈസ് ഗിവൺ ആസ് 3.46 gram തന്നിരിക്കുക. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഹൗ മെനി മോളിക്യൂൾസ് ആർ ദെയർ എന്നാണ്. അപ്പോൾ അത് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചോ. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ ഗിവൺ വെയിറ്റ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ വെയിറ്റ്. സോ 3.46 ഡിവൈഡഡ് ബൈ മോളിക്കുലാർ വെയിറ്റ് ഓഫ് ഹൈഡ്രജൻ ക്ലോറൈഡ്. ഹൈഡ്രജൻ ക്ലോറൈഡിൻ്റെ മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയുമ്പോൾ എത്ര വരും? HCl അല്ലേ. സോ അറ്റോമിക് വെയിറ്റ് ഓഫ് ഹൈഡ്രജൻ 1, ക്ലോറിൻ്റെ 35.5. സോ മോളിക്കുലാർ വെയിറ്റ് വരുന്നത് 36.5 എന്ന് വരും. സോ ദിസ് വൺ വുഡ് ബി ദി നമ്പർ ഓഫ് മോൾസ്. നമ്പർ ഓഫ് മോൾസ് ഇത്രയും വരും. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാമല്ലോ. നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് എത്രയാണ്? അവഗാഡ്രോ ടൈംസ്, അവഗാഡ്രോ നമ്പർ ടൈംസ് എടുത്താൽ മതി. അവഗാഡ്രോ നമ്പർ ടൈംസ്. സോ 3.46 ഡിവൈഡഡ് ബൈ 36.5 മൾട്ടിപ്ലൈഡ് ബൈ 6.022 ഇൻറ്റു 10⁻23. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടും. നിങ്ങളുടെ റെസ്പോൺസിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. എത്ര വാല്യൂ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ലൈവിലുള്ളവർ ഒന്ന് റെസ്പോണ്ട് ചെയ്യാറുണ്ട്, നന്നായിരുന്നു. സാരമില്ല, നമുക്ക് നോക്കാം. ഇത് ചെയ്തു വരുമ്പോൾ കിട്ടുന്ന വാല്യൂ 5.72 ഇൻറ്റു 10⁻22 എന്ന് കിട്ടും. 5.72 ഇൻറ്റു 10⁻22. നമ്മുടെ ഓപ്ഷൻ
യെസ്, ഫോർത്ത് ഓപ്ഷൻ 5.72 ഇൻറ്റു 10 to the power 22. ഫോർത്ത് ഓപ്ഷൻ കറക്റ്റായിട്ട് വരും. ഓക്കെ, ഫോർത്ത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റായിട്ട് വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് കണ്ടു കളഞ്ഞേക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്കെ, നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, കെമിസ്ട്രിയുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ബേസിക് കോൺസെപ്റ്റ് എന്നുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ബേസിക് കോൺസെപ്റ്റ് എന്നുള്ള ചാപ്റ്റർ അത്യാവശ്യം നല്ല ഫണ്ടമെൻ്റൽ ആയിട്ട് വേണ്ട ഒരു ചാപ്റ്ററാണ്. ഫിസിക്കൽ കെമിസ്ട്രിയുടെ ഫണ്ടമെൻ്റൽ എന്ന് നമുക്ക് വേണേൽ വിശേഷിപ്പിക്കാവുന്ന ഒരു ചാപ്റ്ററാണ്. അതാണ് ബേസിക്സ് ഓഫ് ഫിസിക്കൽ കെമിസ്ട്രി. അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് വാട്ടർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ കമ്പഷൻ ഓഫ് 16 gram ഓഫ് മീതെയിൻ. 16 gram മീതെയിൻ കമ്പഷൻ നടക്കുമ്പോൾ എത്ര ഗ്രാം വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്ത് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കെമിക്കൽ റിയാക്ഷൻ ഒന്ന് എഴുതി നോക്കാം. മീതെയിൻ ഓൺ റിയാക്ഷൻ വിത്ത് ഓക്സിജൻ ഗിവിംഗ് carbon dioxide and water, balance ചെയ്യുമ്പോൾ 4 hydrogen, so you need 2 moles of H2O. okay, 2 moles of H2O, stoichiometry 2 വേണം. അങ്ങനെയെങ്കിൽ ഓക്സിജൻ ബാലൻസ് ചെയ്യുകയാണെങ്കിൽ യെസ് 2O2 ആവശ്യമുള്ളൂ. 2O2 നമുക്ക് O2 അല്ല ഇവിടുത്തെ പ്രശ്നം. മീതെയിൻ കമ്പഷൻ നടക്കുമ്പം എത്ര ഗ്രാം വാട്ടർ പ്രൊഡ്യൂസ് ചെയ്തു എന്നാണ്. 1 mol മീതെയിൻ ആണ് റിയാക്ട് ചെയ്യുന്നത് എങ്കിൽ 2 moles ഓഫ് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യും. 2 moles ഓഫ് വാട്ടർ. ഇവർ പറയുന്നുണ്ട് 16 grams ഓഫ് മീതെയിൻ പ്രൊഡ്യൂസ് ചെയ്തു. 16 grams. സോ 16 gram മീതെയിൻ എന്ന് പറഞ്ഞാൽ മീതെയിൻ്റെ മോളിക്കുലർ മാസ് അല്ലേ 16 എന്ന് പറയുന്നത്. സോ 16 gram മീതെയിൻ ഈസ് ഇക്വലൻ ടു 1 mol ആണ്. അങ്ങനെയെങ്കിൽ എത്ര മോൾസ് ഓഫ് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യും? 2 moles, which means 2 into 18 grams. 2 into 18 grams. So the weight of oxygen weight of water produce ചെയ്ത് എത്രയാണ്? 2 into 18. That would be 36 grams എന്ന് വരും. 36 gram. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ഓപ്ഷനായിട്ട് നമുക്ക് ഫോർത്ത് ഓപ്ഷൻ എടുക്കാം. ഫോർത്ത് ഓപ്ഷൻ, ഓക്കെ, ഫോർത്ത് ഓപ്ഷൻ വരും 36 gram എന്ന് വരും. 36 gram എന്ന് വരും. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ജസ്റ്റ് നിങ്ങൾ ആ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതുന്നു, അവിടെ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് കൺസിഡർ ചെയ്യുന്നു, നമുക്ക് വാട്ടർ മോളിക്യൂളിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് കിട്ടുന്നു. സോ ഐ ഹോപ്പ് യു ഗോട്ട് ദി ഐഡിയ. നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ ഒന്ന് കണ്ടു നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ, the mole fraction of a solvent in aqueous solution of a solute is 0.8. ശ്രദ്ധിക്കണം, തന്നിരിക്കുന്ന മോൾ ഫ്രാക്ഷൻ ഓഫ് എ സോൾവെൻ്റ് ആണ്. സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷൻ അല്ല തന്നിരിക്കുന്നത്, സോൾവെൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷനാണ് തന്നിരിക്കുന്നത്. അങ്ങനെ നമുക്ക് അസ്യൂം ചെയ്യാം ദർ ഇസ് 100 moles ഇൻ ടോട്ടൽ ഉണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, മുഴുവൻ 100 moles ഉണ്ടെങ്കിൽ അവിടെ 80 moles നമ്മുടെ സോൾവെൻ്റ് ആയിട്ടുള്ള വാട്ടറാണ്. 80 moles വാട്ടർ ഉണ്ട്, അതായത് അക്വ സൊല്യൂഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 80 moles വാട്ടർ. ബാക്കി റിമൈനിങ് 20 moles ആയിരിക്കും ആര്? നമ്മുടെ സൊല്യൂട്ട് എന്ന് പറയുന്നത്. 20 moles സൊല്യൂട്ട്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഡേറ്റ വെച്ച് മൊളാലിറ്റി ഇനിയും കണ്ടുപിടിക്കാൻ എളുപ്പമായില്ലേ? മൊളാലിറ്റി. അങ്ങനെയെങ്കിൽ നമുക്ക് 80 moles ഓഫ് വാട്ടറിൻ്റെ വെയിറ്റ് വേണം. കാരണം മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ കിലോഗ്രാം ഓഫ് ദി സോൾവെൻ്റ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ കിലോഗ്രാം ഓഫ് ദി സോൾവെൻറ്റ്. അങ്ങനെയെങ്കിൽ വെയിറ്റ് ഓഫ് വാട്ടർ എത്ര വരും? വെയിറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 80 മൾട്ടിപ്ലൈഡ് ബൈ ദ മോളിക്കുലർ മാസ് 18. സോ അങ്ങനെയെങ്കിൽ നമുക്ക് വെയിറ്റ് ഓഫ് വാട്ടർ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്, വെയിറ്റ് ഓഫ് ദി സോൾവെൻറ്റ്. സോ മൊളാലിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് ദി സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം ആണ്. പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്ന വെയിറ്റ് ഗ്രാംസിലല്ലേ, ഇത് ഗ്രാമിലല്ലേ കിട്ടിയിരിക്കുന്നത്. സോ ദെയർഫോർ യു ഹാവ് ടു മൾട്ടിപ്ലൈ, ഗ്രാമിലായതുകൊണ്ട് മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 1000. വെയിറ്റ് ഓഫ് ദി സോൾവെൻറ്റ് ഗ്രാമിലായതുകൊണ്ട് 1000 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂട്ട് എത്രയുണ്ട്? നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂട്ട് 20 ഇല്ലേ? 20. സോ 20 ഇവിടെ 1000 ഉണ്ട്. 20 ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് ദി സോൾവെൻറ്റ്, ദാറ്റ് ഈസ് 80 into 18 മൾട്ടിപ്ലൈഡ് ബൈ 1000. So on doing so you can just cancel out these zeros, then you can cancel out this 2 and 8, there would be 4, and 4 and 1000 can be cancelled. You could get 250, and 250 by 18 എന്ന് കിട്ടും. 250 by 18 എന്ന് കിട്ടും. So 250 by 18 ചെയ്യുമ്പോഴേക്കും somewhere around 13, okay, 13 point something എന്ന് കിട്ടും. 13 point. So the molality would be 13.88. 13.88 എന്ന് കിട്ടും. സോ തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് 3 വരും. ഓക്കെ, നിങ്ങളുടെ ലൈവ് ഞാൻ കാണുന്നുണ്ട്. ഇത്തിരി ഡിലേ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ദാറ്റ്സ് വൈ നിങ്ങൾ ഇപ്പോഴാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ ഇപ്പോൾ പിക്ക് ചെയ്യാൻ തുടങ്ങിയതേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഓക്കെ, ഇനി നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ ഒന്ന് കണ്ടു കളഞ്ഞേക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ. നിങ്ങളുടെ റെസ്പോൺസിന് വേണ്ടി ഞാൻ ഫോർത്ത് ക്വസ്റ്റ്യൻ വെയിറ്റ് ചെയ്യാം. ഓക്കെ, വെയിറ്റ് ചെയ്യാം. അങ്ങനെയെങ്കിൽ നമ്മുടെ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ദി അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ഓഫ് ആൻ ഇലക്ട്രോൺ
മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് 1 × 10⁴ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആക്യുറേറ്റ് അപ് ടു 0.011% വിൽ ബി. അപ്പോൾ നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന അൺസർട്ടൈനിറ്റീൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അൺസർട്ടൈനിറ്റി പൊസിഷൻ അപ്പോൾ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. നിങ്ങളുടെ റെസ്പോൺസ് ഞാനൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ ലെറ്റ്സ് സീ. അങ്ങനെയെങ്കിൽ അൺസർട്ടൈനിറ്റി ഇൻ ദി വെലോസിറ്റി തന്നിട്ടുണ്ട്. നമുക്ക് വെലോസിറ്റിയാണ് തന്നിരിക്കുന്നത്, അൺസർട്ടൈനിറ്റി ഇൻ വെലോസിറ്റി തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ഇക്വേഷൻ അറിയാം, ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വി. ഓക്കെ, ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വി വുഡ് ബി ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ 4πm. ഇതായിരിക്കും നമുക്ക് അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത്. നിങ്ങളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്ന ഡെൽറ്റ എക്സ് ആണ്. പക്ഷേ യു ഡോണ്ട് ഹാവ് എനി ഐഡിയ അബൌട്ട് ദി വാല്യൂ ഓഫ് ഡെൽറ്റ വി. ഡെൽറ്റ വി തന്നിട്ടില്ല ക്വസ്റ്റിനകത്ത്, പകരം വി ആണ് തന്നിരിക്കുന്നത്. വി അങ്ങനെയെങ്കിൽ വി എന്ന് പറയുന്നത് എന്താ? വി വുഡ് ബി ഈക്വൽ ടു 1 × 10⁴ സെൻറ്റിമീറ്റർ സെക്കൻഡ് ഇൻവേഴ്സ്. മീറ്റർ ഇൻവേഴ്സ് മീറ്ററിലേക്ക് ആക്കുകയാണെങ്കിൽ 1 × 10⁴ മൾട്ടിപ്ലൈഡ് ബൈ 10⁻² മീറ്റർ സെക്കൻഡ് ഇൻവേഴ്സ് കാണും. സോ അങ്ങനെയെങ്കിൽ 10⁻² മീറ്റർ സെക്കൻഡ് ഇൻവേഴ്സ് ആയിരിക്കും വെലോസിറ്റി എന്ന് പറയാൻ. നിങ്ങളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് അൺസർട്ടൈനിറ്റി ഇൻ പൊസിഷൻ ആണ്. സോ അൺസർട്ടൈനിറ്റി ഇൻ വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം അൺസർട്ടൈനിറ്റി ഇൻ വെലോസിറ്റി എങ്ങനെയായിരിക്കും? തന്നിരിക്കുന്ന ആക്യുറസി എത്രയാണ്? 0.011% എന്ന്. സോ ഡെൽറ്റ വി വുഡ് ബി ഈക്വൽ ടു ഇതിൻ്റെ 0.011% ആയിരിക്കും നമ്മുടെ ഡെൽറ്റ വി എന്ന് പറയുന്നത്. സോ 10⁻² മൾട്ടിപ്ലൈഡ് ബൈ 0.011 divided by 100. Okay, divided by 100. On doing so, this 100 and this 100 can be cancelled, and the delta v would be 0.011 meter per second. And meter per second or meter second inverse and kitti. So now you have this delta v. Delta v nammade kayil undallo. Delta v ഒന്ന് minimize ചെയ്തേക്കാം. Now you have an idea about this delta v. Delta v ഉണ്ടെങ്കിൽ നമുക്ക് delta x കണ്ടുപിടിക്കാം. Delta x would be equal to h by 4πm delta v. അങ്ങനെയെങ്കിൽ h എത്രയാണ്? 6.63. റൗണ്ട് ഓഫ് ചെയ്താൽ 6.63 × 10⁻⁻34 ജൂൾ സെക്കൻഡ് ഡിവൈഡഡ് ബൈ 4 × 3.14 × m. m എന്ന് പറയുന്നത് മാസ് ഓഫ് ഇലക്ട്രോൺ. മാസ് ഓഫ് ഇലക്ട്രോൺ ആകുമ്പോഴേക്കും 9.1 × 10⁻31 കിലോഗ്രാം ഇൻറ്റു ഡെൽറ്റ വി. ഡെൽറ്റ വി ഈസ് 0.011. നിങ്ങളിത് ചെയ്യാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് വാല്യൂ നോക്കാം. വാല്യൂ വരുന്നത് മീറ്ററിലായിരിക്കും. 0.00 ഓക്കെ 0.00 sorry yes the value would be obtained as 0.527 × 10⁻² meters എന്ന് കിട്ടും. 0.527 × 10⁻² meters. അപ്പോൾ നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന വാല്യൂവിൽ മീറ്റർ ഒന്നുമില്ല, സെൻറ്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. സോ 10⁻² മീറ്ററിന് എനിക്ക് സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. സോ 0.527 × 10⁻². Okay, -2 has been removed as centi. So now you could get centimeter. 0.527 centimeter എന്ന് കിട്ടും. So the uncertainty in the position would be 0.527 centimeter. So ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ the correct option would be option D ആയിരിക്കും. ഓപ്ഷൻ D ആയിരിക്കും കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. സോ ഫോർത്ത് ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ D വരും.
അങ്ങനെയെങ്കിൽ നമുക്ക് 5th ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. 5th ക്വസ്റ്റ്യൻ. An electron transits from the 7th orbit to the 3rd orbit of Li2 plus ion. The spectrum will occur in. So now the electronic emission spectra കാര്യം പറഞ്ഞിരിക്കുന്നത് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിൻ്റെ എമിഷൻ സ്പെക്ട്രയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വേവ് നമ്പറിൻ്റെ ഇക്വേഷൻ, അതായത് വേവ് നമ്പർ അല്ല നമുക്ക് വേണ്ടത്, വേവ് ലെങ്ത് ആണ് വേണ്ടത്. വേവ് നമ്പർ കണ്ടുപിടിച്ചാൽ വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. സോ ന്യൂ ബാർ വുഡ് ബി ഈക്വൽ ടു ദ റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു 1/n f square minus 1/ni square ഇൻറ്റു ഇസഡ് സ്ക്വയർ വേണം. ഇസഡ് സ്ക്വയർ കാരണം നമ്മൾ ഇപ്പോൾ ലിഥിയമാണ്, ഹൈഡ്രജൻ അല്ല, അപ്പം അറ്റോമിക് നമ്പറും കൂടെ അവിടെ വേണ്ടി വരും. സോ റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ് വരുന്നത് 1.09677 ഇൻറ്റു 10⁻7 എന്നാണ് വരുന്നത്. 10⁻7 മീറ്ററിലാണെങ്കിൽ, ഓക്കെ, മീറ്റർ ഇൻവേഴ്സിലാണെങ്കിൽ 0.9677 ഇൻറ്റു 10⁻7 മീറ്റർ ഇൻവേഴ്സിൽ വരും. ഇൻറ്റു NF ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 3rd ഓർബിറ്റാണ്. സോ 3 സ്ക്വയർ മൈനസ് ഇനിഷ്യൽ എന്ന് പറയുന്നത് 7. സോ 7 സ്ക്വയർ ഇൻറ്റു ലിഥിയം, ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, അറ്റോമിക് നമ്പർ 3 വരും. ഓക്കെ, 3 സ്ക്വയർ വേണം, 3 സ്ക്വയർ. സോ ഇത് സോൾവ് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് 1.09677 ഇൻറ്റു 10⁻7. സോ എക്സ്പാൻഡ് ചെയ്യുമ്പോഴേക്കും കിട്ടുന്നത് 49 മൈനസ് 9 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 49 എന്ന് വരും. So there would be a 9 over here. So this 9ഉം 9ഉം കൂടെ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്ത് കളയാനായിട്ട് പറ്റും. അങ്ങനെ ക്യാൻസൽ ചെയ്തു ബാക്കി ചെയ്യുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ എഴുതിയിരിക്കുന്നത് ന്യൂ ബാറിൻ്റെ എക്സ്പ്രഷനാണ്. നമുക്ക് വേണ്ടത് എന്താണ്? വേവ് ലെങ്ത് ആണ് വേണ്ടത്, വേവ് ലെങ്ത്. അങ്ങനെയാണെങ്കിൽ ഏത് റീജിയണിൽ വരത്തുള്ളൂ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. കാരണം UV റീജിയൺ ആണോ, വിസിബിൾ ആണോ, IR ആണോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വേവ് ലെങ്ത് വേണം, വേവ് ലെങ്ത്. സോ ഫോർ വേവ് ലെങ്ത് ലാംഡ വുഡ് ബി ഈക്വൽ ടു 1/ന്യൂ ബാർ എടുത്താൽ മതി, 1/ന്യൂ ബാർ. സോ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതിയാവും. സോ റെസിപ്രോക്കൽ വരുന്ന 49 ഡിവൈഡഡ് ബൈ 1.09677 മൾട്ടിപ്ലൈഡ് ബൈ 40 ഇൻറ്റു 10⁻7 ഉണ്ട്, 10⁻7. സോ ഇത് മേലേക്ക് എടുക്കാം, 10⁻7. സോ അങ്ങനെ ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 111 ഇൻറ്റു 10⁻−9 മീറ്റർ എന്ന് കിട്ടും. 111 ഇൻറ്റു 10⁻−9 മീറ്റർ. സോ ദാറ്റ് വുഡ് ബി ഈക്വൽ ടു 111 നാനോമീറ്റർ വിച്ച് ഫോൾസ് അണ്ടർ ഏത് റീജിയണിൽ വരും? 111 നാനോമീറ്റർ. 200 നാനോമീറ്ററിന് താഴെ എന്ന് പറയുമ്പോഴേക്കും ദാറ്റ് ബിലോങ്സ് ടു ദി UV റീജിയൻ. സോ UV റീജിയണിലായിരിക്കും ഈ വാല്യൂ വരുന്നത്, UV റീജിയണിലായിരിക്കും ഈ വാല്യൂ വരുന്നത്. സോ നമുക്ക് ഓപ്ഷൻസിലേക്ക് നോക്കാം. സോ 111 നാനോമീറ്റർ UV റീജിയൻ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ. സോ 5th ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ എ തന്നെ വരും, UV റീജിയൻ എന്നുള്ളത്, UV റീജിയൻ. സോ ഐ തിങ്ക് യു ഗോട്ട് ആൻ ഐഡിയ. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 6th ക്വസ്റ്റ്യൻ. നിങ്ങളുടെ റെസ്പോൺസിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. The Rutherford experiment, which of the following happened? Okay, in Rutherford's experiment, which of the following happened? സോ റുദർഫോർഡ് എക്സ്പെരിമെൻറ്റ്, ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് നടത്തിയത് ഗോൾഡ് ഫോയിൽ കൂടെ ആൽഫ പാർട്ടിക്കിൾസിനെ കടത്തി വിട്ടിട്ടായിരുന്നു എക്സ്പെരിമെൻറ്റ് നടത്തിയത്. അപ്പോൾ നമുക്ക് ഓരോരോ ഒബ്സർവേഷൻസ് നോക്കാം. ഒബ്സർവേഷൻ തന്നിരിക്കുന്നത് മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് പാസ് ത്രൂ വിത്തൗട്ട് ഡിഫ്ലക്ഷൻ. ശരിയായിരുന്നു. എന്നിട്ട് അദ്ദേഹം കൊടുത്ത അസംഷൻ ആയിരുന്നു എന്ത്? ദിസ് മോസ്റ്റ് ഓഫ് ദി സ്പേസസ് ഇൻ ആൻ ആറ്റം ഈസ് എംറ്റി എന്ന് അദ്ദേഹം പറഞ്ഞത്. സോ ഇത് കറക്റ്റ് ആയിരുന്നു അല്ലേ? മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് അതിനകത്തൂടെ കടന്നുപോയി, ഗോൾഡ് ഫോയിലിനകത്തൂടെ കടന്നുപോയി, വിത്തൗട്ട് എനി ഡിഫ്ലക്ഷൻ കടന്നുപോയി. ശരിയാണ്. എ ഫ്യൂ ആൽഫ റേസ് പാസ്ഡ് ത്രൂ ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൽ കൂടെ അവർ പാസ് ചെയ്തോ? ഇല്ല, ന്യൂക്ലിയസിൽ കൂടെ അവർ പാസ് ചെയ്തില്ല. ന്യൂക്ലിയസിൽ ഡയറക്റ്റ് ഹിറ്റ് ചെയ്തവരെല്ലാം 180 ഡിഗ്രി, കറക്റ്റ് 180 ഡിഗ്രിയിൽ ഡിഫ്ലക്റ്റ് ബാക്ക് ചെയ്തു, പുറകിലേക്ക് തിരിച്ചു വന്നു. എ ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് ആർ റിഫ്ലക്റ്റഡ് ബാക്ക്. അത് ശരിയാണ്, സി ശരിയാണ്. അപ്പോൾ എയും ശരിയാണ്, സിയും ശരിയാണ്. അപ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് ഒന്നിലധികം ഓപ്ഷൻസ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളത്.
So alpha particles going near the nucleus are slightly deflected. Okay, അപ്പം ന്യൂക്ലിയസിന് അടുത്തൂടെ പോയവർ, ന്യൂക്ലിയസിൽ ചെന്നവരല്ല, ന്യൂക്ലിയസിന് അടുത്തൂടെ പോയവർ ചെറുതായിട്ട് ഡിഫ്ലക്റ്റ് ചെയ്തു പോയി. അപ്പോൾ അതും ശരിയായിരുന്നു. കാരണം ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഒരു ഹീലിയം ന്യൂക്ലിയസ് ആണ്, പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. നമ്മുടെ ന്യൂക്ലിയസും പോസിറ്റീവ്ലി ചാർജ്ഡ് ആയതുകൊണ്ട് റിപ്പൾഷൻ കാരണം അവർ ഡിഫ്ലക്റ്റ് ചെയ്തു. അപ്പോൾ ശരിയാണ്, എ ശരിയാണ്, സി ശരിയാണ്, ഡി ശരിയാണ്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഏത് വരും? എ സി ഡി ആർ കറക്റ്റ്. എ സി ഡി ആർ കറക്റ്റ്. സോ 6th ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ ഇ വരും. ഓപ്ഷൻ ഇ. കീം ആയതുകൊണ്ട് നിങ്ങൾക്ക് 5 ഓപ്ഷൻസ് ഉണ്ടാകും. ഓക്കെ, കീം ആയതുകൊണ്ട് 5 ഓപ്ഷൻസ് എ ബി സി ഡി ഇ ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ എലിമിനേഷൻ എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ഉള്ള ഒരു ഭാഗമാണ് നിങ്ങളുടെ കീമിനെ സംബന്ധിച്ച്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് 7th ക്വസ്റ്റ്യൻ നോക്കാം. 7th ക്വസ്റ്റ്യൻ. So the charge to mass ratio of proton is 9.55 into 10 to the power 4 coulomb per gram, and the charge on the proton is plus 1.6 into 10 to the power minus 19 coulomb. The mass of the proton would be, proton mass ആ ചോദിച്ചിരിക്കുന്നത്, proton mass. ഓക്കെ, proton mass നമുക്ക് ചെയ്ത് നോക്കാം. പ്രോട്ടോണിൻ്റെ മാസ് എങ്ങനെ വരുമെന്ന്. നമുക്ക് തന്നിരിക്കുന്നത് m/e റേഷ്യോ ആണ്. ഓക്കെ, m/e റേഷ്യോ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 9.55 into 10 to the power 4 കൂളം പെർ ഗ്രാം എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ചാർജ് ടു മാസ് റേഷ്യോ, സോറി, m/e അല്ല, e/m റേഷ്യോ. e/m റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, e/m റേഷ്യോ. അങ്ങനെയെങ്കിൽ നമുക്ക് ഇയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഇയുടെ വാല്യൂ പ്ലസ് 1.6 into 10 to the power minus 19 കൂളംബ് എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? വെയിറ്റ് അല്ലേ? വെയിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇ ഡിവൈഡഡ് ബൈ e/m ചെയ്താൽ മതി. ഇ ഡിവൈഡഡ് ബൈ e/m ചെയ്യുമ്പോഴേക്കും യു കുഡ് ഗെറ്റ് m. സോ ദാറ്റ് വുഡ് ബി ഈക്വൽ ടു, മാസ് വുഡ് ബി ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ 1.6 into 10 to the power minus 19 കൂളംബ് ഡിവൈഡഡ് ബൈ 9.55 into 10 to the power 4 കൂളം. ഞാൻ ഗ്രാം ഇൻവേഴ്സിലാക്കുക, ഗ്രാം ഇൻവേഴ്സ്. സോ കട്ട് ചെയ്തു. ഓൺ ഡൂയിങ് സോ യു കുഡ് ഗെറ്റ് ദി വാല്യൂ ഓഫ് ദിസ് മാസ് ഓഫ് പ്രോട്ടോൺ. മാസ് ഓഫ് പ്രോട്ടോൺ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ചെയ്യാം, വർക്കൗട്ട് ചെയ്യാം. ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ ഓപ്ഷന് വേണ്ടിയിട്ട്. മക്കളെ ഈ അല്ലല്ലോ, ഒന്നുകൂടെ വർക്കൗട്ട് ചെയ്ത് നോക്കി. എന്തായാലും പവർ വരുന്നത് 10 to the power minus 19, 10 to the power 4 മേലേക്ക് എടുക്കുമ്പോഴേക്കും 10 to the power minus 4. അത് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് കിട്ടുന്നത് 10 to the power minus 23 എന്ന് തന്നെ, അത്രയും തന്നെ ചെയ്യുമ്പോൾ കിട്ടും. പവർ മാത്രമാണേ, എ ക്വാണ്ടിറ്റി, എ ഇൻറ്റു എന്നുണ്ട്, ഒരു ക്വാണ്ടിറ്റി ഇൻറ്റു പവർ മാത്രം 10 to the power minus 3 എന്ന് വരും. 10ൻ്റെ പവർ മാത്രം. സോ എ ക്വാണ്ടിറ്റി എ ഇൻറ്റു നിങ്ങൾ ഈ ഇട്ടേക്കുന്നത് ചിലപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റിൻ്റെ ആയിരിക്കും, കഴിഞ്ഞ ക്വസ്റ്റിൻ്റെ ഈ ആയിരിക്കും, അതായിരിക്കും നിങ്ങൾ ഈ ഇപ്പം ഡിലേ ഉള്ളത് കൊണ്ടായിരിക്കാം. നമ്മുടെ വാല്യൂ വരുന്നത് എ എന്ന് പറയുന്നത് 0.167 എന്ന് വരും. 0.167 into 10 to the power minus 23. കുറച്ചുകൂടെ ക്ലിയർ ആക്കി വ്യക്തമാക്കി എഴുതുകയാണെങ്കിൽ നമുക്കൊരു ഡെസിമൽ ഒന്ന് മാറ്റി എഴുതാം. സോ ഒരു ഡെസിമൽ പ്ലേസ് മാറ്റി എഴുതുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് 1.67 into 10 to the power minus 24 ഗ്രാം എന്ന് കിട്ടും. 24 ഗ്രാം. ഇനി കിലോഗ്രാമിലാക്കണമെങ്കിൽ ആക്കാം കേട്ടോ. കിലോഗ്രാമിലാക്കുമ്പോഴേക്കും 10 to the power minus 27 കിലോഗ്രാം എന്നാവും. പക്ഷേ ഓപ്ഷനകത്ത് അങ്ങനെ ഒന്നുമില്ല, നമുക്ക് ഗ്രാമിൽ മാത്രമേ ഉള്ളൂ. സോ 7th ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ 1.67 into 10 to the power minus 24 കിലോഗ്രാം അല്ല, ഗ്രാം വരണം. ഗ്രാം 1.67 into 10 to the power minus 24 ഗ്രാം. സോ ഓപ്ഷൻ ഡി വരും. 7th ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ ഡി വരും. ഓപ്ഷൻ ഡി. സോ ഡി ഓപ്ഷൻ. യെസ്, കണ്ടു. ഫ്രാൻസിഷ്യ തങ്കച്ചൽ ഇട്ടേക്കുന്ന കണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് 8th ക്വസ്റ്റ്യൻ നോക്കാം. 8th ക്വസ്റ്റ്യൻ. An electron jumps from the n equal to 6th to the n equal to 1 level. The possible number of spectral lines is, അപ്പോൾ എത്ര ട്രാൻസിഷൻസ് പോസിബിൾ ആണെന്നാണ് ചോദിക്കുന്നത്. ദ പോസിബിൾ നമ്പർ ഓഫ് ട്രാൻസിഷൻസ് ആണ് ചോദിക്കുന്നത്. എത്രയൊക്കെ നമ്പറുകൾ കിട്ടിയേക്കാം, അല്ലെങ്കിൽ എത്രയൊക്കെ ലൈൻസ് നമുക്ക് കാണാൻ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം, ഇത്തരം എമിഷൻ സ്പെക്ട്രയുടെ കേസിൽ നിങ്ങൾക്ക് 1 to n minus 1th ടേമിൻ്റെ സം എടുത്താൽ മതിയാവും അല്ലേ, സം. സോ നമ്പർ ഓഫ് ലൈൻസ് വുഡ് ബി ഈക്വൽ ടു number of lines
ഈക്വൽ ടു, അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്കാണ് ഇവർ എമിഷൻ നടത്തി താഴേക്ക് വരുന്നത്, ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്കാണ് വരുന്നത് എങ്കിൽ യു ക്യാൻ യൂസ് ദി സം ഓഫ് ദി n-1th ടേം. ഓക്കെ, ഫസ്റ്റ് n-1th ടേമിൻ്റെ സമ്മ് കണ്ടുപിടിക്കാം. സോ n ഇൻറ്റു n-1 ഇൻറ്റു 2 ചെയ്താൽ മതിയാവും. n ഇൻറ്റു n-1 ഇൻറ്റു 2 ചെയ്താൽ മതിയാവും. സോ n ഇൻറ്റു n-1 ഇൻറ്റു 2 എന്ന് പറയുമ്പോഴേക്കും n ഇവിടെ 6 ആയിട്ട് എടുക്കാം. 6 ഇൻറ്റു 6 - 1 ഡിവൈഡഡ് ബൈ 2. സോ ദാറ്റ് വുഡ് ബി 3 ഇൻറ്റു 5. 3 ഇൻറ്റു 5 15 എന്ന് കിട്ടും. 15 3 ഇൻറ്റു 5 നിങ്ങൾക്ക് 15 എന്ന് കിട്ടും. ഓക്കെ, 15. സോ ദി 8th ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാ? നമ്മുടെ ഓപ്ഷനകത്ത് ഈ കിടപ്പില്ലേ, ഈ 15 ആയിട്ടല്ലേ കിടക്കുന്നത്. 8th ക്വസ്റ്റ്യൻ്റെ 15 എന്ന് വരും. 15. മാക്സിമം നമ്പർ ഓഫ് പോസിബിൾ ലൈൻസാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. മാക്സിമം എത്ര ലൈൻസ് കിട്ടാം? 15 ലൈൻസ് നിങ്ങൾക്ക് കിട്ടാം. ഓക്കെ, സോ 8th ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ ഈ വരും. ഇനി നമുക്ക് 9th ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേക്കാം. 9th ക്വസ്റ്റ്യൻ. The ions scandium 3+, calcium 2+, and potassium plus have same electronic configuration as that of. അപ്പോൾ ഇവരുടെ മൂന്നുപേരുടെയും കോൺഫിഗറേഷൻ സെയിം ആണെന്ന് നമുക്കിപ്പോൾ പിടി കിട്ടി. ഈ മൂന്നാൾക്കാരുടെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സെയിം ആണെന്ന് ക്വസ്റ്റിന് തന്നെ വ്യക്തമാണ്. ഈ മൂന്നാൾക്കാരുടെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മറ്റാരോ ആയിട്ട്, ഓപ്ഷനിൽ മറ്റാരോ ആയിട്ട് ഈക്വൽ. അത് ആരാന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആരാന്ന് നോക്കാമല്ലോ. അപ്പോൾ നമുക്ക് 9th ക്വസ്റ്റ്യൻ വെയിറ്റ് ചെയ്യാം. 9th ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഓപ്ഷൻസിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. അങ്ങനെയെങ്കിൽ സ്കാൻഡിയം 3+, കാൽഷ്യം 2+, പൊട്ടാഷ്യം പ്ലസ് ഹാവ് ദ സെയിം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇപ്പം പൊട്ടാഷ്യം പ്ലസ് എടുക്കാം. പൊട്ടാഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ നമുക്കറിയാം. എത്രയാണ് പൊട്ടാഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ വരുന്നത്? 19 വരുന്നത്. 19 ആണ് പൊട്ടാഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ. അങ്ങനെയെങ്കിൽ അറ്റോമിക് നമ്പർ ഓഫ് പൊട്ടാഷ്യം ഇസ് 19. അങ്ങനെയെങ്കിൽ നമുക്കറിയാം ആർഗൺ, അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതുകയാണെങ്കിൽ σ1s2 σ2s2 പൊട്ടാഷ്യം എഴുതുകയാണെങ്കിൽ 1s2 2s2 2p6 3s2 3p6 4s1. ഇതാണ് പൊട്ടാഷ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന്. പൊട്ടാഷ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇതിൽ നിന്നും ഒരു ഇലക്ട്രോൺ പോയി K+ ആയി. K+ ആയി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇലക്ട്രോണെ കളഞ്ഞു എന്നല്ലേ ഇതിനർത്ഥം. ഈ ഒരു ഇലക്ട്രോണെ കളഞ്ഞു. സോ ഈ ഒരു ഇലക്ട്രോണെ കളഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ഗോട്ട് എ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. സോ തേർഡ് പീരീഡിൽ കിടക്കുന്ന നോബിൾ ഗ്യാസ് ആരാണ്? തേർഡ് പീരീഡിൽ കിടക്കുന്ന നോബിൾ ഗ്യാസ് നമുക്ക് എല്ലാവർക്കും അറിയാം, ആർഗൺ ആണ് തേർഡ് പീരീഡിൽ കിടക്കുന്ന നോബിൾ ഗ്യാസ്, ആർഗൺ. സോ ദ 9th ക്വസ്റ്റ്യനെ ഏത് വരും? ഏത് ഓപ്ഷൻ? സെക്കൻഡ് ഓപ്ഷൻ ഞാൻ കണ്ടു. നിങ്ങളുടെ ഓപ്ഷൻസ് ഞാൻ കണ്ടു. സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ, സ്വിഫ്റ്റ് സെക്കൻഡ് ഓപ്ഷൻ പിക്ക് ചെയ്തിരിക്കുന്നു, കണ്ടു. അങ്ങനെയെങ്കിൽ നമുക്ക് 10th ക്വസ്റ്റ്യൻ നോക്കിയേക്കാം. 10th ക്വസ്റ്റ്യൻ. The electron gain enthalpy of chlorine is -349 kilojoule per mole ഉണ്ട്. -349 kilojoule per mole. The ionization energy of Cl- would be. ക്വസ്റ്റ്യൻ സൂക്ഷിച്ച് ചെയ്യണം. Cl അല്ല ചോദിച്ചിരിക്കുന്നത്, Cl- അയണൈസേഷൻ എനർജിയാണ്. അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ചാറ്റ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ഓക്കെ, നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിയ. Cl ഒരു ഇലക്ട്രോണിനെ വാങ്ങിച്ച് Cl- ആവാൻ വേണ്ടി, അല്ല Cl- ആയപ്പോൾ റിലീസ് ചെയ്ത എനർജിയാണ് ദിസ് 349 കിലോജൂൾ പെർ മോൾ എന്ന് പറയുന്നത്. 349 ഇത്രയും കിലോജൂൾസ് ഓഫ് എനർജി റിലീസ് ചെയ്തിട്ടുണ്ട്. സോ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി എന്ന് പറയുന്നത് ഇലക്ട്രോണിനെ വാങ്ങിച്ചതിന് ശേഷം ഇവർ സ്റ്റേബിൾ ആകുന്നതുകൊണ്ട് റിലീസ് ചെയ്യുന്ന എനർജിയാണ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി എന്ന് പറയുന്നത്. സോ ഓൺ ദി അതർ ഹാൻഡ് they have been asked to find out the ionization energy. ഈ Cl- ഒരു ഇലക്ട്രോണിനെ കളഞ്ഞ്, ദിസ് ഇസ് ഹാഫ് Cl2. ഓക്കെ,
ഹാഫ് Cl2 Cl-i. അതേപോലെ തന്നെ Cl- ഒരു ഇലക്ട്രോണിനെ കളഞ്ഞ് ഹാഫ് Cl2 ആയിട്ട് മാറാൻ വേണ്ടി റിലീസ് ചെയ്യുന്ന എനർജി, അയണൈസേഷൻ എനർജി, അല്ലെങ്കിൽ ക്ലോറിൻ ആറ്റം ആവാൻ വേണ്ടി റിലീസ് ചെയ്യുന്ന എനർജി, Cl ആവാൻ വേണ്ടി റിലീസ് ചെയ്യുന്ന എനർജി എത്രയാണെന്നാണ് ചോദിക്കുന്നത്. Cl ഒരു ഇലക്ട്രോണിനെ കളഞ്ഞു. അപ്പോൾ ഒരു ഇലക്ട്രോണിനെ റിലീസ് ചെയ്യാൻ നേരം ഇവർക്ക് വേണ്ടി വരുന്ന എനർജി എത്രയായിരിക്കും? ഇവർ Cl ഒരു ഇലക്ട്രോണിനെ വാങ്ങിച്ച് Cl- ആയപ്പോഴേക്കും 349 കിലോ ജൂൾ ആയിട്ട് മാറിയിട്ടുണ്ട്. 349 കിലോ ജൂളായി മാറി. ഇനി അത്രയും എനർജിയാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. പകരം ഓൺ ദി അതർ ഹാൻഡ്, ഇഫ് ദി Cl- ഹാസ് ടു ബി കൺവേർട്ടഡ് ഇൻ ടു Cl, അങ്ങനെയെങ്കിൽ ഞാൻ സപ്ലൈ ചെയ്യേണ്ട എനർജി എത്രയായിരിക്കും? 349 ആയിരിക്കും. സോ ദ സിസ്റ്റം ഈസ് നൗ അബ്സോർബിങ് ദിസ് എനർജി. സിസ്റ്റം അബ്സോർബ് ചെയ്യുകയാണ്. സോ ദിസ് എൻതാൽപ്പി എന്ന് പറയുന്ന എത്ര വരും? അയണൈസേഷൻ എൻതാൽപ്പി അബ്സോർബ് ചെയ്തതുകൊണ്ട് -349 കിലോ ജൂൾ ആയിരിക്കണം. -349 കിലോ ജൂൾ പെർ മോൾ ആയിരിക്കണം വേണ്ടത്. -349. So the correct option would be 10th question. The correct option would be first one. Ionization energy absorb ചെയ്യുകയാണ് അല്ലേ? അപ്പം മൈനസ് വേണം. -349 കിലോ ജൂൾ പെർ മോൾ. ഓക്കെ, ഇനി നമുക്ക് 11th question ഒന്ന് നോക്കാം. 11th question. The correct increasing order of second ionization enthalpy. Second ionization enthalpy. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ദി എലമെൻറ്റ്സ് ഓഫ് ദി സെക്കൻഡ് പീരിയഡ്. സെക്കൻഡ് പീരീഡിലുള്ളവർ എന്ന് പറയുമ്പോൾ ആര് വരും? ലിഥിയം വരും, ബെർലിയം വരും, ബോറോൺ വരും, കാർബൺ വരും, നൈട്രജൻ വരും, ഓക്സിജൻ വരും, ഫ്ലൂറിൻ വരും. നിയോണിനെ ഓപ്ഷനകത്തില്ല, അപ്പം നിയോണിനെ നമുക്ക് വിട്ടേക്കാം. ഇത്രയും ആൾക്കാരുടെ അയണൈസേഷൻ എൻതാൽപ്പി, ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി അല്ല, സെക്കൻഡ് അയണൈസേഷൻ, അതായത് Li പ്ലസ് ആയി, ബെർലിയം പ്ലസ് ആയി, ബോറോൺ മോണോവാലൻ്റ്, കാർബൺ മോണോവാലൻ്റ്, നൈട്രജൻ മോണോവാലൻ്റ്, ഓക്സിജൻ മോണോവാലൻ്റ്, ഫ്ലൂറിൻ മോണോവാലൻ്റ്. ഇതിന് ശേഷം ഇവർ അടുത്ത ഇലക്ട്രോൺ, നെക്സ്റ്റ് ഇലക്ട്രോണിനെ റിലീസ് ചെയ്യാനായിട്ട് എന്തോരം എനർജി, അല്ലെങ്കിൽ ഇവരുടെ എന്തോരം എനർജി അബ്സോർബ് ചെയ്യണം, അതാ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഓർഡറാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ദാറ്റ് മീൻസ് Li ഈസ് ബിക്കമിങ് Li2+, ബെർലിയം ഈസ് ബിക്കമിങ് Beryllium-2+, boron is becoming boron-2+, carbon C2+, N2+, O2+, and F2+. സോ അങ്ങനെയെങ്കിൽ ഞാൻ ഇവരെ അങ്ങ് റൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് നോക്കാം. ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, Li+ൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ട്രെൻഡ് അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ സാധനം. സോ Li+ൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 1s2 2s1 എന്ന് വരും. 1s2 2s1. ബെർലിയത്തിൻ്റെ വരുമ്പോഴേക്കും 1s that's 2s0. Li+ ആയി കഴിയുമ്പോഴേക്കും 2s0 ആയിട്ട് മാറി. സോ ബെർലിയം ആകുമ്പോഴേക്കും 1s2 2s1 എന്ന് വരും. 2s1. ബോറോൺ ആകുമ്പോഴേക്കും 1s2 ഒരു ഇലക്ട്രോൺ പോയി. സോ 1s2 2s2 എന്ന് വരും. പിയിലുണ്ടായിരുന്ന ഒരു ഇലക്ട്രോൺ ബോറോൺ നഷ്ടപ്പെട്ടു. കാർബൺ വരുമ്പോഴേക്കും 1s2 2s2 2p1 എന്ന് വരും. 2p1. നൈട്രജൻ വരുമ്പോഴേക്കും 1s2 2s2 2p2 എന്ന് വരും. ദെൻ ഓക്സിജൻ വരുമ്പോഴേക്കും 1s2 2s2 2p3 എന്ന് വരും. ഇത് സൂക്ഷിക്കണം. ഓക്കെ, ഈ ഓക്സിജനെ സൂക്ഷിക്കണം. 2p3 എന്ന് വരും. ഫ്ലൂറിൻ വരുമ്പോഴേക്കും 1s2 2s2 2p4 എന്ന് വരും. 2p4. ഇവിടെ നിന്നും ഒരു ഇലക്ട്രോണിനെ കളയുന്നത്, ഇവരെല്ലാം ഓരോ ഇലക്ട്രോണിനെ കളയുക. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഫ്ലൂറിന് ഒരു ഇലക്ട്രോണും കൂടെ പോകുമ്പോഴേക്കും ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ കിട്ടുമെന്നൊക്കെ തോന്നുമെങ്കിലും അവിടെ ചില അനോമലീസ് ഉണ്ട്. ലിഥിയം, നമുക്ക് ആദ്യം ലിഥിയത്തെ നോക്കാം. ലിഥിയത്തിന് 2 ഇലക്ട്രോൺ, വാലൻസ് ഷെല്ലിലുണ്ടായിരുന്ന 2 ഇലക്ട്രോണേയും കളഞ്ഞു. ഇപ്പോൾ ഇവരുടെ ന്യൂക്ലിയർ ചാർജ് നന്നായിട്ട് കൂടി നിൽക്കുകയാണ്. ഈ ന്യൂക്ലിയർ ചാർജ് നന്നായിട്ട് കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോണിനെ കളയുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഈ Li+ എന്ന് പറയുന്നത്, അതായത് ഇവിടെ +2 ആവാൻ വേണ്ടിയിട്ട് Liയുടെ വാലൻസ് ഷെല്ലിലുണ്ടായിരുന്ന ഒരു ഇലക്ട്രോണിനെ കളഞ്ഞിട്ടാണ് ഈ സാധനം ആവുന്നത്, Li2+ ആവുന്നത് അല്ലേ. രണ്ടാമത്തെ ഒരു ഇലക്ട്രോണിനെ കളയുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ന്യൂക്ലിയർ ചാർജ് ഭയങ്കരമായിട്ട് കൂടി നിൽക്കുന്നതുകൊണ്ട് ദിസ് ലിഥിയം ഹാസ് ഗോട്ട് ദി ഹയസ്റ്റ് സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി. ലിഥിയത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത്. ലിഥിയം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ദിസ് അയണൈസേഷൻ എൻതാൽപ്പി ഏറ്റവും കൂടുതൽ വരുന്നയാളെന്ന് പറയുന്നത് ഓക്സിജനാണ്. കാരണം ഓക്സിജന് ഈ ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ഉള്ളത് കൊണ്ട് ഓക്സിജൻ ആയിരിക്കും വരുന്നത്. നമുക്ക് തോന്നും ഫ്ലൂറിൻ ഒരു ഇലക്ട്രോണെ കൂടെ കളഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ കിട്ടൂലേന്ന്. പക്ഷേ ഫ്ലൂറിൻ ബീൻ ആൻ ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റം, മോസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റമാണ് നമ്മുടെ ഫ്ലൂറിൻ എന്ന് പറയുന്നത്. ആ ഫ്ലൂറിനിലെ ഒരു ഇലക്ട്രോണെ കളഞ്ഞത് തന്നെ ബുദ്ധിമുട്ടിയിട്ടാണ്. അപ്പോൾ രണ്ടാമത്തെ ഒരു ഇലക്ട്രോണെ കളയാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഓക്സിജന് ശേഷം ഫ്ലൂറിൻ വരും. ഫ്ലൂറിൻ കഴിഞ്ഞാൽ പിന്നെ വരുന്നയാൾ നൈട്രജൻ വരും. ഓക്കെ, ഫ്ലൂറിൻ കഴിഞ്ഞാൽ പിന്നെ
നൈട്രജൻ വരും. നൈട്രജൻ കഴിഞ്ഞാൽ പിന്നെ വരുന്നയാളെന്ന് പറയുന്നത് ബോറോണ. നൈട്രജൻ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ബോറോൺ. ഇത് എക്സ്പെരിമെൻ്റൽ വാല്യൂസ് ഉണ്ട്. നൈട്രജൻ്റെയും ബോറോണിൻ്റെയും വാല്യൂസ് വെച്ച് കഴിയുമ്പോഴേക്കും ബോറോണിൻ്റെ സംവെയർ അറൗണ്ട് 2400 നൈട്രജൻ്റെ സംവെയർ അറൗണ്ട് 2800 ഒക്കെയാണ് വരുന്നത്. സോ ആ വാല്യൂ നമുക്ക് ഉണ്ട്. ഓക്കെ, സോ നൈട്രജൻ, ബോറോൺ കഴിഞ്ഞാൽ പിന്നെ വരുന്നയാൾ, നമ്മുടെ കോൺഫിഗറേഷൻ നോക്കിക്കഴിഞ്ഞാൽ പിന്നെയുള്ളയാൾ കാർബണാണ്. കാരണം കാർബണിൻ്റെ ഒരു ഇലക്ട്രോണെ കളയാന്ന് പറയുന്നത് അത്യാവശ്യം എളുപ്പമുള്ള കാര്യമാണ്. ഓക്കെ, കാർബണിൻ്റെ ഈ ഒരു ഇലക്ട്രോണെ കളയാന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. സോ ബോറോൺ കഴിഞ്ഞാൽ കാർബൺ കഴിഞ്ഞാൽ പിന്നെ ബെറിലിയത്തിന് കളയാനായിട്ട് എളുപ്പമാണ്. കാരണം ഈ ഒരു ഇലക്ട്രോണെ കളയാന്ന് പറഞ്ഞാൽ 2s ആ ഹാഫിൽ ആയിട്ടിരിക്കുന്ന 2s ആ ഇലക്ട്രോണെ കളഞ്ഞിട്ട് അവർക്ക് 1s2 കോൺഫിഗറേഷൻ, ഹീലിയത്തിൻ്റെ കോൺഫിഗറേഷനിൽ എത്തുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളൊരു കാര്യമാണ്. സോ ബെറിലിയത്തിനായിരിക്കും ലീസ്റ്റ് അയണൈസേഷൻ എനർജി. സോ അങ്ങനെയെങ്കിൽ ദി കറക്റ്റ് ഇൻക്രീസിങ് ഓർഡർ ഓഫ് സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ദി എലമെൻറ്റ്സ് ഓഫ് ദി സെക്കൻഡ് പീരിയഡ് എന്ന് പറയുമ്പോൾ ഇത് വരും, തേർഡ് വരും. ഓക്കെ, തേർഡ് ഓപ്ഷൻ വരും. തേർഡ് ഓപ്ഷൻ നിങ്ങളുടെ ലൈവ് ഞാൻ ചാറ്റ് കണ്ടു. ഇത് ശരിക്കും നമ്മുടെ പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്നുള്ള ചാപ്റ്റർ, നമ്മുടെ തേർഡ് ചാപ്റ്റർ. ഓക്കെ, ഫസ്റ്റ് ഇയറിലെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള പീരിയോഡിക് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. പി ബ്ലോക്കിൽ നിന്നുള്ളതല്ല. കാരണം ഇവിടെ നോക്കി ലിഥിയം ബെറിലിയൊക്കെ എസ് ബ്ലോക്കിലല്ലേ വന്നിരിക്കുന്നത്. ലിഥിയം ബെറിലി എസ് ബ്ലോക്കാണ് വരുന്നത്, പി ബ്ലോക്ക് അല്ല. സോ എല്ലാവരും പീരിയോഡിക് ട്രെൻഡാണ് ഇവർ ചോദിക്കുന്നത്. ഓക്കെ, പീരിയോഡിക് ട്രെൻഡ്. സോ ദിസ് ബിലോങ്സ് ടു ദി പീരിയോഡിക് പ്രോപ്പർട്ടീസ് ഓർ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ അങ്ങനെയെങ്കിൽ നമുക്ക് 12th ക്വസ്റ്റ്യൻ ഒന്ന് കണ്ടു കളയാം. 12th ക്വസ്റ്റ്യൻ. ഇൻ ആൻ എക്സോതേർമിക് ഇക്വിലിബ്രിയ. ഓക്കെ, എക്സോതേർമിക് ഇക്വിലിബ്രിയ അതായത് ഈ റിയാക്ഷൻ്റെ ഫോർവേഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത് എക്സോതേർമിക് ആണ്. ഓക്കെ, ഈക്വിലിബ്രിയത്തിൻ്റെ ഫോർവേഡ് ഡയറക്ഷൻ എന്ന് എക്സോതേർമിക് ആണെന്ന് ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ A+3B റിവേഴ്സിബിളി ഗീവിങ് AB3. ഓക്കെ, AB3 ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന അതേ റിയാക്ഷൻ ഒന്ന് എടുത്തെഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. All the reactant and products are in the gaseous state. അപ്പോൾ ഇവരെല്ലാവരും gaseous സ്റ്റേറ്റിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രോഡക്റ്റും റിയാക്റ്റൻറ്റും എല്ലാവരും gaseous സ്റ്റേറ്റിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. The formation of AB3 is favored at. അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇക്വിലിബ്രിയത്തിലൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നിങ്ങളുടെ ഓപ്ഷൻസിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. എന്താ സംഭവിക്കുന്നത് നോക്കാം. റൊട്ടേഷണൽ മോഷനാ ഇത്? ഫിസിക്സ് അല്ല, ഇത് കെമിസ്ട്രിയാ. ഓക്കെ, 2. ഈ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ കക്ഷി 2-ൽ മാത്രം ക്ലിക്ക് ചെയ്യുക എന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം നമുക്ക് ഓപ്ഷൻ. കാരണം കുറേ ലൈവ് ചാറ്റിൽ പുള്ളി 2 മാത്രമാണ് ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. നോക്കാം. ഓക്കെ, ബാക്കിയെല്ലാം 2 പിക്ക് ചെയ്യുന്നുള്ളതുകൊണ്ട് നമുക്ക് നോക്കാം. ഈ റിയാക്ഷൻ എക്സോതേർമിക് ആണ്, ഫോർവേഡ് ഡയറക്ഷണൽ എക്സോതേർമിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് AB3 ഫോർമേഷൻ എന്ന് പറയുന്നത് സമയത്ത് എനർജി റിലീസ് ചെയ്യുക, ഡെൽറ്റ എച്ച് റിലീസ് ചെയ്യുക, നെഗറ്റീവാണ്. ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റിന് തന്നെ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഫോർമേഷൻ ഫേവർ ചെയ്യണമെങ്കിൽ നമുക്ക് സിസ്റ്റത്തെ തണുപ്പിച്ച് കൊടുക്കേണ്ടതായിട്ട് വരും. സോ തണുപ്പിച്ച് കൊടുക്കാമെന്ന് മീൻസ് ദ ഫോർമേഷൻ ഓഫ് AB3 ഈസ് ഫേവേർഡ് അറ്റ് ലോ ടെമ്പറേച്ചർ. ഒന്ന്, ലോ ടെമ്പറേച്ചർ ആണ്, ലോ ടെമ്പറേച്ചർ. 2, ഇവരെല്ലാം ഗ്യാസസ് ആയ സ്ഥിതിക്ക് ഞാൻ പ്രഷർ കൂട്ടിക്കൊടുത്തു എന്ന് വിചാരിച്ചു. പ്രഷർ കൂട്ടിക്കൊടുക്കുന്ന സമയത്ത് ഇവിടുത്തെ റിയാക്റ്റൻ സൈഡിലെ നമ്പർ ഓഫ് മോൾസ് 4ഉം പ്രോഡക്റ്റ് സൈഡിലെ നമ്പർ ഓഫ് മോൾസ് 1ഉം. അപ്പോൾ പ്രഷർ കൂട്ടിക്കൊടുക്കുന്ന സമയത്ത് ലേഷാലിസ് പ്രിൻസിപ്പൽ അനുസരിച്ച് എന്ത് ചെയ്യും? ദ സിസ്റ്റം വിൽ ട്രൈ ടു നള്ളിഫൈ ദി എഫക്റ്റ് ഓഫ് പ്രഷർ ബൈ പ്രൊസീഡിങ് ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ. ഓക്കെ, ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ പ്രൊസീഡ് ചെയ്യും. അതായത് 4 നമ്പർ ഓഫ് മോൾസ് നമുക്കറിയാം, ദ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി നമ്പർ ഓഫ് മോൾസ് ആണ്. അങ്ങനെയെങ്കിൽ പ്രഷർ കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം എന്ത് ചെയ്യും? ഓൾട്ടേഡ് ആവും. നമ്പർ ഓഫ് മോൾസ് കൂടുകയല്ല ചെയ്യണം. നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഇനി പ്രഷർ കുറയത്തുള്ളൂ. പ്രഷർ ഞാനായിട്ട് കൂട്ടി കഴിയുമ്പോഴേക്കും സിസ്റ്റം എന്ത് ചെയ്യും? പ്രഷർ കുറയ്ക്കാനായിട്ട് നമ്പർ ഓഫ് മോൾസ് കുറയ്ക്കും. സോ നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞ സൈഡിലേക്ക് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യും. അതായത് നമ്പർ ഓഫ് മോൾസ് ഒരെണ്ണം ഉള്ളിടത്തേക്ക് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യും. സോ ദിസ് റിയാക്ഷൻ ഫേവേഴ്സ് അറ്റ് ലോ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷർ. പ്രഷർ കൂട്ടിക്കൊടുത്താൽ AB3 നന്നായിട്ട് ഫോം ചെയ്യും. സോ 12th ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് ഓപ്ഷൻ വരും. 12th ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് ഓപ്ഷൻ വരും. സോ ഐ ഹോപ്പ് യു ഗോട്ട് ദി ഐഡിയ അബൌട്ട് ദിസ് 12th ക്വസ്റ്റ്യൻ. നമുക്ക് 13th ക്വസ്റ്റ്യനിലേക്ക് വരാം. 13th ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാം.
the Kp by Kc for the reaction carbon monoxide gas plus half O2 gas reversibly giving CO2. What is the relationship between Kp and Kc, or the ratio of Kp and Kc? Okay, നിങ്ങൾക്ക് ഇത് ചെയ്യാം, നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് റിയാക്ഷൻ ഒന്നും എഴുതാം. CO പ്ലസ് ഹാഫ് O2 ഗ്യാസ് ആണ്. CO ഗ്യാസ് പ്ലസ് ഹാഫ് O2 ഗ്യാസ് റിവേഴ്സിബിളി ഗീവിങ് CO2 ഗ്യാസ് ആണ്. CO2 ഗ്യാസ്. ഇനി നമുക്ക് KPയും KCയും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ്. KP ഈക്വൽ ടു KC ഇൻറ്റു RT റേസ് ടു ഡെൽറ്റ എൻ ആണ്. RT റേസ് ടു ഡെൽറ്റ എൻ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഡെൽറ്റ എൻ ആണ്. ഓക്കെ, ഡെൽറ്റ എൻ നമുക്കറിയാം. ഡെൽറ്റ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് ഗേഷ്യസ് റിയാക്റ്റൻസ് ആണ്. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്റ്റൻസ്. അങ്ങനെയെങ്കിൽ ഗേഷ്യസ് റിയാക്റ്റൻസ് ഇവിടെ ഗേഷ്യസ് പ്രോഡക്റ്റ് 1ഉം ഗേഷ്യസ് റിയാക്റ്റൻസ് എന്ന് പറയുമ്പോഴേക്കും 1 പ്ലസ് ഹാഫ്, സോ 3/2 ഉണ്ട്, 3/2. സോ അങ്ങനെയെങ്കിൽ ഡെൽറ്റ എൻ വുഡ് ബി ഈക്വൽ ടു NP 1 മൈനസ് 3/2. So 1 minus 3/2 would be equal to minus 1/2. So അങ്ങനെയെങ്കിൽ നമുക്ക് ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. സോ KC ഇൻറ്റു RT റേസ് ടു മൈനസ് 1/2 എന്ന് വരും, മൈനസ് 1/2. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ KP ആൻഡ് KC. അപ്പോൾ KCയെ ഞാൻ LHSലേക്ക് കൊണ്ടുവരും. അപ്പോൾ KP ഡിവൈഡഡ് ബൈ KC വുഡ് ബി ഈക്വൽ ടു RT റേസ് ടു മൈനസ് 1/2. അങ്ങനെയെങ്കിൽ 1/√RT എന്ന് വരും, 1/√RT. സോ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 1/√RT. 13th ക്വസ്റ്റ്യൻ്റെ 1/√RT എന്ന് വരും, 1/√. ഫോർത്ത് ഓപ്ഷൻ വരും. ഫോർത്ത് ഓപ്ഷൻ വരും. സോ നിങ്ങളുടെ ഓപ്ഷൻസ് ഞാൻ കണ്ടു, കറക്റ്റായിട്ട് പിക്ക് ചെയ്തിട്ടുണ്ട്. ഫോർത്ത് ഓപ്ഷൻ ജസ്റ്റ് ഇക്വിലിബ്രിയത്തിൽ നമ്മുടെ കയ്യിലുള്ള ആ ജനറൽ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. 14th ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. 14th ക്വസ്റ്റ്യൻ അത് സെയിം ഇക്വിലിബ്രിയത്തിൽ നിന്ന് തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഫോർ ദ റിയാക്ഷൻ N2 + 3H2 റിവേഴ്സിബിളി ഗിവിംഗ് 2NH3 ദ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് വിൽ ചേഞ്ച് ഇഫ്. ക്വസ്റ്റ്യൻ സൂക്ഷിക്കണം, ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് വായിച്ചിട്ട് ആൻസർ ചെയ്യാവുള്ളൂ. നിങ്ങളുടെ ഓപ്ഷൻസിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. Okay, for the reaction N2 + 3H2 reversibly giving 2NH3, equilibrium constant will change if. Equilibrium constant. Okay, option 4 pick ചെയ്തിരിക്കുന്നു. Equilibrium constant. Okay, equilibrium constant K. Equilibrium constant എന്ന് പറയുന്നത് മാറില്ലല്ലോ, ഇറ്റ്സ് എ കോൺസ്റ്റന്റ് അല്ലേ. ബട്ട് ഇഫ് the temperature changes, temperature മാറുന്ന സമയത്ത് മാത്രം the equilibrium constant മാറും. Okay, so 14th question option 4 വരും. നമുക്ക് 15th question നോക്കാം. സ്റ്റിൽ ഫ്രം ഇക്വിലിബ്രിയം തന്നെ. ഇക്വിലിബ്രിയം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആണ്. In which of the following reaction the Kp equal to Kc? Kp equal to Kc. ഓക്കെ, നിങ്ങളുടെ റെസ്പോൺസ് വരട്ടെ, നമുക്ക് നോക്കാം. നമുക്കറിയാവുന്ന ഇക്വേഷൻ KP = KC × RT റേസ് ടു ഡെൽറ്റ എൻ എന്ന്. അപ്പോൾ KPയും KCയും ഈക്വൽ ആവണമെങ്കിൽ ദിസ് RT റേസ് ടു ഡെൽറ്റ എൻ ഷുഡ് ബി 1 ആയിരിക്കണം. RT റേസ് ടു ഡെൽറ്റ എൻ 1 ആവുന്നത് ഒരേ ഒരു കണ്ടീഷനിലാണ്, ദ ഡെൽറ്റ എൻ ഈക്വൽ ടു
0. ഡെൽറ്റ എൻ 0 ആകുമ്പോൾ അതായത് എൻ പി മൈനസ് എൻ ആർ എന്ന് പറയുന്നത് 0 ആവണം. ഓർ എൻ പി ഈക്വൽ ടു എൻ ആർ ആയിരിക്കണം. എൻ പി ഈക്വൽ ടു എൻ ആർ ആകുന്ന ആരാ നോക്കിയാൽ പോരെ. സോ ഇവിടെ റിയാക്റ്റൻ്റ് 1 പ്രോഡക്ട്സ് 2 എൻ പി ഈക്വൽ ടു എൻ ആർ ആണോ? അല്ല. ഇവിടെ റിയാക്റ്റൻ്റ് 3 + 1 4 പ്രോഡക്റ്റ് 2 എൻ പി ഈക്വൽ ടു എൻ ആർ ആണോ? അല്ല. തേർഡ് ഓപ്ഷനിൽ 2 + 1 3 റിയാക്റ്റൻ്റ് 3 പ്രോഡക്റ്റ് 2 എൻ പി ഈക്വൽ ടു എൻ ആർ ആണോ? അല്ല. പിന്നെ ഇവിടെ വരും N2 + O2 N2 + O2 വരുമ്പോഴേക്കും ഇവിടെ 2 ദെൻ പ്രോഡക്റ്റിലും 2 എൻ പി ഈക്വൽ ടു എൻ ആർ. എൻ പി ഈക്വൽ ടു എൻ ആർ ആയിട്ടുള്ളത് ഫോർത്ത് ഓപ്ഷൻ. അപ്പോൾ നിങ്ങളുടെ ലൈവ് ചാറ്റ് ചെയ്യാൻ കാണുന്നുണ്ട്. ഓപ്ഷൻസ് 4 പിക്ക് ചെയ്തിട്ടുണ്ട് പലരും. സോ 15th ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ 4 വരും. 15th ക്വസ്റ്റ്യൻ ഓപ്ഷൻ 4. സോ ഐ ഹോപ്പ് യു ഗോട്ട് ദി ഐഡിയ അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ. നമുക്ക് 16th ക്വസ്റ്റ്യൻ നോക്കാം. 16th ക്വസ്റ്റ്യൻ റിഡോക്സ് റിയാക്ഷനിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. റിഡോക്സ് റിയാക്ഷൻ. Oxidation number of phosphorus in H4P2O5, H4P2O6 and H4P2O7 are respectively. You can work it out. ഞാൻ വെയിറ്റ് ചെയ്യാം, നോക്കാം. സോ ആവറേജ് ഓക്സിഡേഷൻ സ്റ്റേറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ആവറേജ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓക്കെ. സ്റ്റുഡിയോയിൽ നിന്ന് തന്നെ ഇവിടെ അശോക് സാർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വീഡിയോയിൽ ലാഗ് ഉണ്ടെങ്കിലും നിങ്ങളുടെ ഓപ്ഷൻസ് വരുന്നത് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം. H4P2O5 അറിയാൻ മേലത്തില്ല. നമുക്ക് ഫോസ്ഫറസിൻ്റെ എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് എക്സ് ആണെന്ന് എടുക്കാം. എക്സ് ആയിട്ട് എടുക്കാം. ഹൈഡ്രജൻ നമുക്കറിയാം +1, ഓക്സിജൻ്റെ -2. അപ്പോൾ ചെയ്യാമല്ലോ. അങ്ങനെയെങ്കിൽ 4 × +1 ദെൻ +2x +5 × -2 ദാറ്റ് വുഡ് ബി ഈക്വൽ ടു 0. കാരണം നെറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 0 അല്ലേ. സോ ഓൺ ഡൂയിങ് സോ ഇവിടെ 4 + 2x -10 വുഡ് ബി ഈക്വൽ ടു 0. അങ്ങനെയെങ്കിൽ 2x വുഡ് ബി ഈക്വൽ ടു 6, x വുഡ് ബി ഈക്വൽ ടു +3 എന്ന് വരും. +3. ഇതേ ഫോമാറ്റിൽ തന്നെ നിങ്ങൾക്ക് അടുത്ത ആളെയും ചെയ്യാൻ പറ്റും. അടുത്ത ആൾ നെക്സ്റ്റ് വൺ, അടുത്ത ആളവിടെ കിടന്നോട്ടെ. സോ ഇതിനകത്ത് ഫസ്റ്റ് കോമ്പൗണ്ടിൽ ഫോസ്ഫറസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3. നെക്സ്റ്റ് കോമ്പൗണ്ട് വരുമ്പോഴേക്കും H4P2O6 ആണ്. സോ ഹൈഡ്രജൻ വിൽ ബി ഇൻ ദ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഫോസ്ഫറസ് എക്സ് ആയിട്ട് എടുത്തു, ഓക്സിജൻ -2 ചെയ്യുന്ന സമയത്ത് 4 + 2x -12 ഈക്വൽ ടു 0 എന്ന് വരും. സോ 2x വുഡ് ബി ഈക്വൽ ടു 8 ഓർ x വുഡ് ബി ഈക്വൽ ടു +4 എന്ന് വരും. x വുഡ് ബി ഈക്വൽ ടു +4. സോ സെക്കൻഡ് കോമ്പൗണ്ടിനകത്ത് H4P2O6 ഫോസ്ഫറസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +4 എന്ന് വരും. +4. ആൻഡ് ദ ലാസ്റ്റ് വൺ. ഓക്കെ, ലാസ്റ്റ് വൺ നമുക്ക് നോക്കാം. ലാസ്റ്റ് വൺ എങ്ങനെ വരുമെന്ന്. ആൻഡ് ദ ലാസ്റ്റ് കോമ്പൗണ്ട് ഈസ് H4P2O7. ഹൈഡ്രജൻ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഫോസ്ഫറസിൻ്റെ അൺനോൺ ആണ്, എക്സ് ആയിട്ട് എടുത്തു. ഓക്സിജൻ്റേത് -2. സോ ഓൺ ഡൂയിങ് സോ 4 + 2x -14 ഈക്വൽ ടു 0. or 2x would be equal to +10, x would be equal to +5 എന്ന് വരും. x would be equal to +5. So the oxidative state of phosphorus is +5 in the last compound. So the correct option would be 16th question. The correct option +3 +4 +5 എന്ന് വരണം. +3 +4 +5 16th third option വരും. 16th third option, option 3. നിങ്ങളിട്ട് ഞാൻ കാണുന്നുണ്ട്. ഓപ്ഷൻ 3 വരും. ഓക്കെ, ഓപ്ഷൻ 3. അങ്ങനെയെങ്കിൽ നമുക്ക് 17th question നോക്കാം. 17th question. Which ordering of the compounds is according to the decreasing order of the oxidation state of nitrogen? Oxidation state of nitrogen ഡിക്രീസിങ് ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഡിക്രീസിങ് ഓർഡർ നമുക്ക് ഓരോരുത്തരും എടുത്തു നോക്കാം. തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് HNO3 ഉണ്ട്, NO ഉണ്ട്, NH4Cl ഉണ്ട്, N2 ഉണ്ട്. HNO3 നൈട്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് ഓക്സിജൻ്റെ -2 ആണ്, ഹൈഡ്രജൻ്റെ +1 ആണ്. സോ ഇവിടെ 3 × -2 -6 വരും. -6 +1 -5 വരും. -5. സോ നൈട്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് +5 എന്ന് വരും. നൈട്രജൻ +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. NOയിൽ ഓക്സിജൻ -2 ആയതുകൊണ്ട് നൈട്രജൻ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. NH4Cl ഓവറോൾ ചാർജ് 0 ആണ്, ഹൈഡ്രജൻ്റെ +1, ക്ലോറിൻ്റെ -1. സോ 4 × +1 +4 -1 +3. സോ നൈട്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -3 എന്ന് വരും. -3 ആൻഡ് N2ൽ 0. അങ്ങനെയെങ്കിൽ ഡിക്രീസിങ് ഓർഡർ ആണ്. ഡിക്രീസിങ് ഓർഡർ. അപ്പം മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ളത് HNO3.
HNO3 കഴിഞ്ഞാൽ പിന്നെ +5 കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് +2 NO. NO കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 0 ആണ്, 0 N2. അതും കഴിഞ്ഞിട്ട് നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിട്ടുള്ള NH4Cl വരും, NH4Cl വരും. സോ ദി കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ HNO3, NO, N2 ആൻഡ് NH4Cl. സോ 17th ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് ഓപ്ഷൻ വരും. 17th ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് ഓപ്ഷൻ വരും. അല്ലെങ്കിൽ നമുക്ക് 18th ക്വസ്റ്റ്യൻ നോക്കാം. 18th ക്വസ്റ്റ്യൻ. The maximum oxidation state is present in maximum oxidation state. Highest oxidation state ആർക്കാ കാണിക്കാൻ പറ്റുന്നതെന്നാണ് ചോദ്യം. നോക്കാം. സോ മാക്സിമം ഓക്സിഡേഷൻ ഓപ്ഷൻസ് വെച്ചിട്ട് മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന സെറ്റ് ഏതാണെന്ന് എടുത്താൽ മതി, സെലക്ട് ചെയ്താൽ മതിയാവും. റിഡോക്സിൽ നിന്ന് തന്നെ ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നമുക്ക് നോക്കാം. CrO2Cl2 ഓക്സിജൻ -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ക്ലോറിൻ -1. അങ്ങനെയെങ്കിൽ X -4 -2. So that would be equal to 0. So X would be equal to +6. Chromium is in the +6 oxidation state. അപ്പോൾ ഇവിടെ +6 oxidation state. MnO4- പെർമാംഗനേറ്റ് ആണ്. അത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ കൂടി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പെർമാംഗനേറ്റിൻ്റെ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര വരും? +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് +7 തന്നെ കിട്ടും. +7. MnO2 വരുമ്പോഴേക്കും ഓക്സിജൻ -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ മാംഗനീസ് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റിലായിരിക്കും കാണുക. +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ, നിങ്ങളുടെ ഓപ്ഷൻസ് ഞാൻ കണ്ടു. ദെൻ ബാക്കി കൂടെ ചെയ്ത് നോക്കിയേക്കാം. തേർഡ് ഓപ്ഷൻ 3 നോക്കാം. ഓപ്ഷൻ 3ൽ രണ്ട് ആൾക്കാരെ തന്നിരിക്കുന്നത് FeCN 6 times 3-. ഇവിടെ അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് +3 ആണ്. +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. സിൻസ് അയനൈഡ് ഈസ് -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇവിടെയും സയനൈഡ് -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ കൊബാൾട്ട് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കിടക്കും. +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അവിടെ മാംഗനീസ് മോണോക്സൈഡ് ആണ്. സോ മാംഗനീസ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അങ്ങനെയെങ്കിൽ മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ആരാണ്? CrO2Cl2 ആൻഡ് MnO4- ആണ്. CrO2Cl2 ആൻഡ് MnO4- ആണ്. സോ ദ ഫസ്റ്റ് ഓപ്ഷൻ 18th ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ, ഓപ്ഷൻ 1 ഞാൻ കണ്ടു. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ വരും. Now let's see the 19th question. 19th question തെർമോഡൈനാമിക്സിൽ നിന്ന് ഉള്ള നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. തെർമോഡൈനാമിക്സ് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. So a gas absorbs 250 joule of heat and expands from 1 liter to 10 liter at constant temperature against external pressure 0.5 atm. ഒരു കോൺസ്റ്റന്റ് എക്സ്റ്റേണൽ പ്രഷറിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഗ്യാസ് എക്സ്പാൻഡ് ചെയ്തു. The values of Q, W and delta U will be respectively. അതായത് നമുക്ക് ഹീറ്റ്, വർക്ക്, അതുപോലെ തന്നെ ഇൻറ്റേർണൽ എനർജി കണ്ടുപിടിക്കാനാണ്. നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച് അറിയാം. Q equal to delta U equal to Q plus W. delta U equal to Q plus W ആണ്. അപ്പോൾ ആദ്യം നമുക്ക് Q ക്വസ്റ്റ്യനകത്ത് തന്നെ തന്നിട്ടുണ്ട്. ഗ്യാസ് അബ്സോർബ്സ് 250. അപ്പോൾ Q തന്നിട്ടുണ്ട്. Q എത്ര തന്നിരിക്കുന്നു? 250 തന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ W എത്ര വരുമെന്നും ഡെൽറ്റ യു എത്ര വരുമെന്ന് കണ്ടുപിടിക്കാമോ? ഐ എം വെയിറ്റിംഗ്. ഓക്കെ, ഒരു റോഷൻ സാർ നമുക്ക് ഉത്തരം തന്നിരിക്കുന്നു. ശരിയാണോ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ Q തന്നിരിക്കുന്നു. Q ഹീറ്റ് അബ്സോർബ്സ്. Qയിൽ ഇവിടെ ഒരു ചെറിയ പ്രശ്നം കൂടിയുണ്ട്. നമ്മുടെ സിസ്റ്റം നോക്കിയാൽ ഗ്യാസ് അബ്സോർബ്സ് ആണ്. ഗ്യാസ് അബ്സോർബ് ആണ് ചെയ്യുന്നത്. അബ്സോർബ് ചെയ്യുമ്പോഴേക്കും Qൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സിസ്റ്റത്തിന് ഗെയിൻ അല്ലേ? സിസ്റ്റത്തിന് ഗെയിൻ ആയതുകൊണ്ട് സോ അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് 250 + 250 എന്ന് എടുക്കണം. +250 പ്ലസ് തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് നോക്കേണ്ടത് W ആണ്. W ഗ്യാസ് എക്സ്പാൻസ് അഗെയിൻസ്റ്റ് എ കോൺസ്റ്റൻറ്റ് എക്സ്റ്റേണൽ പ്രഷർ എന്ന് പറയുന്നുണ്ട്. കോൺസ്റ്റൻറ്റ് എക്സ്റ്റേണൽ പ്രഷറാണ്. ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുവാണ്. വർക്ക് ഡൺ ബൈ ദി ഗ്യാസുമാണ്. ഓക്കെ, സോ നമുക്ക് P external ഇൻറ്റു ഡെൽറ്റ വി എടുത്താൽ മതി. P external ഇൻറ്റു ഡെൽറ്റ വി എടുത്താൽ മതി. സോ P external എത്രയാണ്? P external എന്നിരിക്കുന്നത് 0.5 അല്ലേ? 0.5 മൾട്ടിപ്ലൈഡ് ബൈ ഡെൽറ്റ വി. ഡെൽറ്റ വി എന്ന് പറയുമ്പോഴേക്കും 10 - 1. സോ 0.5 ഇൻറ്റു 9 എന്ന് വരും. സോ ദാറ്റ് വുഡ് ബി 4.5 ലിറ്റർ ATM എന്ന് വരും. 4.5 ലിറ്റർ ATM. പക്ഷേ നമുക്ക് ജൂളിൽ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് അല്ലേ? ജൂളിലാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്.
അങ്ങനെയെങ്കിൽ നമുക്ക് വർക്കിനെ ജൂളിലേക്ക് മാറ്റാം, വർക്ക് ഡണ്ണിനെ ജൂളിലേക്ക് മാറ്റാം. 4.5 ഇൻറ്റു 101 കൊണ്ട് ലിറ്റർ ATMനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജൂൾസ് കിട്ടിക്കണം, ജൂൾസ്. സോ വാല്യൂ വുഡ് ബി 455 ജൂൾസ് എന്ന് കിട്ടും. പക്ഷേ വർക്ക് ഡൺ ബൈ ദി ഗ്യാസ് എന്ന് പറയുന്നുണ്ട്, വർക്ക് ഡൺ ബൈ ദി ഗ്യാസ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. സോ ഇതൊരു എക്സ്പാൻഷൻ വർക്കാണ്. ഓക്കെ, എക്സ്പാൻഡ് ചെയ്തു എന്നല്ലേ പറയുന്നത്. സോ എക്സ്പാൻസ് ഫ്രം എന്ന് പറയുന്നുണ്ട്. സോ എക്സ്പാൻഷൻ വർക്ക്, സോ യു ഹാവ് ടു കൺസിഡർ ഇറ്റ് ആസ് നെഗറ്റീവ്. സോ W വുഡ് ബി മൈനസ് 455 ജൂൾ എന്ന് വരും. 455 ജൂൾ. W കിട്ടിയ സ്ഥിതിക്ക് നമുക്കിനി എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഡെൽറ്റ യു. ഡെൽറ്റ യു എന്ന് പറയുന്നത് Q പ്ലസ് W. Q നമ്മുടെ കയ്യിലുണ്ട് 250, ദെൻ പ്ലസ് W, സോ മൈനസ് 455 ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 250 മൈനസ് 455 ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ 205 എന്ന് കിട്ടും. മൈനസ് 205 മൈനസ് 205 ജൂൾ എന്ന് കിട്ടും. മൈനസ് 205 ജൂൾ എന്ന് കിട്ടും. സോ നമ്മുടെ ഹീറ്റ് എത്ര കിട്ടിയിട്ടുണ്ട്? Q 250 എന്ന് കിട്ടിയിട്ടുണ്ട്. വർക്ക് എക്സ്പാൻഷൻ വർക്ക് ആയതുകൊണ്ട് മൈനസ് 455 ജൂള്. ദെൻ ഡെൽറ്റ യു എന്ന് പറയുന്നത് മൈനസ് 205 ജൂള്. സോ ദ കറക്റ്റ് ഓപ്ഷൻ വുഡ് ബി 250 മൈനസ് 455 മൈനസ് 205. സോ 19th ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ഓപ്ഷനായിട്ട് 2 വരും, ഓപ്ഷൻ 2 വരും. കറക്റ്റ് ഓപ്ഷനായിട്ട് 2, 19th ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ഓപ്ഷൻ. യെസ്, കറക്റ്റാണ്. ചാറ്റിനകത്ത് ചോദിച്ചിട്ടുണ്ട് കറക്റ്റാണോ സാറെന്നത്. കറക്റ്റ് തന്നെയാണ്, കറക്റ്റാണ്. ഓക്കെ. സോ 20th ക്വസ്റ്റ്യൻ, ദി ബോണ്ട് എനർജി ഓഫ് ആൻ OH ബോണ്ട് ഈസ് 109 kcal per mole when 1 mole of water is formed. Okay, you can do it now. ഓക്കെ, അങ്ങനെയെങ്കിൽ ഒരു OH ബോണ്ട് ഫോം ചെയ്യാൻ നേരം ശരിക്കും സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടാണല്ലോ കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവർ റിലീസ് ചെയ്യുന്ന എനർജിയാണ് ആക്ച്വലി 109 kcal per mole എന്ന് പറയുന്നത്. റിലീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മൈനസ് റെപ്രസെൻറ്റ് ചെയ്യണം, മൈനസ്. ഓക്കെ, 109 kcal per mole. ഓക്കെ, റിലീസ്ഡ് എന്ന് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ നെഗറ്റീവ് സൈൻ്റെ ആവശ്യമില്ല, പക്ഷേ പ്രത്യേകിച്ചൊന്നും മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ. സോ യു ഹാവ് ടു പുട്ട് ദ സൈൻ ഓവർ ദെയർ. സോ 109 kcal per mole. അങ്ങനെയെങ്കിൽ ഒരു OH ബോണ്ട് ഫോം ചെയ്യാൻ നേരം റിലീസ് ചെയ്ത എനർജിയാണ് 109 kcal per mole എന്ന് പറയുന്നത്. വാട്ടറിനെ സംബന്ധിച്ച് വാട്ടറിനകത്ത് 2 OH ബോണ്ടുകളുണ്ട്, 2 OH ബോണ്ട്. സോ 2 OH ബോണ്ട് ഫോം ചെയ്യാനായിട്ട് വേണ്ടി വരുന്ന എനർജി എന്ന് പറയുന്നത് 2 ഇൻറ്റു മൈനസ് 109 വേണ്ടി വരുന്ന, അല്ല റിലീസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് 2 ഇൻറ്റു 109 kcal per mole ആണ്, kcal per mole. സോ ദ വാല്യൂ വുഡ് ബി ഈക്വൽ ടു ഡെൽറ്റ എച്ച് വുഡ് ബി ഈക്വൽ ടു മൈനസ് 218 kcal per mole. റിലീസ് ചെയ്തതായതുകൊണ്ടാണ് നമ്മൾ ഈ നെഗറ്റീവ് സൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നിങ്ങളോട് റിലീസ്ഡ് എന്ന് പറഞ്ഞ് ക്വസ്റ്റിന് ചോദിക്കുവാണെങ്കിൽ സൈനിൻ്റെ ആവശ്യമില്ല, ശരിക്കും റിലീസ്ഡ് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. പകരം ഇവിടെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. വെൻ 1 mole of water is formed എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. സോ 218 kcal is released, 218 kcal is released. അപ്പോൾ നമ്മൾ റിലീസ്ഡ് ആയതുകൊണ്ട് സൈൻ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. സോ 218 kcal is released. അപ്പോൾ ഈ നെഗറ്റീവ് സൈൻ ശരിക്കും കാണിക്കുന്നത് എന്തിനാണ്? എനർജി റിലീസ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ റിലീസ്ഡ് എന്ന് ഓൾറെഡി പറയുന്നുണ്ടെങ്കിൽ യു ക്യാൻ നെഗ്ലക്ട് ദി നെഗറ്റീവ് സൈൻ ഓവർ ദ. ഓപ്ഷൻ എ. ഓക്കെ, ഓപ്ഷൻ എ ഞാൻ കണ്ടു. ഓക്കെ, ഓപ്ഷൻ എ. അല്ലെങ്കിൽ നമുക്ക് 21st ക്വസ്റ്റ്യൻ നോക്കാം. 21st ക്വസ്റ്റ്യൻ തെർമോഡൈനാമിക്സിൽ നിന്നുള്ള അല്ലെങ്കിൽ ഹെസ്സസ് ലോ വെച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഗിവൺ ദാറ്റ് കാർബൺ പ്ലസ് O2 ഗിവിംഗ് CO2 and the standard enthalpy of formation is given as minus x kilojoule. 2CO plus O2 giving 2CO2 and the standard enthalpy of formation is minus y kilojoule. The enthalpy of formation of carbon monoxide will be. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് C plus half O2 giving CO. ഈ ഫോർമേഷൻ നടക്കാനായിട്ട് വേണ്ട എനർജി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിന് വേണ്ടി വരുന്ന എൻതാൽപ്പി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ യു ക്യാൻ ഡു ഇറ്റ് നൗ. ഓക്കെ, നമുക്ക് നോക്കിയേക്കാം. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനകത്ത് C plus O2 ഗിവിങ് CO2.
ഇതിന് വേണ്ടി വന്ന എനർജി സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ദിസ് റിയാക്ഷൻ -x കിലോജൂൾ. On the other hand, 2CO plus O2 giving 2CO2. ഇവിടെ എടുത്ത എൻതാൽപ്പി സ്റ്റാൻഡേർഡ് എൻതാൽപ്പി എന്ന് പറയുന്നത് എത്രയാണ്? -y ആണ്, -y കിലോജൂൾ. നമുക്ക് ഈ റിയാക്ഷനകത്ത് ആദ്യമേ ശ്രദ്ധിക്കേണ്ടത് കാർബൺ മോണോക്സൈഡിനെ പ്രോഡക്റ്റ് സൈഡിലാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ കാർബൺ മോണോക്സൈഡ് റിയാക്റ്റൻ സൈഡിൽ കിടപ്പുണ്ട്. സോ യു ഹാവ് ടു റിവേഴ്സ് ദിസ് റിയാക്ഷൻ. അപ്പോൾ റിവേഴ്സ് ചെയ്യുന്നു. സോ 2CO2 giving 2CO plus O2. 2CO plus O2. So this enthalpy of this reaction എന്ന് പറയുന്നത് സൈൻ ചേഞ്ച് ചെയ്തു, റിവേഴ്സ് ചെയ്തില്ലേ. സോ കിലോജൂൾ, y കിലോജൂൾ എന്നാണ്. പക്ഷേ എനിക്ക് 1 മോള് കാർബൺ മോണോക്സൈഡ് ഉണ്ടായാൽ മതി. 1 മോള് കാർബൺ മോണോക്സൈഡ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇതിന് എന്ത് ചെയ്യണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും CO2 ഗിവിങ് CO പ്ലസ് ഹാഫ് O2 എന്ന് കിട്ടും. സോ ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തതുകൊണ്ട് തന്നെ യു ഹാവ് ടു ഡിവൈഡ് this quantity with a 2 as well. So enthalpy of this reaction 2 കൊണ്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടു. ഇനി നമുക്ക് നോക്കേണ്ടത് കാർബൺ മോണോക്സൈഡ് കാർബൺ പ്ലസ് O2 നിന്ന് ഫോം ചെയ്യണം. C+O2 നിന്ന് ഫോം ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ആകെ ചെയ്യാവുന്നത് നമ്മുടെ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ടായിരുന്ന ദ സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് ദിസ് C+O2 ഗിവിങ് CO2. ഇത് ഈ ഇക്വേഷൻ്റെ കൂടെ ആഡ് ചെയ്താൽ മതിയാവും. ഈ ഇക്വേഷൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അപ്പോൾ C+O2 ഗിവിങ് CO2. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുകയാണ്. ഇതിൻ്റെ ΔH0 സ്റ്റാൻഡേർഡ് എൻതാൽപ്പി എന്ന് പറയുന്നത് -x കിലോജൂൾ എന്ന് തന്നിട്ടുണ്ട്. സോ ആഡ് ചെയ്യുന്ന സമയത്ത് യു കുഡ് ഗെറ്റ് C+O2 plus CO2 ഗിവിങ് CO പ്ലസ് ഹാഫ് O2 പ്ലസ് CO2. അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ടേംസ് ഒക്കെ കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഇത് CO2 കട്ട് ചെയ്യാം. അവിടുത്തെ ഒരു ഹാഫ് O2 ഇവിടുത്തെ ഒരു ഹാഫ് O2 കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു ഹാഫ് O2 കാണത്തുള്ളൂ, ഹാഫ് O2. സോ അങ്ങനെയെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യണം. നമ്മുടെ റിയാക്ഷൻസ് നമ്മൾ ആഡ് ചെയ്യുമല്ലേ ചെയ്തു. സോ ΔH എന്ന് പറയുന്നത് എന്ത് വരും? y/2 പ്ലസ് -x എന്ന് വരും. y/2 പ്ലസ് -x എന്ന് വരും. സോ നമ്മുടെ നെറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായി? C പ്ലസ് ഹാഫ് O2 giving CO എന്ന് കിട്ടും. C plus half O2 giving CO. And the enthalpy of this reaction എന്ന് പറയുന്നത് എന്ത് കിട്ടും? So y minus 2x divided by 2. y minus 2x by 2 എന്ന് കിട്ടും. y minus 2x by 2. So the enthalpy of this reaction നമുക്ക് എന്ത് കിട്ടി? y minus 2x by 2 എന്ന് കിട്ടി. y minus 2x by 2. So 21st ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് സെക്കൻഡ് ഓപ്ഷൻ വരും. യെസ്, കണ്ടു. ശ്യാം നന്ദകുമാർ ഓപ്ഷൻ 2 പിക്ക് ചെയ്തിരിക്കുന്നു, കറക്റ്റ് ആണ്. സോ 21st ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് ഓപ്ഷൻ. നമുക്ക് 22nd ക്വസ്റ്റ്യൻ നോക്കാം. 22nd ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓർഡേഴ്സ് ഓഫ് എനർജീസ് ഓഫ് മോളിക്കുലാർ ഓർബിറ്റൽ ഓഫ് N2 ഈസ് കറക്റ്റ്? N2ൻ്റെ മോളിക്കുലാർ ഓർബിറ്റൽ നമുക്കറിയാം. N2 എന്ന് പറയുന്നത് ഒരു 14 ഇലക്ട്രോൺ സ്പീഷീസ് ആണ് N2 എന്ന് പറയുന്ന സാധനം. 14 ഇലക്ട്രോൺ സ്പീഷീസും അതിന് താഴെയും വരുമ്പം sp മിക്സിങ് നടക്കും അല്ലേ? sp മിക്സിങ് നടക്കും. അപ്പോൾ അവരുടെ കേസിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സിഗ്മ 1s, ദെൻ സിഗ്മ സ്റ്റാർ 1s, ദെൻ സിഗ്മ 2s, ദെൻ സിഗ്മ സ്റ്റാർ 2s. ഇത് കഴിഞ്ഞാൽ പിന്നെ sp മിക്സിങ് ഉള്ളത് കൊണ്ട് പൈ ആയിരിക്കും. പൈ 2p x ഈക്വൽ ടു പൈ 2p y. ഇതിന് ശേഷമായിരിക്കും സിഗ്മ 2pz വരുന്നത്. ഇത് കഴിഞ്ഞ് പൈ സ്റ്റാർ 2p x ഈക്വൽ ടു പൈ സ്റ്റാർ 2p y വരും. ഇതിന് ശേഷമേ സിഗ്മ സ്റ്റാർ 2pz വരത്തുള്ളൂ. ഇതാണ് പോകേണ്ടത്. പക്ഷേ സിഗ്മ സ്റ്റാർ 2pz വരെ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് നോക്കാം തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് ഈ ഓർഡർ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന്. അങ്ങനെയെങ്കിൽ പൈ 2px പൈ 2py എന്ന് തുടങ്ങിയിരിക്കുന്നു. ദെൻ സിഗ്മ 2pz കഴിഞ്ഞ് പൈ സ്റ്റാർ 2px ഈക്വൽ ടു പൈ സ്റ്റാർ 2py. സോ 22nd ക്വസ്റ്റിൻ്റെ കറക്റ്റ് ഓപ്ഷൻ ഏത് വരും? 22nd ക്വസ്റ്റിൻ്റെ കറക്റ്റ് ഓപ്ഷൻ ഫസ്റ്റ് വൺ വരും. ഫസ്റ്റ് വൺ. ആരും എനിക്ക് സുഖമല്ലേ എന്ന് ചോദിക്കുന്നു. എനിക്ക് നല്ല സുഖമാണ്. ഓക്കെ, 22nd ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഓപ്ഷൻ വരും. 23rd question,
കെമിക്കൽ ബോണ്ടിങ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡസ് നോട്ട് ഹാവ് ഹൈഡ്രജൻ ബോണ്ടിങ്. ഫീനോളിനെ സംബന്ധിച്ച് ദിസ് ഹൈഡ്രജൻ ഈസ് ബീൻ കണക്റ്റഡ് ടു ആൻ ഇലക്ട്രോനെഗറ്റീവ് ഓക്സിജൻ. അതാണല്ലോ നമുക്ക് വേണ്ട കണ്ടീഷൻ. A hydrogen which should be connected to an electronegative atoms like fluorine, oxygen or nitrogen, ഇങ്ങനെയുള്ള ആൾക്കാരിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻസിന് ഹൈഡ്രജൻ ബോണ്ടിങ്ങിൽ ടേക്ക് പാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഫീനോളിനെ സംബന്ധിച്ച് അത്തരത്തിലൊരു ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ലിക്വിഡ് അമോണിയയിലും ശരിയാണ്, ദിസ് ഹൈഡ്രജൻ ഈസ് കണക്റ്റഡ് ടു ദിസ് നൈട്രജൻ. അപ്പോൾ നമുക്ക് വേണ്ട കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ദെയർഫോർ ദേ ക്യാൻ എക്സിബിറ്റ് ദിസ് ഹൈഡ്രജൻ ബോണ്ടിങ്. ഇവർക്കും ഹൈഡ്രജൻ ബോണ്ടിങ് എക്സിബിറ്റ് ചെയ്യാൻ പറ്റും. ഒബ്വിയസ്ലി വാട്ടറിന് ഹൈഡ്രജൻ ബോണ്ടിങ് എക്സിബിറ്റ് ചെയ്യാനായിട്ട് പറ്റും. വാട്ടറിനെ സംബന്ധിച്ച് ഹൈഡ്രജൻ ബോണ്ടിങ് എക്സിബിറ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ ക്ലോറിനെ സംബന്ധിച്ച് ക്ലോറിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ക്ലോറിൻ ഹാസ് ഗോട്ട് എ ലാർജ് സൈസ്. ഇവരെ വെച്ച് നോക്കുമ്പോൾ നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ക്ലോറിൻ അത്യാവശ്യം ഭയങ്കര സൈസ് കൂടുതലാണ്. അപ്പോൾ സൈസ് കൂടുതലായതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ന് പറയുന്നത് അവർക്ക് ഇച്ചിരി കുറവായിരിക്കും. ക്ലോറിനെ സംബന്ധിച്ച് ഇലക്ട്രോൺ ഡെൻസിറ്റി കുറവായിരിക്കും. So therefore this chlorine is not able to properly withdraw the sigma bonded electron. ഈ sigma bonded electron പ്രോപ്പറായിട്ട് പിടിച്ച് വലിച്ച് ഒരു പോളറൈസേഷൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ this HCl cannot obtain or exist in hydrogen bonds, or HCl cannot exhibit hydrogen bonds. So HCl-ന് ഹൈഡ്രജൻ ബോണ്ട്സ് കാണിക്കാൻ പറ്റില്ല, ബാക്കി 3 പേർക്കും കാണിക്കാൻ പറ്റും. അങ്ങനെയെങ്കിൽ നമുക്ക് 24th ക്വസ്റ്റ്യൻ നോക്കാം. 24th ക്വസ്റ്റ്യൻ, the species having bond order different from that of CO is. Species having bond order different from that of carbon monoxide. കാർബൺ മോണോക്സൈഡിനെക്കാട്ടിലും ബോണ്ട് ഓർഡർ. ഇവിടെ നമുക്കൊരു ടെക്നിക്ക് ഉണ്ട്. 14 ഇലക്ട്രോൺ സ്പീഷ്യസ് ആകുന്ന സമയത്ത്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 14 ആകുന്ന സമയത്ത് ബോണ്ട് ഓർഡർ 3 വരും. ബോണ്ട് ഓർഡർ 3 വരും. And each rise or decrease in the bond order by 0.5 units. Okay, 0.5, sorry, each rise in the electron. അപ്പോൾ 15 ആയി എന്ന് വിചാരിച്ചോ. ബോണ്ട് ഓർഡർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 15 ആയെങ്കിൽ ബോണ്ട് ഓർഡർ ഷുഡ് ബി റെഡ്യൂസ്ഡ് ബൈ 0.5 യൂണിറ്റ്. അപ്പോൾ 2.5 ആവും. 16 ആയാൽ 2 ആവും. 17 ആയാൽ 1.5 ആവും. ഇനി 13 ആയാലോ 0.5 കുറച്ചോ 2.5 ആവും. ദെൻ 12 ആയാലോ 0.5 കുറച്ചോ 2 ആവും. ഇതായിരിക്കും ബോണ്ട് ഓർഡറിൻ്റെ ട്രെൻഡ് വരുന്നത്. ബോണ്ട് ഓർഡറിൻ്റെ ട്രെൻഡ്. കാർബൺ മോണോക്സൈഡിനെ സംബന്ധിച്ച് കാർബൺ 6 ഇലക്ട്രോൺ സ്പീഷ്യസ് ആണ്, ഓക്സിജൻ 8 ഇലക്ട്രോൺ സ്പീഷ്യസ് ആണ്. സോ ടോട്ടൽ അവിടെ 14 ഇലക്ട്രോൺസ് വന്നു. 14 ഇലക്ട്രോൺ ആകുമ്പോൾ ബോണ്ട് ഓർഡർ 3 വരും. അങ്ങനെയെങ്കിൽ ബോണ്ട് ഓർഡർ 3 വരാത്തത് ആരാന്ന് ചെക്ക് ചെയ്താൽ പോരെ. സോ ഫസ്റ്റ് ഓപ്ഷൻ NO-. NO- നൈട്രജൻ 7 ഇലക്ട്രോൺ സ്പീഷ്യസ്, ഓക്സിജൻ 8 ഇലക്ട്രോൺ സ്പീഷ്യസ്, ഒരു നെഗറ്റീവ് ചാർജ് കൂടെ ഉണ്ട്. അപ്പോൾ +1 ഇലക്ട്രോൺ കൂടെ. അപ്പോൾ മൊത്തം എത്ര ഇലക്ട്രോൺ ആയി? 7 + 8 15 ആയി. അത് തന്നെ 15 ആയി. 15 + 1 16 ആയി. 16 ഇലക്ട്രോൺ സ്പീഷ്യസ് ആയി കഴിഞ്ഞാൽ ബോണ്ട് ഓർഡർ എത്രയേ ഉള്ളൂ? 2 ഉള്ളൂ. 2. സോ 24th ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ വരും. 24th ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ. ബാക്കിയുള്ളവർ NO+നെ സംബന്ധിച്ച് 14 ഇലക്ട്രോൺ സ്പീഷ്യസ് ബോണ്ട് ഓർഡർ 3 വരും. CN- സംബന്ധിച്ച് 14 ഇലക്ട്രോൺ സ്പീഷ്യസ് ബോണ്ട് ഓർഡർ 3. N2നെ സംബന്ധിച്ച് 14 ഇലക്ട്രോൺ സ്പീഷ്യസ് ബോണ്ട് ഓർഡർ 3 വരും. സോ ബോണ്ട് ഓർഡർ 3 വരാത്ത ആൾ ഫസ്റ്റ് ഓപ്ഷൻ മാത്രം. So we have come to the final question of this discussion. 25th question. കെമിക്കൽ ബോണ്ടിങ്ങിൽ നിന്ന് എന്നാൽ ബേസിക് കോൺസെപ്റ്റുമായിട്ട് ക്ലബ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. How many electrons are present in the pi molecular orbital in carbon monoxide molecule contained in 2.24 liters at STP? 2.24 liters at STP. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ മോണോക്സൈഡ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുമ്പോഴേക്കും 2.24 ഡിവൈഡഡ് ബൈ 22.4 ചെയ്ത് കഴിഞ്ഞാൽ മതിയാവും നിങ്ങൾക്ക് കിട്ടാനായിട്ട്. സോ ദ വാല്യൂ വുഡ് ബി 10 to the power -1 or 0.1 മോൾ ഉണ്ട്. 0.1 മോൾ ഉണ്ടാവും. സോ 0.1 മോൾ എന്ന് പറയുമ്പോഴേക്കും എത്ര മോളിക്യൂൾസ് ആയി? മോളിക്യൂൾസ് ഓഫ് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് molecules of carbon monoxide would be 0.1 multiplied by Avogadro number വേണം. Avogadro number ഉണ്ടാവും. ഇത്രയും മോളിക്യൂൾസ് അവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്കിനി നോക്കേണ്ടത് പൈ മോളിക്കുലാർ ഓർബിറ്റൽ ഓഫ് കാർബൺ മോണോക്സൈഡാണ്. കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് ഒരു 14 ഇലക്ട്രോൺ സ്പീഷ്യസ് ആണ്. കാർബൺ 6 ഇലക്ട്രോൺ, ഓക്സിജൻ 8 ഇലക്ട്രോൺസ്, 14 ഇലക്ട്രോൺ സ്പീഷ്യസ് ആണ്. 14 ഇലക്ട്രോൺ സ്പീഷ്യസിനെ സംബന്ധിച്ച് σ1s2, σ*1s2, σ2s2, σ*2s2, then pi to p x equal to
pi 2py. So 2, so 12, then sigma 2pz2. ഇതാണ് ശരിക്കും ദിസ് മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ ഓഫ് ദിസ് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ്, ഒരു മോള് കാർബൺ മോണോക്സൈഡിൻ്റെ മോളിക്കുലാർ ഓർബിറ്റലിൽ അതിൽ 4 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. 4 പൈ ഇലക്ട്രോൺസ് ആർ ദെയർ. ഓക്കെ, 4 പൈ ഇലക്ട്രോൺസ് ആർ ദെയർ. അങ്ങനെയെങ്കിൽ ഒരു മോളിന് 4 പൈ ഇലക്ട്രോൺസ് ആണെങ്കിൽ 0.1 മോളിന് എത്ര കാണും? 0.1 മോളിന് 0.4 മോൾ ഇലക്ട്രോൺസ് കാണും അല്ലേ? 0.4 മോൾ ഇലക്ട്രോൺസ് കാണും. അങ്ങനെയെങ്കിൽ എത്ര മോളിക്യൂൾസിന്, എത്ര കാർബൺ മോണോക്സൈഡ് മോളിക്യൂൾ ആകുമ്പോഴേക്കും എത്ര ഇലക്ട്രോൺസ് കാണും? കാർബൺ മോണോക്സൈഡ് മോളിക്യൂൾസ് ആകുമ്പോഴേക്കും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എത്ര വരും? നമ്പർ ഓഫ് പൈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എത്ര വരും? 0.4 into Na എന്ന് വരും. 0.4 into Na. So this much amount of electrons would be there, 0.4 Na. So 25th ക്വസ്റ്റ്യൻ്റെ തേർഡ് ഓപ്ഷൻ വരും. സോ കീമിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. കാരണം JEE മെയിൻസ് 2 സെഷനും കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എഞ്ചിനീയറിംഗ് സ്ട്രീം നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കീമൂടെ ഇനി എഴുതി നോക്കാം. കീം ഇപ്പോഴും അതിൻ്റെ നിലവാരം കീപ്പ് ചെയ്യുന്നുണ്ട്. സോ കീമിന് വേണ്ടി നന്നായിട്ട് പഠിക്കുക. സോ സ്റ്റഡി വെൽ, സ്റ്റഡി ഹാർഡ്, ടേക്ക് കെയർ, ബൈ.